The session which is known as Scisol. And this Scisol is mainly meant as a science and technology solutions to take up challenges to address the societal issues in Kasargode district. In a short while from now, we'll be have the inauguration of Scisol, which will be done by Sri C.H. Kunyambu, member of the Legislative Assembly, Uduma. I have Dr. Hari Narayan P, Senior Principal Scientist, KSCST, to welcome the gathering, and Dr. Siju C. Raghavan, KSCST, Thiruvananthapuram, will propose a vote of thanks. May I now request the dignitaries to take up their seats on the main dais. Sirs, please. A hearty welcome to all the dignitaries. Now may I call upon Dr. Hari Narayanan P, Senior Principal Scientist, KSCST, to welcome the gathering. Sir, please. ബഹുമാന്യനായ അധ്യക്ഷൻ, സംസ്ഥാന ശാസ്ത്രാംഗിക പരിസ്ഥിതി കൗൺസിലിൻ്റെ മുൻ ഉപാധ്യക്ഷനും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻ്റർഡിസിപ്ലിനറി സയൻസ് ആൻഡ് ടെക്നോളജിയുടെ മുൻ ഡയറക്ടറുമായ ഡോക്ടർ സുരേഷ് ദാസ് സാർ, ബഹുമാനായ ഉദ്ഘാടകനും ഉദുമ നിയോജകമണ്ഡലത്തിലെ MLA-യും ഈ കോളേജിൻ്റെ പൂർവ്വ വിദ്യാർത്ഥിയുമായ ശ്രീ CH കുഞ്ഞമ്പു അവർകൾ, വേദിയിലുള്ള എൻ്റെ സുഹൃത്ത് സഹപ്രവർത്തകൻ ശ്രീ ഡോക്ടർ സിജു രാഘവൻ, ഇവിടെ സന്നിധരായിരിക്കുന്ന സംസ്ഥാന ശാസ്ത്രാംഗിക പരിസ്ഥിതി കൗൺസിലിൻ്റെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് പ്രൊഫസർ KP സുധീർ, സംസ്ഥാന സർക്കാരിൻ്റെ സയൻസ് മെൻറ്റർ ശ്രീ MC ദത്തൻ സാർ, ശാസ്ത്രാംഗിക പരിസ്ഥിതി കൗൺസിലിലെ മെമ്പർ സെക്രട്ടറി ഡോക്ടർ പ്രദീപ് കുമാർ സാർ, മറ്റു വിശിഷ്ട വ്യക്തികളെ, സുഹൃത്തുക്കളെ, കഴിഞ്ഞ വർഷത്തെ ശാസ്ത്ര കോൺഗ്രസോടുകൂടി ആരംഭിച്ച ഒരു പുതിയ പ്രോഗ്രാമാണ്. ഏത് ജില്ലയിലാണോ ശാസ്ത്ര കോൺഗ്രസ് നടക്കുന്നത് ആ ജില്ലയിലെ ഒരു പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്ത് യൂത്ത് ഒരു ചാലഞ്ചായി ഏറ്റെടുത്ത് അതിനൊരു പരിഹാരം, ശാസ്ത്രീയമായ പരിഹാരം നിർദ്ദേശിക്കുക എന്നുള്ളത്. അപ്പോൾ കഴിഞ്ഞ വർഷം ഇത് ഇടുക്കി ജില്ലയിലായിരുന്നു. ഇടുക്കി ജില്ലയിലെ പ്രശ്നങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് ആ പ്രോഗ്രാമിൽ അല്ലെങ്കിൽ അവരുടെ ഒരു എന്താണോ ആ പ്രശ്നം പരിഹരിക്കുവാൻ, വെദർ ഇറ്റ് ഈസ് സയൻസ് ഓർ ടെക്നോളജി, അവർക്ക് ശുപാർശ ചെയ്യാൻ പറ്റുന്നത്, അതാണ് ഈ ചാലഞ്ചായിട്ട് അവരുടെ ഏറ്റെടുക്കാൻ പറഞ്ഞത്. 15 വയസ്സിനും 25 വയസ്സിനും ഇടയിലുള്ള ആർക്കും, ഏത് യൂത്തിനും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാം എന്നുള്ളതായിരുന്നു നിബന്ധന. പക്ഷേ അതാ ജില്ലയിൽ ഇത്തവണ 36ാം ശാസ്ത്ര കോൺഗ്രസിൻ്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയിലെ പ്രശ്നങ്ങൾ അവരവർ ഐഡൻറ്റിഫൈ ചെയ്യുക, അവർക്ക് തോന്നുന്ന പ്രശ്നങ്ങൾ, അവർ നേരിടുന്ന പ്രശ്നങ്ങൾ, ജില്ലയിൽ നേരിടുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം എങ്ങനെ കാണാമെന്നും അതിനെങ്ങനെ ശാസ്ത്രീയമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ചാലഞ്ചായിട്ട് കൊടുത്തിരുന്നത്. അത്തരത്തിൽ 19 പ്രപ്പോസലുകൾ ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി. 19 സ്ഥാപനങ്ങളിൽ നിന്ന് 19 ടീമുകളായിട്ട്, അതായത് 2 കുട്ടികൾ മുതൽ 4 കുട്ടികൾ അടങ്ങുന്ന ടീമുകൾക്കാണ് ഇതിന് അവസരം കൊടുത്തിരുന്നത്. ഒരു ടീമായിട്ടാണ് പ്രസൻറ്റ് ചെയ്യേണ്ടത്. ആ ടീമിലെ പ്രപ്പോസലുകൾ, അതിനൊരു ഇവാലുവേഷൻ കമ്മിറ്റി ഉണ്ടായിരുന്നു, ഡോക്ടർ സുരേഷ് ദാസ് സാറിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി. ആ കമ്മിറ്റി ഇവാലുവേറ്റ് ചെയ്ത് അതിനകത്തുള്ള ബെസ്റ്റ് 6 പ്രോജക്ട്സ് ഈ ദിവസം ഇവിടെ പ്രസൻറ്റ് ചെയ്യാനും അതിൽ നിന്നും ഏറ്റവും മികച്ച സൊല്യൂഷനുള്ള പ്രപ്പോസലിന് അല്ലെങ്കിൽ പ്രോജക്റ്റിന് യൂണിയൻ ബാങ്കിൻ്റെ സഹായത്തോടെ 50,000 രൂപയുടെ ക്യാഷ് അവാർഡ് നൽകുന്നതാണ്. ഇതാണ് ഈ പ്രോജക്റ്റ്. 50,000 റുപ്പീസാണ് അവാർഡ്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു പ്രപ്പോസലുമായിട്ടാണ്
ടീമുകൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്കറിയാം കാസർഗോഡ് ജില്ല നിരവധി പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അതിൽ അവർ ഐഡൻറ്റിഫൈ ചെയ്യുന്ന പ്രശ്നങ്ങളുണ്ടാകാം. അത് നമുക്ക് കേൾക്കാം അവരിൽ നിന്നും. എന്താണ് ആ പ്രോബ്ലം എന്താണെന്ന് പ്രോബ്ലം ഡിഫൈൻ ചെയ്യണം, മെത്തഡോളജി ഡിഫൈൻ ചെയ്യണം, അതിനുപരി അതിന് സൊല്യൂഷൻ ഡിഫൈൻ ചെയ്യണം. എങ്ങനെയാണ് പ്രശ്നം പരിഹരിക്കുക എന്നുള്ളത് അതൊരു ചലഞ്ചാണ്. അപ്പോൾ ആ ചലഞ്ചിലേക്ക് നമുക്ക് കടക്കാം. അതിനു മുന്നോടിയായിട്ട് ഇതൊരു കാസർഗോഡ് ജില്ലയെ തന്നെ ഫോക്കസ് ചെയ്തുള്ള ഒരു സയൻസ് കോൺഗ്രസിൻ്റെ പ്രത്യേക സെഷൻ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ചെറിയൊരു ഉദ്ഘാടന പ്രോഗ്രാം കൂടി നമ്മൾ വെച്ചിരുന്നു. ഈ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് ഈ കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായ പ്രൊഫസർ സുരേഷ് ദാസ് സാറാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, KSCSTയുടെ മുൻ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ്, സയൻസ് ആൻഡ് ടെക്നോളജി പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു. അതിലുപരി നിസ്റ്റ് എന്ന് പറയുന്ന സെൻട്രൽ ഗവൺമെൻറ് സ്ഥാപനത്തിൻ്റെ ഡയറക്ടറായിരുന്നു. IASRലെ എമറിറ്റസ് പ്രൊഫസറായിരുന്നു. സാർ ഒരുപാട് സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്, ഒരുപാട് ശാസ്ത്ര സംഭാവനകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് അധ്യക്ഷം വഹിക്കുന്നതിനുവേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. നമ്മോടൊപ്പം ഉള്ളത് ഉദുമ MLA ശ്രീ CH കുഞ്ഞമ്പു ആണ്. ഈ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഞങ്ങളുടെയൊക്കെ വളരെ സൂപ്പർ സീനിയറായിട്ട് പഠിച്ചതാണ്. കാസർഗോഡ് ജില്ലയുടെ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരു വ്യക്തി. കാരണം ഉദുമയിലും മഞ്ചേശ്വരത്തും MLA ആയിരുന്നു നേരത്തെ. അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ഒരുപക്ഷെ ഇതിനകത്തുണ്ടാകാം. അപ്പോൾ അദ്ദേഹത്തിനും വളരെ നല്ലൊരു വ്യക്തിത്വം എന്ന നിലയിൽ, കാരണം നമുക്കൊരു ഉദ്ഘാടകന് ആവശ്യം അത്തരത്തിലുള്ള ആൾക്കാർ തന്നെയാണ്. കാസർഗോഡ് ജില്ലയുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനുള്ള താല്പര്യമുള്ളവരെയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനത്തിന് നമ്മൾ ക്ഷണിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെയും നിങ്ങൾക്ക് ഏവർക്കും വേണ്ടിയും സംസ്ഥാന ശാസ്ത്രാസാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന് വേണ്ടിയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ സിജു രാഘവൻ സംസ്ഥാന ശാസ്ത്രാസാങ്കേതിക പരിസ്ഥിതി കൗൺസിലിലെ സയൻറ്റിസ്റ്റാണ്. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെയുള്ള മുഴുവൻ വിശിഷ്ട വ്യക്തികളെയും, പങ്കെടുക്കാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ടീമുകളെയും, അതോടൊപ്പം തന്നെ കേൾക്കാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മറ്റു ശാസ്ത്രലോകത്തെ മറ്റു എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. Dear friends, decorating the presidium for this function is Dr. Suresh Das, former Executive Vice President KSCST and former Director CSIR NIIST. May I now request Dr. Suresh Das for the presidential address. Sir, please. Respected MLA of Udma, Sri CH Kunnambu, other members on the dais, Dr. Sudhir, Executive Vice President of KSCST, and Dr. Sri Dattan, who is the Scientific Advisor to the CM, and other distinguished members and participants of this program. Let me tell you how happy and honored I am to be here to preside over this very important program of the KSCST. This is the second time that we are having this program, Scisol, and as Dr. Harinaran explained, the idea is that you try to find scientific solutions to problems of the locality. I cannot emphasize how important a program this is, because this is an area where we are encouraging young participants to try and think about and look around the kind of problems that the place where you are staying faces and how we can implement scientific solutions. If you look at it, why do I think this is most important, is that if you look at any society, for it to become a developed society, we need the capacity to innovate. Innovate means what? Innovate means that you have scientific principles, you have scientific theories, but how do you apply that to improve the quality of life of the people around you? And through this program, we are encouraging this kind of attitude of looking around, because a country like India has enough problems. And so when we talk about science and we look for problems, we sometimes artificially look into scientific journals to see what areas we should work upon. But as I mentioned, when you look around you, there is no deficiencies of problems that need solutions. And so therefore this program is making young students look at this in this direction, and I think that it is a very wonderful program. I hope that this picks up strength in the coming years. Last year the program that we had was very successful, and I hope that this year also, as Dr. Harinaran said, we had several good projects. Of course, we couldn't select shortlist all of them because of limitations of time. I think we have selected shortlisted 6 such programs that we will have presentations for, and hopefully we will be able to select a good program out of that. I don't want to talk too much because we have already the program is already delayed, and I'm sure that we would like to listen
to the projects that are being presented. With this, once again, I thank KSST for inviting me to chair this session, and I wish this program all success. Thank you very much. താങ്ക് യു സർ. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട ഉദ്മ MLA ശ്രീ CH കുഞ്ഞാമ്പു അവർകളെ സാദരം ക്ഷണിക്കുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട ഡോക്ടർ സുരേഷ് ദാസ്, സ്വാഗത പ്രസംഗം നടത്തിയ ഹരിനാരായണൻ, വേദിയിൽ സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, 36ാമത് കേരള സയൻസ് കോൺഗ്രസ് കാസർഗോഡ് വെച്ച് നടക്കുന്നതിൽ അതിയായ സന്തോഷമുള്ള ഒരാളാണ് ഞാൻ. ഇതിൻ്റെ ഔപചാരികമായ തുടക്കം കുറിക്കുന്നതിന് ഒരു ദിവസം മുമ്പ് ഞങ്ങൾ ഈ വേദിയിലും കോളേജിൻ്റെ പരിസരത്തുമെല്ലാം ഹരിനാരായണനുമായി ഒന്ന് ചുറ്റിക്കറങ്ങി കാണുകയുണ്ടായി. ഉദ്ഘാടന ദിവസം പങ്കെടുക്കാൻ പറ്റിയിരുന്നില്ല, കാരണം ഡൽഹിയിലായതുകൊണ്ട് ഇന്നലെ രാത്രിയാണ് തിരിച്ചെത്തിയത്. അതുകൊണ്ട് മുഖ്യമന്ത്രി വരുന്ന പരിപാടിയിൽ എത്താൻ പറ്റില്ല. ഞാൻ അവസാന ദിവസം നാളെ കൂടി ഉണ്ടല്ലോ, ഇന്ന് ഞാൻ എത്താം. ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് വൈകുന്നേരം പോകും വേണം. അതുകൊണ്ട് ഏതെങ്കിലും ഒരു സമയത്ത് ഞാൻ വരാം എന്നായിരുന്നു പ്രദീപ് കുമാറിനോടും അതുപോലെ തന്നെ ഹരിനാരായണനോടും ഞാൻ സംസാരിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുക്കണം എന്നോട് ആവശ്യപ്പെട്ടത്. ഒരു ശാസ്ത്ര കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് എല്ലാ ജില്ലകളിലും ഒരു മുമ്പ് നടന്ന ശാസ്ത്ര കോൺഗ്രസ്സുകളിലെല്ലാം തന്നെ ഇങ്ങനെ ആ പർട്ടിക്കുലർ ജില്ലയുടെ സവിശേഷതയെ സംബന്ധിച്ച്, അതിൽ സയൻറ്റിഫിക്കായി എന്ത് കാര്യം ചെയ്യാൻ കഴിയുമെന്നത് സംബന്ധിച്ച്, അതിൽ യൂത്തിൻ്റെ റോൾ എന്താണെന്നത് സംബന്ധിച്ച് വ്യത്യസ്ത ഗ്രൂപ്പുകളിൽ നിന്ന് കിട്ടുന്ന അഭിപ്രായങ്ങളെ അവതരിപ്പിക്കാനുള്ള ഒരു അവസരം നൽകുന്നു എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് എന്നോട് പറഞ്ഞത്. കാസർഗോഡ് ജില്ലയിൽ സവിശേഷതകളേറെ ഉണ്ട് എന്നത് എല്ലാവർക്കും അറിയാം. ഒരുപക്ഷെ വളരെ ഇന്നൊവേറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ ആ ഗ്രൂപ്പുകൾ ഇവിടെ നൽകി കാണുമെന്നാണ് ഞാൻ കരുതുന്നത്. പൊതുവേ പ്രശ്നങ്ങളെല്ലാം എല്ലാ ജില്ലകളിലും എല്ലാ പ്രദേശങ്ങളിലും ഒരുപോലെയാണെങ്കിലും കാസർഗോഡിന് സവിശേഷതകളേറെയാണ്. ഒന്ന്, ഒരു ദീർഘകാലം കാസർഗോഡ് അവഗണിക്കപ്പെട്ടു പോയ ഒരു നാടാണ്. അതിൽ ഏറ്റവും അവഗണിക്കപ്പെട്ടത് വിദ്യാഭ്യാസം, അതുപോലെ തന്നെ ആരോഗ്യം, കാർഷിക മേഖല, വരുമാനം, ജോലി തുടങ്ങിയ എല്ലാ രംഗങ്ങളിലും അവഗണിക്കപ്പെട്ട് കിടന്ന ഒരു നാടാണ് നമ്മുടെ കാസർഗോഡ്. അങ്ങനെ എന്തുകൊണ്ട് സംഭവിച്ചു വെച്ചാൽ, അത് ചരിത്രമെടുത്ത് നോക്കിയാൽ, നമ്മളിപ്പോൾ ഈ ഭാഷാ സംസ്ഥാന രൂപീകരണത്തിന് ശേഷം അഥവാ ഐക്യ കേരളം രൂപപ്പെടുന്നതിന് മുമ്പ് സൗത്ത് കാനറ ജില്ലയുടെ ഭാഗമാണ് കാസർഗോഡ്. മദുരാശി പ്രസിഡൻസിയുടെ ഭാഗമാണ്. സ്വാഭാവികമായും വേണ്ട പോലെ ഒരു ശ്രദ്ധയും ഉണ്ടാവാൻ സാധ്യതയില്ല, ബ്രിട്ടീഷുകാരുടെ അധീനതയിൽ തന്നെ. എന്നാൽ തിരുവിതാംകൂറും തിരുക്കൊച്ചിയുമെല്ലാം രാജഭരണത്തിൽ അവർ അന്ന് തന്നെ പല കാര്യങ്ങളും അവർക്ക് നേടാൻ കഴിഞ്ഞു. മിഷണറിമാർ വന്നപ്പോഴും അവരുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതും ആ ഭാഗത്ത് തന്നെയാണ് പ്രധാനമായും. അപ്പോഴും മലബാർ മേഖല ഒരു അവഗണിക്കപ്പെട്ടൊരു പ്രദേശമായി തന്നെയാണ് കിടന്നത്. അതിൻ്റെ ഒരു പ്രശ്നം എല്ലാ മേഖലയും ഒന്ന് കട്ട് ചെയ്തേ വരാം. അതിൻ്റെ ഒരു പ്രശ്നം എല്ലാ മേഖലകളിലും പിൽക്കാലത്തുണ്ടായി എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഏത് പ്രശ്നം എടുത്താലും ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ ആരോഗ്യ മേഖല എടുത്തു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാസർഗോഡ് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം ആരോഗ്യ മേഖലയാണ്. ആരോഗ്യ മേഖലയിൽ നമ്മളിപ്പോഴും ആശ്രയിക്കുന്നത് തൊട്ടടുത്ത സിറ്റിയാകുന്ന മംഗലാപുരത്തെയാണ്. അത് വേണമെങ്കിൽ പറയാം സൗത്ത് കാനറ ജില്ലയുടെ ഭാഗമായി, മദ്രാശി പ്രസിഡൻസിയുടെ ഭാഗമായി, ബ്രിട്ടീഷുകാരുടെ ഭാഗമായി അന്ന് മുതൽ തന്നെ ഈ മംഗലാപുരവുമായുള്ള ബന്ധമുണ്ട്. നമ്മളൊരു ഹെഡ്ക്വാർട്ടേഴ്സാണ് ഇവിടെ, നമ്മളൊരു ക്യാപിറ്റൽ സിറ്റി വേണമെങ്കിൽ എന്ന് പറയാം. ആ ബന്ധത്തിൻ്റെ തുടർച്ചയായി ആണ് എന്ന് പറയാം. പക്ഷേ ഒരു പ്രത്യേക ഭാഷാ സംസ്ഥാനം വന്നതിന് ശേഷമെങ്കിലും മറ്റ് പ്രദേശങ്ങളിൽ ഉണ്ടായതുപോലെ ഉള്ള ആരോഗ്യ പരിപാലന മേഖല ഇവിടെ ഉണ്ടാകേണ്ടതല്ലേ എന്ന് ചോദിച്ചാൽ, അത് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ CHC, PHC, ഫാമിലി ഹെൽത്ത് സെൻറ്റർ, ജനറൽ ആശുപത്രി,
താലൂക്ക് ആശുപത്രി അതൊന്നുമില്ല എന്നല്ല. മെഡിക്കൽ കോളേജാണെങ്കിൽ അതിൻ്റെ ഒരു 75% പൂർത്തീകരിച്ച് ഫുൾ സ്വിങ്ങിലേക്ക് പോകാൻ അങ്ങനെ അടുത്ത് എത്തി നിൽക്കുന്ന ഒരു ഘട്ടവും കൂടിയാണ്. പക്ഷെ അപ്പോഴും ഈ കോവിഡ് കാലത്ത് അതിർത്തി അടച്ചപ്പോൾ ആളുകൾ മരണപ്പെടേണ്ടി വന്നത്, ആശുപത്രിയിൽ എത്താതെ മരണപ്പെടേണ്ടി വന്ന ഒരു നാട് കാസർഗോഡാണ്. 10-17 ആളുടെ ജീവൻ നമുക്ക് അതിർത്തിയിൽ നിന്ന് മടക്കി അയച്ചതിന് ഫലമായിട്ട് പ്രോപ്പർ ചികിത്സ ലഭിക്കാതെ മരണപ്പെട്ടു എന്നത് ദുഃഖകരമായൊരു സംഭവം ഇവിടെയുണ്ട്. അപ്പോഴാണ് കാസർഗോഡിൻ്റെ ആരോഗ്യ മേഖല ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത്. എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ഈ 17 എണ്ണത്തിൽ ആരെങ്കിലും ഒരാളെങ്കിലും ഏതെങ്കിലും ഒരു ഗ്രൂപ്പെങ്കിലും ഈ ഒരു വിഷയം എടുത്തിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ്. ഉണ്ടാവില്ല, ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഉണ്ടാകുമെന്ന് തോന്നുകയാണ്. ഇനി എല്ലാം സയൻറ്റിഫിക്കായ കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾ ഗവേഷണം നടത്തുന്നതെങ്കിൽ ചിലപ്പോൾ ഒന്നും വരില്ല. ഏതായാലും ഒരു കാര്യമുണ്ട്, ഒരു വിഷയമാണത് കാസർഗോഡിനെ സംബന്ധിച്ച്. പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചെറുപ്പക്കാരുടെ ഇടയിൽ നിന്ന് ഉയർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയം എയിംസ് വേണം എന്നൊക്കെയാണ്. എയിംസ് കിട്ടിയാൽ ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ അതിന് സമാനമായ എന്തെങ്കിലും സംവിധാനം വേണം. പക്ഷേ ഇന്ന് നമ്മുടെ കേരളത്തിൻ്റെ മുറവിളി ഈ എയിംസ് വേണമെന്നത് അംഗീകരിക്കാൻ ഇപ്പോഴും കേന്ദ്ര ഗവൺമെൻറ് തയ്യാറായിട്ടില്ല, മുന്നോട്ട് വന്നിട്ടില്ല എന്നതാണ് ഒരു പ്രശ്നം. ഏതായാലും ആരോഗ്യ മേഖലയാണ് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് തന്നെ ഒരു ദീർഘകാലം നമ്മുടെ നാട് പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ കശുമാവിൻ തോട്ടങ്ങളിലെ ഈൽഡിങ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അണുക്കളെ നശിപ്പിക്കാൻ അവർ എൻഡോസൾഫാൻ തളിച്ചു. അത് കുറേ കാലമുണ്ടായി. ശാസ്ത്രീയമായിട്ട് വേണ്ടത്ര പഠനം നടത്തിയിട്ടാണോ അത് ചെയ്തത് എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ അതിൻ്റെ ദുരിതം പിൽക്കാലത്ത് കാസർഗോട്ടെ ജനത വല്ലാണ്ട് പേറേണ്ടി വന്നു. ഈ പ്ലാന്റേഷൻ കോർപ്പറേഷനുകളിൽ എൻഡോസൾഫാൻ തളിച്ചപ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ജനിക്കുന്ന കുട്ടികൾക്ക് വൈകല്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. അസാധാരണമായ രീതിയിൽ ചില ആളുകൾക്ക് ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. നോർമലായ മനുഷ്യനിൽ നിന്ന് വ്യത്യസ്തമായി അബ്നോർമാലിറ്റി കാണിക്കുന്ന നിലയിലേക്ക് പല ആളുകളുടെയും പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി. അപ്പോഴാണ് ഈ ചില ഡോക്ടർമാർ ഇതെന്താണ് എന്നത് ശാസ്ത്രീയമായി കണ്ടെത്തിയപ്പോൾ ഇത് എൻഡോസൾഫാൻ കണ്ടൻറ്റ് അവരുടെ ശരീരത്തിലും ബ്ലഡിലും അമിതമായി ഉണ്ട് എന്നതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് പറയുന്നത്. അത് ചെളിപ്പിക്കൊള്ളാൻ ആരും തയ്യാറായില്ല. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അതിൻ്റെ രൂക്ഷത വന്നപ്പോഴാണ് എല്ലാവരും പൊതുസമൂഹം അംഗീകരിക്കുന്നത് ഇത് എൻഡോസൾഫാൻ മൂലമാണ്. അപ്പോൾ അപ്പോഴും സയൻറ്റിസ്റ്റുകൾ, പ്രത്യേകിച്ച് CPCRIയിലെ സയൻറ്റിസ്റ്റുകൾ ഇവിടെ ഉണ്ടോയെന്ന് ഞങ്ങൾക്കറിയില്ല, അവർ അപ്പോഴും അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. CPCRIയിലെ സയൻറ്റിസ്റ്റുകൾ പറയുന്നത് അതല്ല ശരി എന്നാണ്. എല്ലാ സ്ഥലത്തും ഉള്ളതുപോലെ മാത്രമേ ഉള്ളൂ, അളവിൽ കൂടുതലൊന്നുമില്ല എന്ന് അവരങ്ങ് വാദിക്കാൻ നോക്കിയിരുന്നു. പക്ഷേ റിയാലിറ്റി അതായിരുന്നില്ല. ഏതായാലും എൻഡോസൾഫാൻ്റെ വിക്റ്റിമാണ് ഈ എല്ലാം സംഭവിച്ചത് എന്നത് പൊതു നിഗമനത്തിലേക്കും ശാസ്ത്രീയമായി തന്നെ ആ അഭിപ്രായങ്ങൾ വന്നോടുകൂടിയിട്ട് അവർക്ക് വേണ്ടുന്ന പുനരധിവാസവും മരുന്നും ചികിത്സയും മറ്റു കാര്യങ്ങളുമാണ് കാസർഗോഡ് പിന്നെ തേടിയെത്തിയത്. അത് ഒരു പരിധിവരെ വന്നിട്ട്, പക്ഷേ ഈ വിക്റ്റിംസിന് അത് വല്ലാണ്ട് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ സയൻറ്റിഫിക്കായിട്ട് ഒരു കാര്യം ചെയ്യുന്നതിൽ പറ്റിയ ഏറ്റവും ഗുരുതരമായ പാളിച്ചയായിട്ടാണ് നമുക്ക് തോന്നുന്നത് ഈ എൻഡോസൾഫാൻ കാസർഗോട്ടെ ഈ തോട്ടങ്ങളിൽ തളിച്ചത്. നമുക്ക് വലിയ വിപത്ത് കാസർഗോഡിലുണ്ടായി എന്നാണ്. എന്നിട്ട് ഇപ്പോഴും അത് പിന്നെ ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ഇത്തരം കീടനാശിനികളും മാരക വിഷങ്ങളും എല്ലാം പ്രയോഗിക്കുന്നുണ്ട് എന്നത് ഒരു പ്രശ്നമാണ്. ഇത് അങ്ങനെ വിവിധ വിഷയങ്ങൾ, എല്ലാ വിഷയങ്ങളിലേക്ക് പോകുകയല്ല ഉദ്ദേശിക്കുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ശാസ്ത്രം അഥവാ സയൻസ് അത് ശരിയും യുക്തിഭദ്രവുമാണ്. അത് സയൻറ്റിഫിക്കാണ്, ശരിയാണ്, യുക്തിഭദ്രമാണ്. പിന്നെ അതാണല്ലോ ശാസ്ത്രം. പക്ഷേ വലിയ സയൻറ്റിസ്റ്റുകൾ എന്തിന് മിത്തോളജിയുടെ പിന്നാലെ പോകുന്നു എന്നത് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ ശാസ്ത്രം ശരിയായ ഒന്ന് കണ്ടെത്തിയതിന് ശേഷം, ശാസ്ത്രമാണ്, അത് ശരിയായതാണ്, വസ്തുതാപരമാണ്, യുക്തിഭദ്രമാണ്, പിന്നെന്തിനാണ് അതേ ആളുകൾ പിന്നീട് കേവലം മിത്തിലേക്ക് അവർ എത്തിപ്പെടുന്നു? വിശ്വാസമല്ല, അന്ധവിശ്വാസത്തിലേക്ക് എങ്ങനെ എത്തിപ്പെടുന്നു? റോക്കറ്റ് വിക്ഷേപിക്കുമ്പോൾ അത് ശാസ്ത്രത്തിൻ്റെ അഭൂതപൂർവമായ വളർച്ചയും വികാസവുമാണ്. പക്ഷേ ഒരു സയൻറ്റിസ്റ്റ് എന്തിനാണ് അവിടെ ഒരു തേങ്ങ ഉടക്കുന്നത്? അത് സയൻസും ഇതും തമ്മിൽ എന്താണ് ബന്ധം എന്നത് മനസ്സിലാവുന്നില്ല. അത് നിങ്ങൾ ക്ലാരിഫൈ ചെയ്യേണ്ട വിഷയമാണ്. എനിക്കത് മനസ്സിലാവുന്നില്ല. അപ്പോൾ ശാസ്ത്രം വളർന്ന് വികസിക്കുന്നു, പക്ഷേ എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നമ്മുടെ
സമൂഹത്തിനും സയൻറ്റിസ്റ്റിനും ഉൾപ്പെടെ സംഭവിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു വ്യത്യസ്ത അഭിപ്രായക്കാരുണ്ടാവാം, അതെന്തോ ആയിക്കോട്ടെ, എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അപ്പോൾ ഈ ശാസ്ത്രത്തിന് എന്താണ് നമ്മളിപ്പോൾ പഠിപ്പിക്കുന്ന എല്ലാ പിന്നെ നമ്മളെല്ലാം ഒരുപക്ഷെ ഈ സ്കൂൾ വിദ്യാഭ്യാസവും കോളേജ് വിദ്യാഭ്യാസവും എല്ലാം നേടി ശാസ്ത്രമെല്ലാം പഠിച്ചില്ലായിരുന്നുവെങ്കിൽ നമ്മൾ അന്ധകാര യുഗത്തിൽ തന്നെ ആകുമായിരുന്നു എന്ന് നമുക്കെല്ലാം ബോധ്യമുണ്ട്. അന്ധകാര യുഗത്തിലാകുമായിരുന്നു. കാരണം നമ്മുടെ തലമുറക്ക് മുമ്പുള്ള തലമുറ അവർക്ക് ഇതേ സംബന്ധിച്ച് അജ്ഞരായിരുന്നു. അവരോട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, അജ്ഞരായിരുന്നു അവർ. പക്ഷെ ശാസ്ത്രീയമായി കാര്യങ്ങൾ കണ്ടെത്തുന്നവർ, പിന്നെ നമ്മൾ ISROയിൽ ജോലി ചെയ്യുന്നവർ അവർ സയൻറ്റിസ്റ്റുകളല്ലേ. അവർക്കെങ്ങനെ ഈ മിത്തിനെ അല്ലെങ്കിൽ യാഥാർത്ഥ്യമല്ലാത്തതിനെ, യുക്തിഭദ്രമല്ലാത്തതിനെ അംഗീകരിക്കാൻ പറ്റുന്നു? ഇതാണ് പ്രശ്നം. ഇതൊരു പ്രശ്നമാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സയൻസ് കോൺഗ്രസ് ആയതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു തന്നേ ഉള്ളൂ. നിങ്ങൾ നിങ്ങളുടേതായ അഭിപ്രായത്തിൽ പോലും അതിന് പല വ്യാഖ്യാനങ്ങളും കാണുമായിരിക്കും. പക്ഷേ അത് ഒരു സയൻസും ഇതും തമ്മിൽ പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സയൻസും ശാസ്ത്രവും ഇതും എങ്ങനെ പൊരുത്തപ്പെടണം. പിന്നെ എല്ലാ വിഷയങ്ങൾക്കും ശാസ്ത്രീയമായി തന്നെ നമുക്ക് എല്ലാത്തിനും ശാസ്ത്രീയമായി തന്നെ ഉത്തരം കണ്ടെത്താനും പരിഹാരം നിർദ്ദേശിക്കാനും കഴിയില്ല. അപ്പോൾ അവിടെ രാഷ്ട്രീയമായ തീരുമാനങ്ങളും രാഷ്ട്രീയമായ ഇടപെടലുകളും കൂടി ചില കാര്യങ്ങൾക്ക് വേണ്ടി വരുന്നുണ്ട്. ഇപ്പോൾ പക്ഷേ രാഷ്ട്രീയമായ ഇടപെടലുകളും രാഷ്ട്രീയമായ തീരുമാനങ്ങളും എടുക്കുമ്പോഴും അതിൽ സയൻറ്റിഫിക് ബേസ് വേണ്ടേ? ആ സയൻറ്റിഫിക് ബേസ് ഇല്ലാതെ എന്തെങ്കിലും യുക്തിഭദ്രമല്ലാത്ത ഒരു തീരുമാനമാണ് രാഷ്ട്രീയ നേതൃത്വം എടുക്കുന്നുണ്ടെങ്കിൽ ആ രാഷ്ട്രീയ നേതൃത്വം നമ്മുടെ സമൂഹത്തെ സയൻറ്റിഫിക്കായിട്ടാണോ നയിക്കുന്നത്, അല്ല അത് അൺസയൻറ്റിഫിക് ആയിട്ടാണോ നയിക്കുന്നത് എന്നതും ഒരു ചോദ്യമല്ലേ. ഈ പ്രശ്നങ്ങളെല്ലാം ശാസ്ത്ര കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് വരേണ്ടതാണ്. വരാൻ ആരും അത് ഉന്നയിക്കാൻ സാധ്യതയുണ്ടോ എന്ന് പറയാൻ പറ്റില്ല. അതിലൊരു കാര്യമുണ്ട്, ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു തന്നേ ഉള്ളൂ. ഞാൻ നീട്ടി സംസാരിക്കണമെന്ന് ഉദ്ദേശിക്കുന്നില്ല. പ്രശ്നങ്ങൾ ധാരാളമുണ്ട്. ഈ എല്ലാ വിഷയങ്ങളും എനിക്കൊന്ന് 12 ഗ്രൂപ്പുകൾ അഭിപ്രായം പിന്നെ ഉണ്ട്, അത് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരിൽ നിന്ന് പുതിയ പുതിയ കാര്യങ്ങൾ വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഏതായാലും ഇന്നലെ വരാൻ കഴിയാത്ത പിന്നെ വലിയ വിഷമമുണ്ടായി. കാരണം ഈ ദിവസം എന്ന് പറയുന്നത് ഇപ്പോൾ സയൻസ് കോൺഗ്രസ് ഇവിടെ നടക്കുമ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി കലോത്സവം തൊട്ടപ്പുറത്ത് എൻ്റെ മണ്ഡലത്തിൽ നടക്കുകയാണ്, മുന്നാട് പീപ്പിൾസ് കോളേജിൽ. ഞാൻ ഇന്നലെ നേരെ 6 മണിക്ക് നേരെ പോയത് മംഗലാപുരത്ത് എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് നേരെ അവിടുത്തെ പരിപാടിയിൽ സ്പീക്കർ വരുന്നതുകൊണ്ട് അവിടത്തേക്കാണ് പോയത്. മുഖ്യമന്ത്രി മിനിഞ്ഞാന്ന് പിന്നെ അവിടെ നിന്ന് പിന്നെ ഡൽഹിയിൽ നിന്ന് വന്നതുകൊണ്ട് അദ്ദേഹത്തിന് ഹെലികോപ്റ്റർ സൗകര്യം ഉള്ളതുകൊണ്ട് ഇവിടെ എത്താൻ പറ്റി, അല്ലെങ്കിൽ അത് എത്താൻ പറ്റുമായിരുന്നില്ല. ഞങ്ങൾക്കാണെങ്കിൽ ഇന്നലെ മാത്രമേ നേരിട്ട് വരാനുള്ള ഫ്ലൈറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ വരാൻ കഴിയാത്തതിലുള്ള ഒരു വിഷമമുണ്ടായിരുന്നു. കാരണം ഞാൻ താമസിക്കുന്നത് തൊട്ടടുത്താണ്, ഞാനും ഗോപിമാഷും അടുത്തടുത്താണ് താമസിക്കുന്നത്. ഈ ചിന്മയമിഷൻ കോമ്പൗണ്ടിലാണ്, തൊട്ടടുത്ത്. ഈ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിലും തൊട്ടടുത്ത ഒരു പിന്നെ ഒരാളെന്ന നിലയിലും പൊതുരംഗത്ത് ഉള്ള ഒരാളെന്ന നിലയിലും ശാസ്ത്ര കോൺഗ്രസിൻ്റെ എല്ലാ ദിവസവും ഇവിടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചതായിരുന്നു. പക്ഷേ അത് പറ്റാതെ പോയി. അപ്പോഴാണ് പിന്നെ ഞങ്ങളിങ്ങനെ ഏതായാലും ഏതെങ്കിലും ദിവസം ഏതെങ്കിലും സമയത്ത് ഇവിടെ എത്താം എന്ന് പറഞ്ഞ് ഇന്നിവിടെ വരാനും ഈ ഒരു വളരെ കാലികമായ പ്രസക്തിയുള്ള നല്ലൊരു കാര്യം തന്നെയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന ഈ സബ്ജക്റ്റ്. അങ്ങനൊരു വിഷയം എടുക്കാനും ആ വിഷയത്തിൽ എന്നെ കൂടി പങ്കാളിയാക്കാനും ഇതിൻ്റെ സംഘാടകർ തയ്യാറായത് ഞാൻ അവരെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനത്തിനായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിക്കും. Thank you, sir, for your thought-provoking words and gracing this occasion. Now to propose a vote of thanks, may I call upon Dr. Scisol Raghavan, scientist, KSCST, Thiruvananthapuram. Sir, please. എല്ലാവർക്കും നമസ്കാരം. 36ാമത് കേരള ശാസ്ത്ര കോൺഗ്രസ്സിലെ ഒരു ഡെഡിക്കേറ്റീവ് ആയിട്ടുള്ള സെക്ഷനായിട്ടുള്ള സൈസോൾ എന്ന പ്രോഗ്രാം പ്രസൻറ്റേഷൻ കുറച്ച് സമയങ്ങളിലൂടെ ആരംഭിക്കാൻ പോവുകയാണ്. അതിന് മുന്നോടിയായിട്ടുള്ള ഇനാഗറൽ സെറിമണിയാണ് ഇവിടെ നടക്കുന്നത്. ആദ്യമായിട്ട് ഈ പ്രോഗ്രാമിനെ കുറിച്ച് നമ്മൾ ഈ ഒരു സൈസോൾ എന്ന് പറഞ്ഞ പ്രോഗ്രാം പ്രപ്പോസൽ ഇൻവൈറ്റ് ചെയ്ത സമയത്ത് തന്നെ 16ഓളം നല്ല വ്യത്യസ്ത രീതിയിലുള്ള കാസർഗോഡിൻ്റെ പ്രശ്നങ്ങൾ, ശാസ്ത്രീയമായി അഭിമുഖീകരിക്കേണ്ട പ്രശ്നങ്ങൾ 16 തരത്തിലുള്ള വ്യത്യസ്ത രീതിയിലുള്ള പ്രപ്പോസലാണ് കളക്ട് ചെയ്തത്. അതിൽ നിന്നും സൈസോളിൻ്റെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള കമ്മിറ്റി അതിൽ നിന്നും 6 പ്രപ്പോസൽസ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ പ്രസൻറ്റേഷൻ കുറച്ച് സമയം ശേഷം ഇവിടെ നടക്കുന്നതാണ്. ഇനി വോട്ട് ഓഫ് താങ്ക്സ് ആണ്. ഈ സൈസോൾ എന്ന സയൻസ് സെക്ഷനിൽ പ്രസിഡൻറ്റിനെ അഡ്രസ്സ് ചെയ്ത ഡോക്ടർ സുരേഷ് ദാസ് സാർ, ഫോമർ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡൻറ്റ് KSCST സാറിന് എല്ലാവരുടെ പേരിലും കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിൻ്റെ പേരിലും
കേരള സയൻസ് കോൺഗ്രസിൻ്റെ പേരിലുമുള്ള നന്ദിയും കൃതജ്ഞയും രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഈ പ്രോഗ്രാം ഔപചാരികമായി ഇനാഗ്രേഷൻ ചെയ്ത ഉദുമ എം എൽ എ CH കുഞ്ഞമ്പു അവർക്കുള്ള സ്നേഹവും നന്ദിയും ഇതോടൊപ്പം അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിലെ ഗസ്റ്റായിട്ട് എത്തിച്ചേർന്ന എല്ലാവരെയും വെൽക്കം ചെയ്ത എൻ്റെ കൊളീഗായ ഡോക്ടർ ഹരിനാരായണൻ സാറിനെയും ഉള്ള നന്ദിയും രേഖപ്പെടുത്തിക്കൊള്ളുന്നു. കൂടാതെ സദസ്സിലിരിക്കുന്ന എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡൻറ്റ് സുധീർ സാർ, ദത്തൻ സാർ, എല്ലാവർക്കുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ ഈ പ്രോഗ്രാമിൽ ഇവിടെ പ്രസൻറ്റ് ചെയ്യാൻ എത്തിച്ചേർന്ന കുട്ടികൾക്കുള്ള സ്പെഷ്യൽ താങ്ക്സ് പറയുകയാണ്. അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിനെ സ്പോൺസർ ചെയ്തിരിക്കുന്ന യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യക്കുള്ള നന്ദിയും രേഖപ്പെടുത്തിക്കൊള്ളുന്നു. എല്ലാവർക്കും ഇവിടെ എത്തിച്ചേർന്ന ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായി എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദിയും സ്നേഹവും കേരള സയൻസ് കോൺഗ്രസിൻ്റെ പേരിലും കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിൻ്റെ പേരിലും രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നന്ദി, നമസ്കാരം. Thank you, sir. That marks the conclusion of the inaugural function of Scisol. Now we move on to the presentations. May I now call upon Fatima Nida Taj TP to present. Miss Fatima Nida Taj, may kindly come forward and present your. So this is for the attention of the presenters. You get 10 minutes time to present your theme. So be very prompt in presenting your theme. Thank you. സ്ലൈഡ് ചേഞ്ചർ വേണം മാറ്റാനായിട്ട്. Good afternoon. Today, I'm here to present our topic, Lexico, a Dyslexic Learning Hub. So, without a further ado, these are the agenda that we are following today. Introduction, literature survey, identification of gaps, problem statement, proposed system, system architecture, block-wise design, conclusion, future works and references. So, to the introduction. As we all know, disabled students are struggling to learn from variety of things like they are not getting individual attention. So we are introducing our project, Lexico, a Dyslexic Learning Hub. It will also include the learning disabilities like dyslexia, dysgraphia, and dyscalculia too. And there are several papers that we have gone through, and these are the few of them. And in the first paper, they have mentioned that by the gaming approach, it is suitable for them to learn things very easily. And in the second paper, to help them write, we have used a dysgraphic method to help them to write. And in the third paper, they have mentioned how various disabilities can be overcome due to learning methodology. And in the fourth game, as I have already mentioned, a gaming approach. So the identification of gaps I have referenced from a Ralph paper is that it is difficult for students to learn writing, how to write, and we have overcome that issue by using a
a writing instrument or mouse pencil, and it can overcome difficulties like dysgraphia and dyscalculia. And our problem statement is to implement Lexico with using the help of machine learning technologies by empowering these disabled students to learn, write, and read easily, which will help them to overcome their issues. And our proposed system is mainly incorporating audio, visual, and text interactive elements. And also, as I have mentioned, we'll be using a mouse pencil to tackle their writing abilities. And this is the overall system architecture. Users will be having 4 modules, that is learn, write, speech, and games. The learn module, for the basic category, we have included alphabets, numbers, and basic calculations, and it will be represented using both auditory and visual representations. These alphabets and numbers are basically for kids of KG, UKG, pre-KG, such category. And in the case of write module, we have used a mouse pencil in which we'll be inputting a character, and this character will be recognized using a tesseract or OCR, any type of OCR technology. And in the case of speech technology, we are using 2 modules, that is TTS and STT. In TTS, we'll be using a text-to-speech method in which text will be the input, and in the case of STT, audio will be the input, that is using a microphone or something else. And in the case of games, we'll be using a game logic, any sort of games. Like to improve their caliber, we'll be using something, platform like Quizzes and all. And over to the block-wise design. In the first module, that is the learn module, we'll be having 3 categories, as I have already mentioned, and this will be represented using your auditory or visual representation. And in the case of auditory representation, we'll be using an audio file to help them recognize different words and all. And in the case of visual representation, we'll be also showing how to write various letters by showing the movement. For that, we are using the SVG, scalable vector graphics, and the animated text and path and static text all will be shown in that. Over to the right module, here we'll be using a mouse pencil, and we'll be having 2 buttons, that is for submit and clear. Clear button will automatically clear the canvas, and in the case of submit button, when we click over to the submit button, a data URL will be sent to the server, and it will be converted to an image. And this image will be pre-processed, and the character segmentation means while writing letters, for example, I, we'll be having 2 segments. One is the upper dot of the I, and one is the element, and this will be segmented, and this feature will be extracted from the hard-coded list or any soft-coded list that we have given as a reference list, and the feature will be extracted, and this character will be recognized. And if the character is recognized, we'll be getting a success message, and if it is not, we'll be getting to, we can rewrite the letter. This is the third module, that is the read module. Here first we'll be having a TTS module, that is text-to-speech. By using any Python or any other software or any other engines, we can pre-process the text, that is to remove the unwanted noise like disturbances like any grayscale variation and all, and this will be converted to an audio, and we'll be getting an audio output. And in the case of STT, we need to use the microphone, and audio will be pre-processed, that is the unwanted noises behind the audio will be removed. And for the feature extraction, we'll be taking the text that is from TTS. That text will be compared with the speech that we have given, and both the comparison will be done, and if there is any match, it will give a success message, and if it's not, it will be giving us to try again a chance. And over to the conclusion, moreover, Lexico will help us to tackle the challenges where disabled students are struggling from. Individual attentions will be given to them. It means that there is no need to give a special training teacher behind of that. We can, the student or the individual itself can tackle the challenges, and it acts as a serving light too. And as a future work, we have referenced that as first we have given the mention about English letters only for English language. Similarly, we can use it for Malayalam, Hindi, and whatever it is required, and we can make them customized too. And these are the few of the references. Thank you. Thank you, Fatima. It was a very nice presentation. Let me first ask you, how did you and your team get interested in this project? Sir, actually, we have gone through that movie, Tare Zameen Par. In that movie, that child is struggling from, or they are not unable to know why this child is not leading to
their knowledge and all. In that case, American is the lexico, acting as a guiding light. So we thought that in this fast-paced changing world, we would like to introduce something like a smart intelligence and all to help them overcome this. And similarly, in our area, it's difficult for students. I have seen many from my place itself struggling from reading, writing, and all. So I thought it would be better to give something like this. And I have chosen this for our final project too, for implementing such an idea to Bud School, etc. for this. So you are using a program, is it, for Yes, this? sir. That is a program Software. that you actually buy, is it? What is the name of that program? Sorry? What is the name of that program? Which program, sir? You said you are, is it a commercial program that you will buy? This Lexico, you say, what is that? Lexico Learning Hub. Yeah. Is that a hub that you have to make? Yeah. You have to design it? Yeah, we are planning to design it, sir. First phase of the program is halfly done, and we are on to the second phase, sir. And what is your background for that, that you need? Sorry? What is the background knowledge that you need to make such a program? We have gone through many schools, Bud School and all, about this, and we are planning to visit more somewhere in Navajivana. No, your technical background. Technical background. Yes. Mine? Yes. What kind of knowledge is required to do this? Mainly it requires programming skills, sir. Okay. So we are final year students and we have enough knowledge for that too. And if not, we'll be going through literature surveys and record things. Okay. Thank you. Thank you, sir. Thank you, Fatima, for the energetic. No, please be there. Sorry, sir. For the energetic presentation. Okay. And I'm so happy that such socially committed problems are coming up with the campus. Okay, I'm really happy with that. Okay, and I would like to know, if you're getting this chance, okay, how you will be incorporating actually the other groups, means college students or the other socially committed group into such education and to make this as a big program. So we have planned this only for primary kids. If that's so, we'll be dividing it for various categories. Like as we are divided into school 1, 2, 3. Similarly, we'll be giving categories for each sections too. No, I didn't mean that one. I am asking the implementation part of this one, isn't it? How we can involve other college students and other, for example, the existing NSS group or so such groups, whether we can incorporate them into this teaching skills or capacity building program. So now we have given the front end as normally teaching by using programming skills. If so, we can use like the students itself can teach themselves, like NSS volunteers and all can be a part by teaching how to calculate. For example, dyscalculic students are unable to do mathematical programs or some issues like that, so that these students can be a part to teach them in their own way so that they have an interaction with them. No, that is what I'm asking. That capacity, such capacity building programs, would you think that we will be able to impart it to such groups, semi-technical groups? So your background, you told you are computer engineering or? Yeah, okay. Information technology. Information technology. So such, will you be able to take such students into on board to again actually to multiply, means so that we can equip this one to more students, no? Yes, sir. Those who are interested in this, we can add more elements to this. For example, such students won't be able to log in. Like at first they can register with the help of somebody, but it is impossible for them to log in. For that, we can use something like a HAR Cascade and example for OpenCV. For that, we can take the help we from can those. Make it open also, no? Yeah. Isn't it? That is but not an issue. that won't show the progress, sir. We need to know their progress, how they are overcoming the challenges day by day. For that, we are using such login items. Okay, all the best. Thank you, sir. The question is actually, in fact, told that you actually did this project in maybe, I don't know, your master's thesis or something like that, no? Have you tested this program in a small community, at least 5 or 6 students in a community or the center affected areas? And what were their feedback, no? That is also very important, no? Whether the students are taking your software maybe in a positive way, or whether they are actually showing any reluctance to your software, whether they can learn actually the software.
So all those things are very important when we are actually carrying out it is in a large scale now. So what is your answer to this maybe query or a question? So we are planning it to complete by the end of March, so that we have 1 month time before our final project presentation, so that we can meet them and do the testing also. If there is any relevant changes required, we'll be working on it. Okay, all the best. Thank you, sir. So, one question from my side. So, what is your practical experience with the suffering endosulfan victims of the Kasargode disease? You could have related that with this. So, I don't think that these victims are having a very good background in this this kind of work, especially that of this. What you are saying that it's a web application. So, what is the acceptance? Sir, I was a Nallapadam member. When I was in my 10th standard, it was when I went there, I had a visit there, and we gave a greeting card for each of them, but it was difficult for them to read that. Yes. From that experience, I thought this would be a helpful one. Another thing is that the different students will be having different background. Yes, sir. So that also will be affecting. So individual attention will be required Yes. to promote this. Yeah. So if it is done, it will be well and good. So we are providing personalized and customized methods, sir, Okay. for that. So best wishes. Thank you, sir. Okay, thank you, Ms. Fatima Nidathas, for your presentation. Now may I call upon Nived Manoj, Sri Nived Manoj, to come up with your presentation. Nived Manoj and your team, you can come forward and present the theme. Good afternoon all. Today we are here to present the idea about the laterite stone cutter driven by electric motor. Myself Alan Rospol. I am a final year BTech student in Electrical and Electronics Engineering Department from LBS College of Engineering, Kasargode. My team members are Nived Manoj, Radun Air and Siddharth P.M. And also our faculty mentors are Dr. Rajeshri Raghavan and Professor Jaykumar M. Actually, a quarry owner from Kannur district has contacted us for electrifying the existing laterite cutter machine. The existing laterite cutter causes several environmental pollution, noise pollution, and the working cost is very high. And also it is less efficient, and it requires a high amount of manpower. The demand of laterite stones in household and industrial purposes are very high in all over India. The most of the laterite mines in Kasargode are using cutters with a circular saw mounted on diesel-powered tillers, which is actually an aftermarket attachment of the tillers. There is a constant hard work behind every worker working in this industry. The continuous use of the machine increases the emission of greenhouse gases and causes pollution and may lead to many health problems to the workers. The proposed cutter helps to increase the efficiency of the machine and can decrease environmental pollution in various ways. Actually, we visit different quarries in Kasargode district. As you can, these are some pictures we took from our field visits. As you can see, this is an a diesel machine which is a heavier machine. It requires 2 workers to operate this machine for its smooth operation.
And also it has so many environmental pollutions also. These are the existing machine specifications we took from our visits. The existing machine has almost about 300 kilogram, and the power ratings of the machine are 15 HP, 21 HP, 27 HP, etc. And the speed of the cutter wheel are 500 RPM. And when we see the specification of the cutter wheel, the cutter wheel weighs 15.5 kilogram, and the diameter of the cutter wheel is 68 centimeter, and it has 18 to 20 number of teeth. From the details collected from the different quarry visits, we decided to make an electrified version of the existing machine. But the cost of the making the machine as such may cost a high amount. So we decided to make a fully functional scaled down model of the machine using BLDC motor. The proposed laterite stone cutter aims to address the challenge of efficiently cutting laterite stone in a zero emission environment. The existing diesel-powered laterite cutters will be replaced by highly efficient zero-emission electric cutters having a higher power-to-weight ratio. The proposed laterite cutter significantly reduces human effort, thereby leading to higher productivity. The cutting gets more precise also. The key problems we seek to solve are the pollution-free quarry machinery and the reduced operating expenses, and also the increased productivity and product quality also. We are using a powerful DC motor to drive the cutting wheel, and also a speed controller is incorporated in order to control the speed of the BLDC motor to decide speed and torque. We can also use onboard batteries also for remote locations, and also we can use extendable DC lines. With feature potential, we can use solar panels also. By the use of solar panels, we can reduce the environmental impact and carbon footprints. Now we are planned to make a scale down model. If it is a scale down model, it is a fully functional scale down model, and we are planned to make it the scale down model with the aluminum ion chassis. By the use of aluminum ion chassis, it can significantly reduce the machine's weight, and also it can enhance maneuverability, transport, and making it suitable for a variety of locations. We are planned to design a three-wheeled machine. One at the back and two at the front each side. By the use of the three-wheeled machine, it can ensure ease of maneuvering and transport and enhancing overall usability also. This is the functional block diagram of our proposed model. As you can see, an 230 volt AC is converted into 48 volt DC through an rectifier, and the 48 volt DC is given to the BLDC motor through the speed controller, and the BLDC motor is connected to the cutter wheel through the mechanical clutch with torque limiter and the toothed rubber belt. This is a picture of the mechanical clutch with the torque limiter. The mechanical clutch with the torque limiter plays an important role in our proposed model. The mechanical clutch with the torque limiter acts as a safety feature for the BLDC motor. If the cutter wheel stuck in between the laterite stones, the machine will produce an high torque, and this high torque will damage our BLDC motor. So as a remedy, the mechanical clutch with the torque limiter will save our BLDC motor. The working of the mechanical clutch with the torque limiter is we can set the mechanical clutch with the torque limiter at a specific torque, and this specific when the machine produces the torque above the specific torque, the mechanical clutch with the torque limiter will disconnect the BLDC motor with the shaft. So it will help to avoid the problems that happen to the BLDC motor. And this is the picture of the motor controller we are planning to buy. And the motor controller also have so many safety features for the machine. This is the BLDC motor we were planning to buy, and the specification of the BLDC motor is it has 1 kilowatt 48 volt BLDC motor, and we use toothed rubber belt because of the high durability and reliability of the toothed rubber belt. And this is the operation format of the electric laterite cutter. As I mentioned earlier, and 230 volt AC is converted into 48 volt DC through the rectifier, and the 48 volt DC is fed into the machine, and it can be worked. The table gives this is the comparison between the existing machine and the proposed model. The existing machine has high noise pollution, high greenhouse gas emission, high carbon emission, and also the working cost is very high. We can
But in the proposed model, it has the reduced noise pollution and it can reduce greenhouse gas emission, reduced carbon emission, and the working cost is reduced significantly. This table gives an idea about the cost effectiveness of the proposed model. The significant decrease in working cost is visible from the above table. This is the estimation of our project we were planning. If we are going to make the cutter with the exact specification of the existing ones, we require almost about 3 lakh rupees. So we were planning to design a scaled down model. If it is a scaled down model, we are planning to, it is a fully functional scaled down model at the cost of almost 61,000 rupees. The proposed machine has several environmental and social impacts also. The environmental impacts are the energy savings, reduced carbon emission, reduced greenhouse gas emission, noise reduction, and resource conservation also. The social impact, on the social impact side, it has reduced human effort, cost effective, high profit, health and well-being also. The proposed electric laterite stone cutter presents a viable solution to address the challenges in laterite stone cutting. The scaled down and fully functional model with a lightweight chassis enhances maneuverability, making it adaptable for various locations. This concept is based on an actual request from a laterite quarry owner, as I mentioned earlier, who approached us for an energy-efficient alternative to the existing diesel-based ones. Electrifying the existing diesel-based cutter will result in high cost, almost around 3 lakh rupees, and hence our initial goal is to make a scaled down and fully functional model. Based on the success of this scaled down and fully functional model, we will be proceeding for a higher power rated motor, which is comparable to the diesel powered ones. This is the end of our presentation. On behalf of my team members, I thank the organizing committee of this event for giving us an opportunity to present our idea at this great venue. And also I thank all the audiences who were present here. Thank you. Thank you, Ms. Manoj, for a very smart presentation. But are you saying that such an electric cutter is not commercially available today? No. It is currently not available in India, but we have somewhat similar type of machine in other states. Other Countries. Other countries have that. Internationally, it is available. Internationally, not so efficient. Actually, what they are doing is that they are altering the normal agricultural purpose tillers into a laterite cutter machine. There is not a selected or correctly represented machine available in the market. Yeah. So where is your innovation in this? Okay, there must be an electric cutter, as you said, internationally. They have used different. What is your major innovation here? We are actually designing an electric machine itself. It's like an engine itself. Apart from an IC engine, it's a fully functional electrical engine which provides no carbon emission and clean environment, etc. We can feed this machine, if we could generate a machine like this, we can feed it to different type of applications, several applications, which it requires mechanical energy for that. So one of the things that you said, the advantage here is that there will be not so much of dust. Yes. Why is that? Because it's still a cutter, no? So it should produce the same amount of dust. It's not the part of cutter, it is the carbon emission from the... That is okay, but you mentioned the dust part. The dust amount will be the same in either case, right? Yeah, it's, dust is always constant. No, you highlighted that as one of the... Yeah. Carbon emissions. No. Can it be designed, something that traps the dust also? While running your motor? We can improve that. We will check on it. Thank you. And team. So innovative part, of course, we have asked. No, have you already seen the cutting machine with diesel engine, isn't it? With power tiller. Yes. Means connection is already there, isn't it? You told you have already seen in the quarries. Isn't it? You have visited. So what is the present state? Because when we are doing with the electric system, do you think, are you confident that it will cut it? Yes, of course. So you have done, what is your milestone? Whether you have done already the system? No, we had done already different researches about it. Okay. Reference a lot of papers. No, I am asking in the field, whether have you cut the laterite
stone by using a sofa, such a device machine? No, means you are, no, that is the, means the power requirement, will the power generated by the system will be enough to cut the laterite stone? That is my first question. Okay, because in diesel we are getting that much power, okay, with the power tiller, and that is why we are managing like that, okay, because it's already there in Malappuram and Kasargode district, everywhere we are using the tiller attached unit for cutting the laterite stone. So that was my first question, because you are thinking that based on the literature, it will be cutting this by using this one. So in one point, then you mentioned about the solar power for that one. And solar power, again a model which can get how many kilowatt it was you were mentioning for cutting this one? 1 kilowatt power will 1 be kilo. generated from the motor. 1 kilowatt means how many square feet we need the panel? That's a feasible study. Okay, no, just no, because you are engineers, no, that is why I asked. Okay. So in that unit we need to accommodate that one also, and that also initial cutting we need power, more power. Okay, so that's all. Anyway, you are your innovation when you are thinking in that line, it's okay. And one point I agree with you, emission, greenhouse emission, we will be able to reduce it, but we need to think practically whether we'll be able to use that power or not for cutting. Okay. We say in thinking about laterite cutting only. Okay. We just found a solution for the proposed problem from the owner, quarry owner. We are also thinking about generating a machine which can be fed into different. The operation is fine. No, power, means for specific this for stone cutting, we need that much power. That is what whether you have tried or not, that is why I asked. Okay. We are so confident, sir, we can do that. Okay, all the best. All the best. Hello, Nived Manoj. Nived Manoj is not really present here. Oh. He is not so well today. Okay, what is your background? Civil engineering? Electrical and electrical. Electrical, okay. So have you visited any of in Kasargode or Kannur like that? Yes, Kasargode itself. We had visited a quarry at Poinachi. Lots of quarries have been visited throughout this. Do you think that all these laterites are homogeneous in this kind of cutting? Whether everywhere the cutter will move like that? We are actually designing a speed control also with this, which we can control the speed of cutting, control the RPM and etc. As we are thinking that we can control the actual size and shape of the cutter with the help of rotation. As increasing the speed, we can make a sure precision and accurate cutting on the stone. I don't think that in the present scenario of this mining that is going on in Kasargode, Kannur district, Malappuram and all, so it is indiscriminately cut by unauthorized miners like that. I doubt one of the operator or one of the mine people who has contacted you even does not have a permit for cutting like that. So you may be remembering the words of Gandhiji. Whatever that is needed, you take. Don't for your greed. I doubt that this will promote more amount of natural resources to be cut like that. In one area you were saying that this method will give you, it will be leading to resource conservation like that. So how you propose that resource conservation here? Resource conservation, we think about the fuel efficiency, fuel availability Or of the fuel. in that line you are saying like that. So suppose you are going to get a patent for this machine. So my suggestion is that there should be a word like that. It should be environmental friendly. Yes. So if you go deeper and deeper, it will cut the water table and all. And if there is a torrential rain that may be coming like that, a lot of caving that is happening, soil puffing, etc. that is happening in laterite terrain. So I doubt that this will promote for some kind of natural disaster. So anyway, your idea is innovative. So if it works as an environment-friendly method, it's well and good. That's all. Okay. Best wishes for your attempt now. Only thing is that you are saying that you will be
having some energy saving, no? From diesel to maybe electric or something you are actually depending on, then again the problem will be there. You will be not having that much savings of electricity. Only if you are actually depending on solar photovoltaics or some other green energy method like wind energy or something like that, then only you can claim that there will be some energy saving. But other things are maybe okay because on side environmental friendly and the less people should be engaged in coring, and that may be okay. And again the dust, no dust problem will be again, it will be there. That also you have to control along with that your project, no. So all these have to be taken into account while you are finally designing a mission for this quarry cutting and all those things, no. So all the best. Okay. Thanks. So that was Sri Nived Manoj and team presenting the theme. Now may I call upon Sri Nitin TA and his team to come forward and present. So, good afternoon everyone. My name is Karthik KJ and this is Nidhin TA. And we are passed out students from the LBS College of Engineering, Kasargode, Electrical Electronics Department. So, we are here to present a topic on electric tiller, a cost-efficient alternative to the conventional tillers. So, introduction. Electric tillers for a greener future in Kasargode. In the heart of Kasargode's vibrant paddy fields, a revolution is underway. The conventional IC engine tillers have long dominated the landscape, but today we present a paradigm. A solution to address the environmental, economic and practical challenges faced by our farmers. So what are the current challenges in paddy fields? These are the challenges. First one, pollution. Currently the conventional IC engines incorporate with the disadvantages are the pollution, air pollution and the noise pollution, and the high running costs due to the current situation, the high prices of the fuel, and the maintenance issues due to the complex moving parts in the IC engines and the bulky equipments. So why should we shift to the electric tillers? Due to this pollution, the environment is impacted by these IC engine tillers. Then the economic burden on the farmers due to the high running costs and the inconvenience of bulky and high maintenance machinery. Solution overview. Electrifying agriculture. We know that especially in Kasargode district like Kasargode, there are so many paddy fields where IC engine tillers and tractors were into use. But these IC engines have so many disadvantages. We have already seen that pollutions, maintenance issues, the hike in price of the diesel and petrol fuels. This will affect the farmers in economic side. So the use of electricity for running the tillers will economic advantage to the farmers in Kasargode. Utilizing electricity for operation of the electric tiller. The electricity is cheaper than conventional fuels like petrol and diesel. And it will, the electric tiller will reduce the running cost, pollution and maintenance issues. And it is also a compact design and easiness of controlling the total machine because of the motor and batteries. The combination of motor and battery weight is lesser than a same rated IC engine.
So it will be a advantage to the farmer. This is our proposed electric tiller details. We have studied about the normal small powered garden tillers available in the market. It's about 2 HP to 5 HP power rating, small garden tillers, not high power tillers. And its torque range from 10 Newton meter to 12 Newton meter. And from the study, we have proposed a electric tiller with the following components. And there is a motor, it's a geared BLDC motor of 750 watt and 10 Newton meter torque. The motor torque is 10 Newton meter, and we have designed a chain drive system to transmit the power from motor to tires. This will increase the torque some. Motor gear ratio is about the fixed gear have a reduction of speed from 3000 rpm to 350 rpm, and it's a 6:1 ratio. Then the drive used, that is the motor control drive is used is same power of 750 watt and 48 volt. And we use battery of lithium 48 volt 20H. The 20H means just for working 1 hour operation with full load. The tires are no-beer rubber type tires. These tires will ensure the smooth movement of tiller in all type of terrains. The speed control and related accessories. There is also a torque adjusting switch for the tiller. It will ensure the economic use of battery life and increases the battery backup. It's just a functional block diagram of our electric tiller. There is a 48 volt lithium battery. When we control the tiller from the control gears, the signals from control gears will be transmitted to the controller, and also the controller senses the control signals and the feedback from the motor, and then it generates the proper signal for the power modulator. The power modulator will convert the for battery voltage, battery power to needed power of motor, and this will the motor will transmit the power from motor to wheels through the chain drive system. So this is the basic block diagram of the battery management system used in the electric tiller. As you can see, there are 3 test sensors we are using for temperature, voltage and current, and these values will be measured and monitored by the Arduino and displayed on the LCD display. And there are 3 alarms we are also incorporated into this system for overcurrent, over voltage and over battery temperature. The key features of the electric tillers are powerful electric motor, and also it's have a claw with adjustable tilling depth, and battery operated, because by battery operation the electricity is cheaper than conventional fuels, and quiet operation and lightweight, and easy to maintenance because of low numbers of moving parts. Normal tillers do not work in reverse mode. Here is reverse mode is possible through some electronic board switches. This is our cost estimation to build a electric tiller with a specified power rating above. Geared BLDC motor. The price range are shown in table. We have already made a scaled down version of electric tiller as a part of our BTech project, and it's successful, not completely, but it's working properly. Need more developments in the tiller works. Conclusion: the electric tiller can be effectively utilized to reduce the fuel cost of a farmer, zero emission agricultural equipment, and reduction of rural atmospheric pollution. Electric tillers contribute to reducing carbon footprint in agricultural production.
And also there is less moving parts in electric tiller compared to conventional tillers, so the maintenance cost and maintenance actions will be reduced. Streamlined design with fewer lubrication points and no need for oil changes. Thank you. Thank you, Karthik and team, for a good presentation. So the main problem that you're going to have is with the battery, for this tiller. What will be the life of such a battery for this kind of work that you are doing? ബാറ്ററീസ് ഇപ്പം നമ്മൾ കറൻ്റ്ലി ചെയ്തേക്കുന്ന സ്കെയിൽ ഡൗൺ വേർഷനിൽ ലെഡ് ആസിഡ് ബാറ്ററിയാണ് യൂസ് ചെയ്തേക്കുന്നത്. അത് കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിഥിയം ബാറ്ററിക്ക് പ്രൈസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലെഡ് ആസിഡ് ബാറ്ററിയാണ് യൂസ് ചെയ്തേക്കുന്നത്. അതുമല്ല നോർമൽ ഫാർമേഴ്സിന് ഈസി ആയിട്ട് ഇപ്പം എനിക്ക് ഇൻ കേസ് അതിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട് റീപ്ലേസ് ചെയ്യാൻ എളുപ്പം ലെഡ് ആസിഡ് ബാറ്ററിയാണ്. ലിഥിയം ബാറ്ററീൻ്റെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, മീൻസ് സെയിം ടൈപ്പ് ഓഫ് ബാറ്ററി, അതുപോലെ അതേ മാനേജ്മെൻറ്റ് സിസ്റ്റം കാര്യങ്ങളെല്ലാം മാറ്റണമെങ്കിൽ ഇച്ചിരി റിസ്ക് ഉള്ളതുകൊണ്ട് ലെഡ് ആസിഡ് ബാറ്ററിയാണ് ഇപ്പോൾ യൂസ് ചെയ്തേക്കുന്നത്. അപ്പം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബാറ്ററി ടൈപ്സ് യൂസ് ചെയ്യുമ്പോൾ സൈസും കുറയും, അതുമല്ല ബാക്കപ്പും കൂടും. എൻ്റെ ലൈഫ്. My question is for such mechanical work, what will be the life of your battery? It's just quite a lot of, the load on the battery is very high, isn't it? Yes. നമ്മളതിലൊരു ടോർക്ക് അഡ്ജസ്റ്റിംഗ് ഫീച്ചർ വെച്ചിട്ടുണ്ട്. അതായത് എല്ലാ ടെറൈനും നമുക്ക് ഒരേ ഹൈ ടോർക്കിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പം വെറ്റായിട്ടുള്ള ടെറൈൻസിൽ യൂസ് ചെയ്യുന്നുണ്ടാവും, ഡ്രൈ ആയിട്ടുള്ള ടെറൈൻസിൽ യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പം അവിടെ ഡ്രൈ ആയിട്ടുള്ള ടെറൈൻസിൽ യൂസ് ചെയ്യുമ്പോൾ മാത്രമേ ഹൈ ടോർക്കിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. ആ ഹൈ ടോർക്ക് വരുമ്പോഴേ ബാറ്ററിയിൽ നിന്ന് കൂടുതൽ പവർ ഡ്രെയിൻ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ ഈ 20 AH ബാറ്ററി ഡിസൈൻ ചെയ്തേക്കുന്നത് 1 hourത്തെ ഓപ്പറേഷന് വേണ്ടിയിട്ടാണ്. അപ്പം അത് ഫുൾ ലോഡിൽ വർക്ക് ചെയ്താൽ മാത്രമേ അത്രയും കറണ്ട് ഡ്രെയിൻ ചെയ്യുള്ളൂ. അതായത് 15 amps ആണ് മാക്സിമം റേറ്റഡ് കറണ്ട് വരുന്നത്. അപ്പം അത്രയും കറണ്ട് എപ്പോഴും ഡ്രെയിൻ ആവില്ല നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച്. പിന്നെ ഈ ടോർക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഇത് വെച്ച് ചെയ്യുമ്പോൾ ലിമിറ്റ് ഉണ്ടാവും, കറണ്ട് ഡ്രെയിൻ ചെയ്യുന്നതിന് ലിമിറ്റ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ So normally a tiller work for continuously for how many hours? Needs to work for not a battery, a regular നോർമലി ടില്ലേഴ്സ് ചിലപ്പോൾ രാവിലെ വൈകിട്ട് വരെ വർക്ക് ചെയ്യുന്നുണ്ടാവും. So that is going to be an issue, right? അത് ഇപ്പം നമ്മൾ ഉണ്ടാക്കിയ വെർഷനിൽ അത് പോസിബിൾ അല്ല. വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാറ്ററി റേറ്റ്. So you said your prototype has some issues. Yes. What are those issues? Did you mention those issues? Yes. ഈ അഗ്രികൾച്ചറിൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന IC എൻജിൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കുറേ Your prototype, you said, has some problems. That means we have not scientifically it's not studied. After completing the project, we want to take some data of the torque and current output, and also some measures are to be taken. അതൊന്നും ചെയ്തിട്ടില്ല. അപ്പം അതിൻ്റെ ഒരു സ്റ്റഡി എല്ലാം നടത്താനുള്ള ടൈം കിട്ടിയില്ല. നമ്മൾ പ്രൊജക്റ്റിൽ ഇത് കഴിഞ്ഞപ്പോഴത്തേനും ഏകദേശം ടൈം കഴിഞ്ഞു, കംപ്ലീറ്റ് ആക്കി. Okay, congratulations, Karthik and team. You have come up with a solution. Actually, you have made a prototype model. Appreciate. Okay. So, sir was asking one question, because my normal working hour for a tiller in the farm is usually 6 hours or 5 hours. Okay, minimum is required. So, how we can solve that issue by using this? Because this 1 hour the entire battery is drained. And recharging mechanism has to be there in the field, or we should have alternate. Okay, now please, how you are going to address the solution? ഇപ്പം നമ്മൾ അത് 28 H നമ്മുടെ കാൽക്കുലേഷൻ ഉണ്ടായിരുന്നതാണ്. 1 hour ഓപ്പറേഷന് 20 H വെച്ചേക്കുന്നത്. അതിൽ നമ്മളിപ്പോൾ ഉണ്ടാക്കിയതിൽ 28 Hൻ്റെ ലെഡ് ആസിഡ് ബാറ്ററിയാണ് വെച്ചേക്കുന്നത്. നമ്മളത് പല ടെറൈസിനും ടെസ്റ്റും ചെയ്തു. അപ്പം മാക്സിമം അതിന് 3 hour ഫുൾ ലോഡിൽ ഓപ്പറേറ്റ് ചെയ്യാനുള്ള പവർ ഇപ്പോൾ ഉണ്ട്. അതായത് അറ്റ് എ സിംഗിൾ ചാർജ്, അതായത് ഇപ്പോൾ ഒരു 7 hours ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 3 hours വർക്ക് ചെയ്യാന്നുള്ള ഇതിലാണ് ഉള്ളത്. അതിപ്പം ഒന്ന് ലെഡ് ആസിഡ് ബാറ്ററി ആയതുകൊണ്ടാണ് ഈ 7 hours ചാർജിങ് ടൈം എടുക്കുന്നത്. അപ്പം അഡ്വാൻസ്ഡ് ബാറ്ററി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ചാർജിങ് ടെക്നോളജി അഡ്വാൻസ്ഡ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫാസ്റ്റായിട്ട് ചാർജ് ചെയ്യാനും, അതായത് ഉച്ചയ്ക്ക് വിശ്രമിക്കുന്ന സമയത്ത് ചാർജ് ചെയ്യാൻ ഇട്ട് കഴിഞ്ഞാൽ ഉച്ച കഴിഞ്ഞത്തേക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു ഇതിലേക്ക് വർക്ക് ചെയ്യിപ്പിച്ചെടുക്കാൻ പറ്റും. അപ്പം നമ്മൾ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്തപ്പോൾ കുറച്ച് means by changing the battery we can do that one. Then in one point you were mentioning that less weight is another advantage for you. So sometimes the less weight will be a problem in the field also. Yes. So how you are going to address that issue? Less weight means less weight പ്രോബ്ലം ആകുന്നത് എന്താ, കൂടുതൽ പവർ നമ്മൾ ഫാർമർ കൊടുക്കേണ്ടി വരും. ഒന്നെങ്കിൽ ഇത്
കൂടുതൽ ഡെപ്തിലേക്ക് ചെയ്യണമെങ്കിൽ വെയിറ്റ് ഉള്ളത് അഡ്വാൻറ്റേജ് തന്നെയാണ്. അപ്പം നമ്മളിനി നെക്സ്റ്റ് അഡ്വാൻസ് ആയിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഇതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ബേക്കിലേക്ക് ഒരു എക്സ്റ്റൻഷൻ വെച്ചിട്ട് അവിടെ ഫാർമർക്ക് നിൽക്കാനുള്ളൊരിത് കൊടുക്കുകയാണെങ്കിൽ ആളുടെ വെയിറ്റ് കാരണം ഒരു ഫോഴ്സ് ടില്ലിങ്ങിന് വേണ്ടി, അതായത് കൾട്ടിവേഷന് കുറച്ചും കൂടി. That is what the point I want to convey you, because less weight you were mentioning it as an advantage. Sometimes or most of the time in the field that won't be an advantage. So ലെസ് വെയിറ്റ് അഡ്വാൻറ്റേജ് ആകുന്നത് ആൾക്ക് കൺട്രോൾ ചെയ്യാൻ. അതായത് എപ്പോഴും പാഡി ഫീൽഡിലല്ല, ഇത് അതൊന്ന് റൂമിലേക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകണമെങ്കിലും ഒക്കെ ഈ വലിയ വെയിറ്റ് ഉള്ള സാധനം കൊണ്ടുപോകാൻ ഇച്ചിരി പാടാണ്. പിന്നെ അത് റിവേഴ്സ് ഗിയർ സെറ്റപ്പ് ഒന്നും ഉണ്ടാവില്ല എല്ലാ ടില്ലറിലും. അപ്പം ഇതിൽ my observation is actually such systems will be comfortable for the low weight or low power required. This one, otherwise if completely battery and drain means it will be difficult again. Okay, so I think lighter work, I think we would be able to do it. Have you done the trial in the field? Yes, ഫീൽഡിൽ റൺ ചെയ്ത്. ഇപ്പം നമ്മൾ ലെഡ് ആസിഡ് ബാറ്ററി യൂസ് ചെയ്തുകൊണ്ട് ലെഡ് ആസിഡ് ബാറ്ററിക്ക് വെയിറ്റ് ഉണ്ട്. അപ്പം നമുക്ക് ആ ഒരു പ്രശ്നം തോന്നിയിട്ടില്ല. അപ്പം നമ്മളത് പറയുകയും ചെയ്തു, ലിഥിയൻ ബാറ്ററി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വെയിറ്റ് കുറവായിരിക്കും. പിന്നെ അതുമല്ല, ലിഥിയൻ ബാറ്ററി വെയിറ്റ് ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സ്റ്റൻഷൻ കിട്ടുകയും ചെയ്യും. മീൻസ് ബാറ്ററി ബാക്കപ്പ് കൂടുതലാകും. Okay, all the best. Thank you. Hello. So my question, so you have not completely developed this system. Have you developed 100%? ഇപ്പം ചെയ്തേക്കുന്ന സ്കെയിൽഡ് വേർഷൻ 100% ആണ്. അതിപ്പം വേണേൽ ഫീൽഡിലിടയ്ക്ക് നമുക്ക് വർക്ക് ചെയ്യിക്കാൻ പറ്റും. പക്ഷേ നമുക്ക് അതിൻ്റെ ഗ്യാരണ്ടി ഉറപ്പ് പറയാൻ പറ്റില്ല. വെച്ച് കഴിഞ്ഞാൽ മെക്കാനിക്കൽ ചേസസിൻ്റെ കൺസ്ട്രക്ഷനിൽ നമ്മൾ കുറച്ച് കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെതായ ഒരു ബലക്കുറവ് മാത്രമേ ഉണ്ടാവുള്ളൂ അതിന്. So you were telling only on the part of that cost and practical use and all like that. Yes. What about the sustainability? So we are living in this environment. So you were telling and speaking about the lithium battery and all. Lead and all. Lead acid. So if that is not going to become efficient, what will be? It will also be added to the waste, solid waste and all. So how that is going to affect the humans? ഇപ്പം നോർമലി ഒരു ലെഡ് ആസിഡ് ബാറ്ററിക്ക് വാറണ്ടി പറയുന്നത്, അതായത് ലൈഫ് പറയുന്നത് മാക്സിമം 3 years ആണ്. അപ്പോൾ ഈ 3 yearsന് ഇടയ്ക്ക് ഒന്ന് ബാറ്ററി ചിലപ്പോൾ മാറേണ്ടി വരും. അപ്പം അതിൽ ഇനി അഡ്വാൻസ്ഡ് ബാറ്ററിയിലുള്ള ടെക്നോളജികൾ വരുമ്പോൾ ചിലപ്പം അതിൻ്റെ വേസ്റ്റ് മാനേജ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഇമ്പ്രൂവഡ് ആണ്. പക്ഷേ എന്നാലും ഇപ്പം നമുക്ക് നോർമലി ഇപ്പം ഉള്ള കൺവെൻഷണൽ ടില്ലേഴ്സിന് വരുന്ന പൊല്യൂഷൻ്റെ അത്രയും, അതായത് 3 yearsന് ഒരു പ്രാവശ്യം നമ്മൾ ഈ ബാറ്ററി ആയിട്ട് ചേഞ്ച് ചെയ്യുന്നുള്ളൂ. അപ്പം ബാറ്ററീൻ്റെ ഒരു കോസ്റ്റും ഉണ്ടാകും. പക്ഷേ ആ കോസ്റ്റും ആ പൊല്യൂഷനും നോക്കുകയാണെങ്കിൽ തന്നെ ഇപ്പം ഡെയിലി പൊല്യൂട്ടഡ് ആയിക്കൊണ്ടിരിക്കുന്നതിനേക്കാളും ഒരു കുറവായിരിക്കും. പിന്നെ കോസ്റ്റും അതുപോലെ തന്നെ അത്രയും 3 years ഫ്യൂവൽ കോസ്റ്റിൽ റൺ ചെയ്യുന്നതിലും, അതായത് നോർമലി 1 hour വർക്ക് ചെയ്യാൻ ഡീസൽ നോർമൽ കൺവെൻഷണൽ എഞ്ചിന് 100 rupees ആണെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 10 rupeesൻ്റെ അടുത്തുള്ള ഒരു ചാർജിൽ ഇലക്ട്രിസിറ്റി വെച്ചിട്ട് നമുക്കിത് റൺ ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ അത്രയും പൈസ ഫാർമർക്ക് ലാഭമാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവങ്ങൾ ഇവിടെ മീൻസ് ഇലക്ട്രിക്കലായിട്ട് ഇതുവരെ കാസർഗോഡ് ഡിസ്ട്രിക്റ്റ് എവിടെയും കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ സൈഡിലേക്ക് മൂവ് ചെയ്താണ്. Another aspect is that you have to find out the economy also. Yes. So how many people are turning into this paddy cultivation and all, and how many are going to use this electric tillers and all? So that will definitely, it will not succeed. നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തത് ട്രാക്ടറായിരുന്നു. അപ്പം ട്രാക്ടർ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഹെവി ആയതുകൊണ്ടാണ് നമ്മൾ പിന്നെ അഗ്രികൾച്ചറൽ ഫീൽഡിൽ തന്നെ നോക്കി ടില്ലർ ചൂസ് ചെയ്തത്. അപ്പം നമുക്ക് ഒരു 4 പേരുടെ ടീമിന് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതിലേക്ക് പോയതാണ്. ട്രാക്ടർ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ കോസ്റ്റും കൂടുതലാണ്. അതുകൊണ്ട് അപ്പം ട്രാക്ടറൊക്കെ എല്ലായിടത്തും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്, അതും ഇതുപോലൊക്കെ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. So you have to address the problems in Kasargode district also. Along with that. That could also be added to this. Okay. All the best anyway. Thank you. Try the best innovations. എല്ലാവിധ ആശംസകളും. നല്ലൊരു ഉദ്യമമാണ് മനസ്സിൽ വന്നിരിക്കുന്നത്. പക്ഷേ ആകെയുള്ളത് ഈ പറഞ്ഞ പോലെ ബാറ്ററിയുടെ ഒരു ഇഷ്യൂ ആണ് എല്ലാവരും പറയുന്നത്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ നമുക്ക് നോൺ കൺവെൻഷണൽ എനർജി ലൈക്ക് മേ സോളാർ ട്രൈ ചെയ്യാം. അത് വേണമെങ്കിൽ ഒന്ന് അറ്റംപ്റ്റ് ചെയ്യാവുന്നതാണ് ഫ്യൂച്ചറിൽ ഇതിൻ്റെ ഫർദർ ഡെവലപ്മെൻറ്റ് വല്ലതും വരുവാണെങ്കിൽ. സോ അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഒരു ഏതെങ്കിലും ടെക്നിക്ക് നമുക്ക് യൂസ് ചെയ്യാം.
അല്ലെങ്കിൽ എനിക്കറിയില്ല വിൻഡ് എനർജി കാസർഗോഡ് പോസിബിൾ ആണോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ ഇത് ഏതെങ്കിലും ഇതുപോലത്തെ ഒരു സോഴ്സ്, ഇപ്പോൾ ഹൈഡ്രജന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്, ഇപ്പോൾ ഹൈഡ്രജൻ എനർജി ചിലപ്പോൾ ഒന്നുകൂടായികയില്ല. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ഇതിനൊരു ആപ്ലിക്കേഷൻ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഫീൽഡിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പോൾ അതിലോട്ട് നിങ്ങളുടെ ഗവേഷണം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. So thank you, Mr. Nitin T and team. Now may I call upon... നമുക്ക് കാണാം ഇത് ആക്ച്വലി വർക്കിംഗ് ജസ്റ്റ് ഫോട്ടോ എടുക്കാനേ പറ്റുള്ളൂ. സ്ക്രീൻ കാസ്റ്റ് എടുക്കണമെന്ന് വിചാരിച്ചാൽ അത് ഞങ്ങളുടെ ഔട്ട്പുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് മീൻസ് ഇൻ ദ ഫോം ഓഫ് ഫ്രീക്വൻസി ആണ്. ഇപ്പം ആനയാണെങ്കിൽ എലിഫൻ്റ് ആണെങ്കിൽ നമ്മൾ 1250 ഹേർട്സ് ആണ് ആനയ്ക്ക് ഡിസ്റ്റർബൻസ് ആയിട്ടുള്ളൊരു ഫ്രീക്വൻസി. അത് നമ്മൾ ആനേനെ ഡിറ്റക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇതാക്കുന്നു. പിന്നെ സെയിം വൈസ് ഇപ്പം ഡിയർ ഇപ്പം എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഡിയറിൻ്റെ ഒരു ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ അറൗണ്ട് 4000 ആയി, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, 4000 ഒരു ഹേർട്സ് ആണ് ഇതിന് ഡിസ്റ്റർബൻസ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ മുള്ളംപന്നിക്ക് മെയിനായിട്ടും ലൈറ്റാണ്. പിന്നെ അതുമാത്രമല്ല ഫ്രയർ ക്രാക്കറിൻ്റെ സൗണ്ടും നമുക്ക് വേണം പ്രൊഡ്യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ ഒരു അതായത് ഏത് ആനിമലാണോ വരുന്നത് ആ ആനിമൽ നമ്മുടെ ഇൻപുട്ട് എന്നുള്ളൊരു ഓക്കെ ഇതാണ് ബേസിക്കലി ഇൻപുട്ട് ഫോൾഡറിലോട്ട് വരികയും വേണ്ട കറസ്പോണ്ടിങ് ഫ്രീക്വൻസി നമ്മളിവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അത് ബേസ് ചെയ്തിട്ട് കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് കൊടുക്കുകയും ചെയ്യുന്നു. അതിലൂടെ നമ്മൾ നമ്മുടെ ഫാം ലാൻഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്നു. ഇനി മെയിനായിട്ടൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻസ് വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു കറസ്പോണ്ടിങ് മെഷേഴ്സും സ്വീകരിക്കുന്നില്ല. ഹ്യൂമൻസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് നമ്മൾ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി അങ്ങനെയൊന്നും കൊടുക്കുന്നില്ല. അതാണ് ഞങ്ങളുടെ ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ. സോ എബൌട്ട് സർവേനെ പറ്റി പറയുകയാണെങ്കിൽ this is just as I told before, this is a just survey we conducted in the Kasargode Shivagiri estate Marudam area. So it's present in Kasargode district. So we visited the estate, a farmland. So this is the destruction caused by the elephant in the farmland. So this is a survey we talked to the farmers were present there. So this is the survey we conducted. So thank you everyone. Thank you. Thank you, Jacob George and team. So just a few questions. You mentioned that your camera comes on after you detect the motion. Yes. So, and you said you are able to distinguish motion between animals and humans. How do you distinguish? So basically the sensor works based on the motion, as I told. So whenever there is a motion, the camera will be activated and it will capture the image which is present there. So it's only after capturing the image that you realize that it's a human or... Yes, because we are fixing the sensors on different angles in the farmland. So whenever a sensor is found any kind of motion, the camera will be rotated towards that angle. So when you have a very large area, yes, you will have to have cameras all over the place. Is it? Yes, it's a problem where as I told, we visited a survey where it's about 152 acres. It was farmland, but they are telling that they are cultivating only on the few areas. They are not using the whole 152 acres. They are just cultivating on few areas or sectors where they are doing their agriculture works. So they are the problem is that the animals are entering from a particular area because that area is connected with the forest. So that animal is entering from that forest towards the farmland. So we planned that we could install cameras on those angles where there are chances of entering of animals are high. Thank you, Jacob, George and team. Yes. You have come up with this problem, which is one of the serious issue which almost all districts are facing, like wild animal farmer conflicts is one of the major problem faced by the administrative departments, agriculture department, as well as that is one of the major issue. Okay, but you are mentioning about again the cameras fixing in the boundaries and all. Yes. So how many cameras we have to fix? For how, what is the frequency of keeping this camera? Because if a farmer means he will be having almost kilometers as border between the wildlife and the farm. So how many cameras? So it basically depends on the farmland which we are. So before installing these setups, we will generally analyze the farmland. So as I told, we went for survey. So we tried to. But still, what frequency we have to keep? How many meters or how many kilometers? So not it's of course not kilometers. Of course, how many meters you can keep with one camera, because there is a visibility area, no?
It depends upon camera. So we develop a prototype which is not we can say we cannot use it industry level. So it depends upon camera. So as I mentioned, we can use night vision cameras. Yeah, which that you told night vision camera, cameras. but one of the major problem is that that visibility. Installation of cameras. Yeah, how many numbers? Because no, the farmer should ultimately, after fixing all these things, the farmer should get some benefit, isn't it? Benefit. After all, without any benefit, no one will install it practically. Okay, so that is one of the major issue. Then you were mentioning about the disturbance frequencies associated with some of the animals. So is it based on your, what is the basis for those things? So we because even with you have done some review of literature, and after an elephant, for the next animal, you are not sure about the frequency. That is what I was thinking. What is the frequency? What is the reference for this frequency? So we referred multiple of articles which are present on the internet, which conducted different studies. So after analyzing those contents, we generally created, as I told, a data set where we collected different frequencies related to different animals. So we developed a data set for animal, boar, wild boar and deers, etc. So we just classified it. So the main problem here is the animals will adapt that frequency after some times. That is one of the main problem. So we are here focusing is that we change this frequency, disturbing frequency, each and every time after using. So the animal will get confused of this frequency, so it cannot adapt to a particular frequency. Whether the animal will be confused or the man will confuse, that is we can see later on. Okay. Okay, thank you anyway. All the best. Good attempt. Okay, thank you. Thank you, sir. So, we were telling that without harming the animals entering into the field like that. So, whether these cameras or these sensors are able to force the animals to go back? No, we use cameras and sensors to just detect animals. So we detecting the animals and sending the information to the farmer. No, we are sending this information to our system. Also, and then ultimately it will be sent to the farmer. So farmer has to be very vigilant, monitor these kind of things that may be coming like that and all. So whether they will be adopting this system or any other conventional Basically, methods. the system works in two manner. So one is that a farmer will be get notified. At the same time, our system will be generate certain outputs so that it cannot enter the farmland. So we are basically focusing on the outputs. We are just notifying the farmer that it has been entered so that it cannot cause any further harm to the animals or farmland. Another thing is that the animal psychology you have to apply for these things. So they will not respond in the same manner always. So just like that, we have seen that in Manandawadi, one elephant has entered into the city and all. So like that, so it has to come out brilliantly and work hard for this. So best wishes. Thank you, sir. Anyway, it's a good beginning. Only thing is that how much cost you are anticipating maybe after fabrication of this such a device? So we invested nearly 5,000 for our prototype, and we are planning to. The cost is generally depending on the farmland. As I told, how much area it's number of cameras you have to install. Can ensure that, and we are focusing on that. We are focusing on reducing the cost as much as possible. So it depends on the farmland, basically. Okay. Again, the problem is that the animal, whether it will enter after maybe giving the signal or not, or how you are actually sending it off. That's the question again to be answered now. How you are actually planning to send off the animal without entering the farmland? So we are generally focusing on the outputs. We are currently working on this project too. Okay. So this is the project we just work for this prototype and develop this idea. So we are focusing on the output, and if we need, we can also include there is a equipment available called Energizer, which will also help to increase the protection of the farmland, which can reduce the electricity, which is 50 hertz to 25 hertz, which can also does not cause any harm to the animals. Okay, all the best. Thank you, sir. Thank you. So, with that, we come to the conclusion of this session. Please join me in thanking all the teams for their wonderful presentations. So, thank you, sir. With that, we end this session.
Heartfelt thanks from the organizing committee to Dr. Suresh Das, former Executive Vice President, KSCST and Principal Secretary, S&T Department, Kerala. Also Professor V. Gopinathan, retired Deputy Director, College of Education, Government of Kerala. Dr. P.S. Harikumar, Chief Scientist, retired KSCST, CWRDM, and Dr. K.P. Sudhir, Professor, Kerala Agriculture University, Thrissur. These were the judges for this session. Without much ado, we will now move on to the next session, that is a P.T. Bhaskara Panikar Memorial Lecture. This lecture is being given by Sri K. Jayakumar, Director, Institute of Management and Government, Thiruvananthapuram, and former VC of the Malayalam University. And also welcome Dr. V. Ajit Prabhu, Chief Scientist, KSCST, who would be welcoming an introducing speaker, and Janet P.J., Scientist of CWRDF, who would be giving the word of thanks. May I request the dignitaries to take up their places on the dais. So, ladies and gentlemen, and my dear friends, we are all here for the next lecture, the P.T. Bhaskara Panikar Memorial Lecture, which is going to be led by Sri K. Jayakumar. And to welcome and introduce the speaker, may I now call upon Dr. V. Ajit Prabhu, Chief Scientist, KSCST. Sir, please. Good afternoon, respected Professor K. Jayakumar, respected Professor K.P. Sudhir, Dr. Suresh Das, Dr. Sudhir, Dattan sir, and many distinguished personalities in the dais, I am really privileged to be here in this important memorial lecture. This is P.T. Bhaskara Panikar Memorial Lecture. Sri P.T. Bhaskara Panikar was a famous social activist and writer of Kerala. He was born on 15th October 1922 in Adakaputtur in Palakkad district to Sri K.M.V. Nampudiri and Srimati Kavukuttiamma. After passing BSc and BT, he worked as a school teacher for 2 years. Panikar was one of the leaders of the science popularization movement, the Kerala Shastra Sahitya Parishad in the 1960s and 70s. He was the founder editor of journals such as Shastra Keralam, Primary Teacher, and Pustaka Samiksha, Journal for Book Review, and so on. He was also the editor of encyclopedias like Jeevacharitra Kosham for children, Bala Vijnana Kosham, Shastra Vijnana Kosham, Dravida Vijnana Kosham, and so on. He published more than 100 books, mostly scientific and educational. He became immortal on 30th December 1997. So in honor of Professor P.T. Bhaskara Panikar, we are organizing this memorial lecture. And always we handpick the most suitable personality to deliver the memorial lecture. And today in this 36th Kerala Science Congress, we have with us Professor K. Jayakumar, IAS. I don't know how to introduce him because he is well known. He is a multifaceted personality, an efficient bureaucrat, scholarly vice chancellor, a poet, lyricist, translator, author, a painter, an orator, a diplomat, and whatnot. Currently the director of Institute of Management in Government Kerala, founder vice chancellor of Tunjat Ezhuthachan Malayalam University at Thirur, chief secretary Government of Kerala, have 34 years in the Indian administrative service. He also held many positions like joint secretary in Ministry of Culture, Government of India, Managing Director, Film Development Corporation, Kerala State Cashew Development Corporation, Kerala State Kayar Corporation, etc. Additional Chief Secretary, Home and Vigilance, Principal Secretary, Water Resources, Interstate Waters, Culture, Education, Agricultural Production Commissioner, and the list goes on like that. He authored 32 books in Malayalam
and English, including 7 anthologies of poems in Malayalam and 2 books of poems in English. Wrote over 400 songs in Malayalam, including songs in over 100 Malayalam films. My introduction to Professor Jayakumar would not be complete if I don't quote his video, one of his videos, which has become very viral. He had made a critique on the movie song from Panithiratha Veedu by Vailar Ramavarma. I am switching over to Malayalam. Probably you are all aware. ആയിരം താമര തളിരുകൾ വിടർത്തി അരയന്നങ്ങളെ വളർത്തി വസന്തവും ശിശിരവും കുളിക്കാനിറങ്ങുന്ന വാനസരോവരമേ നിൻ്റെ 4 വീടിൻ്റെ ചുരുളിൻ്റെ അറ്റത്ത് ഞാൻ എൻ്റെ പൂ കൂടി ചൂടിച്ചോട്ടെ. സോ ഐ ഹോപ്പ് യു നോ ദിസ് പോയം. അപ്പോൾ ഇതിൽ കൊച്ചുനാൾ മുതൽ കേട്ടപ്പോഴേ എനിക്കും തോന്നിയിരുന്ന ഒരു പ്രശ്നമാണ്, എങ്ങനെയാണ് ഈ വസന്തവും ശിശിരവും ഒരുമിച്ച് കുളിക്കാൻ ഇറങ്ങുന്നതെന്ന്. അതിനൊരു ഉത്തരം അദ്ദേഹത്തിൻ്റെ വൈറലായ വീഡിയോയിൽ നിന്ന് എനിക്ക് കിട്ടി. അദ്ദേഹം പറയുന്നത്, ഭൂമിയിൽ നിന്ന് നോക്കിയാൽ പോരാ, നിങ്ങൾ വളരെ ദൂരെ ബഹിരാകാശത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ മാത്രമേ സോറി ഇഫ് ഐ ആം റോങ്, വസന്തവും ശിശിരവും ഒരുമിച്ച് വരുന്നത് ഫീൽ ചെയ്യണമെങ്കിൽ നിങ്ങൾ ബാഹ്യ ആകാശത്ത് പോകണം. അവിടെ നിന്ന് ദൂരെ നിന്ന് ഭൂമിയെ വീക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം വസന്തവും ശിശിരവും എങ്ങനെയാണ് ഒരുമിക്കുന്നത്. അതാണ് കവി പറഞ്ഞിട്ടുള്ളത്. അത് സത്യം തന്നെയാണ് എന്ന് അദ്ദേഹം സമർത്ഥിച്ചപ്പോഴാണ് എനിക്കും ആ ഒരു സമസ്യയ്ക്ക് ഉത്തരം കിട്ടിയത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഭൂമിയിലെ ഒരു ചെറിയ സംഭവം അത് സൗരയൂഥത്തോളം ബഹിരാകാശത്തുകൂടി യാത്ര നടത്തി അവിടെ നിന്ന് വീക്ഷിക്കാനുള്ള ആ കവിഭാവന അദ്ദേഹത്തിൽ നിന്നല്ലാതെ വേറെ ആർക്കാണ് ഉണ്ടാവുക? ഹീസ് റെസിപ്പിയൻ്റ് ഓഫ് ലോട്ട് ഓഫ് അവാർഡ്സ് ഫോർ ലിറിക്സ്, ഏഷ്യാനെറ്റ് അവാർഡ്, കേരള സംഗീത നാടക അക്കാദമി അവാർഡ്, പി ഭാസ്കരൻ അവാർഡ്, മഹാകവി കുട്ടമത്ത് അവാർഡ്, and so on, KPS Menon Award for Excellence in Public Administration, Mar Grigorios Award for Positive Contribution in Public Life, Vailar Vasudevan Award, Sukumar Azhikode Award, Karmakshetra Award, and so on. Of course, while seeing him, I was telling him, I never thought in my life I will share the dais with such a great personality. So we have such a personality, eminent personality, to deliver the P.T. Bhaskara Panikar Memorial Lecture. Sir, please. Distinguished scientists, organizers of this great program, and dear friends. അത്രയേ ഉള്ളൂ ഇംഗ്ലീഷിൽ, ബാക്കിയെല്ലാം മലയാളത്തിലാണ്. ഇങ്ങനൊരു അവതരണം നടത്തിയാൽ ഏതൊരു അതിഥിയും നിലംപരിശായി പോകും. ഞാൻ നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ പറയാമെന്ന് വിചാരിച്ചു വന്നെങ്കിൽ എല്ലാം മറന്നുപോയി. ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണ് നീ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു പാട്ട്. എന്ന് പറഞ്ഞാൽ ആരെയും വട്ടാക്കി തീർക്കുന്ന തരത്തിൽ ഉള്ള വർണ്ണനകളാണ് അദ്ദേഹം ഇവിടെ നടത്തിയത്. ഇറ്റ് ഓൺലി ഷോസ് ഹിസ് ലവ് ഫോർ മീ. ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. ആമുഖമായിട്ട് അങ്ങനെ പറഞ്ഞതേ. ഈ കേരള ശാസ്ത്ര കോൺഗ്രസ്സിലേക്ക് ക്ഷണിക്കപ്പെട്ടത് തന്നെ ഒരു വലിയ വലിയ ഓണറായി, ആദരവായിട്ട് ഞാൻ കാണുകയാണ്. കാരണം ഞാൻ പരിശീലനം കൊണ്ടോ കർമ്മം കൊണ്ടോ ഒരു ശാസ്ത്രജ്ഞനല്ല. ഒരു ശാസ്ത്ര വിദ്യാർത്ഥിയാണോ എന്ന് ചോദിച്ചാൽ ആയിരിക്കാം, പക്ഷേ ശാസ്ത്രജ്ഞനല്ല. ശാസ്ത്രബോധം ഇപ്പോഴും നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, ഇപ്പോഴും ഉണ്ട്. ഈ 2 കാരണങ്ങൾ കൊണ്ട് എനിക്ക് ഇവിടെ നിൽക്കാനുള്ള അർഹതയുണ്ട്. പിന്നെയും ചില യോഗ്യതകളുണ്ട്. പി ടി ഭാസ്കര പണിക്കരെ അറിയാമായിരുന്നു എന്ന് ചോദിച്ചാൽ ദൂരെ നിന്ന് കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് തിരുവനന്തപുരത്തെ ബൗദ്ധിക സദസ്സുകളിൽ, ബൗദ്ധിക സദസ്സ് മാത്രമല്ല ജനകീയ സദസ്സുകളിലുമൊക്കെ തന്നെ അന്ന് ഇത്രയൊന്നും പരിപാടികൾ തിരുവനന്തപുരത്തില്ല. ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് ഇന്ന് എന്ന് പറയുന്ന കോളം നോക്കിയാൽ ഒരു 10-20 കോളം കാണും. മിക്കവാറും പുസ്തക പ്രകാശനം അങ്ങനെ അങ്ങനെ പലതും ഉണ്ടല്ലോ.
അന്ന് ഇത്രയൊന്നും പരിപാടികളില്ല, 2-3 പരിപാടികളുണ്ടാവും. അത് ടൗൺ ഹാളിലോ അല്ലെങ്കിൽ ഗ്രന്ഥശാല സംഘം ഓഡിറ്റോറിയത്തിലോ ഒക്കെ കുറച്ച് പരിപാടികളേ ഉള്ളൂ. അവിടെയൊക്കെ മിക്കവാറും ഒന്നുകിൽ NV കൃഷ്ണവാര്യരുടെ പ്രഭാഷണം ഉണ്ടാവും, അല്ലെങ്കിൽ PT ഭാസ്കര പണിക്കരുടെ പ്രഭാഷണം ഉണ്ടാവും, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി കോളേജിലെ പ്രിൻസിപ്പലായിരുന്ന ഡോക്ടർ PS വാര്യർ ഒരു നല്ല പ്രഭാഷകനാണ്, അദ്ദേഹത്തിൻ്റെ പ്രഭാഷണമുണ്ടാവും. അങ്ങനെ ഞങ്ങളുടെയൊക്കെ ഒരു ചെറുപ്പകാലം എന്ന് പറഞ്ഞാൽ ഒരു അഡോളസെൻ്റ് ഏജിലൊക്കെ നഗരത്തിലേക്ക് പോകാനുള്ള ഒരു പ്രേരണ ഇത്തരത്തിലുള്ള പ്രഭാഷണങ്ങളായിരുന്നു. PT ഭാസ്കര പണിക്കരുടെ രൂപം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഹീസ് ബിഗ് ബിൽഡ്, പക്ഷേ ഏറ്റവും പ്രസാദാത്മകമായ മുഖത്തോടു കൂടി മാത്രമേ അദ്ദേഹം സംസാരിക്കൂ. ഏറ്റവും ഗഹനമായിട്ടുള്ള ഗൗരവതരമായ കാര്യം പറയുമ്പോഴും ഹി വാസ് ഏബിൾ ടു ഒരു പ്രസാദാത്മകം, ഒരു പ്ലസൻറ്റ് ഡിസ്പൊസിഷനോടുകൂടി നമ്മളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ സാധിക്കുന്ന ഒരു അധ്യാപക സഹജമായിട്ടുള്ള ഒരു പ്രഭാഷണ ശൈലി. ശാസ്ത്രത്തെ ജനകീയമാക്കുന്നതിൽ കേരളത്തിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച ആളുകളുടെ കൂട്ടത്തിൽ ഒരാളാണ് അദ്ദേഹം. ശാസ്ത്ര സാഹിത്യ പരിഷത്തൊക്കെ ആരംഭിക്കുന്ന കാലത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ നമുക്ക് മറക്കാവതല്ല. അദ്ദേഹത്തോടൊപ്പം തീർച്ചയായിട്ടും ഡോക്ടർ NV കൃഷ്ണവാര്യരും അതേ നിലവാരത്തിൽ തന്നെ അന്ന് നമ്മളുടെ ബൗദ്ധിക ചോദനകളെ ഉണർത്തി നിർത്തിയതിൽ ഒരു ശാസ്ത്ര അവബോധം നമുക്ക് അഭിമാനമാണ് എന്ന് നമുക്ക് പറഞ്ഞു തരികയും അത് ആവശ്യമാണ് എന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്ത നമുക്ക് മുമ്പേ പോയിട്ടുള്ള വളരെ വളരെ പ്രഗത്ഭരായിട്ടുള്ള ആളുകളാണ് ഈ PT ഭാസ്കര പണിക്കരും അതുപോലെ തന്നെ NV കൃഷ്ണവാര്യരും. ഇവരെയൊക്കെ ഇപ്പോൾ ഓർക്കാനൊരു അവസരം കിട്ടി എന്നുള്ളതാണ് ഈ പ്രഭാഷണം ഏറ്റതുകൊണ്ട് എനിക്കുണ്ടായ ഏറ്റവും വലിയൊരു ഗുണം. ആ നാളുകളിലൂടെ കടന്നു പോകാനായി ഹൗ എൻറിച്ചിങ് ദോസ് ഈവനിങ്സ് വെയർ യു ഗോ. അന്ന് ഇത്രയും നമുക്ക് ഈ ഗൂഗിളിലൊക്കെ കയറി ഇങ്ങനെ അറിവ് സമ്പാദിക്കാനൊന്നും സാധിക്കാത്ത കാര്യമാണ്. ലൈബ്രറിയിലൊക്കെ പോകാം, കയ്യിലിരിക്കുന്ന പുസ്തകങ്ങളൊക്കെ വായിക്കാമെന്നല്ലാതെ ഗെറ്റിംഗ് നോളജ് വാസ് നോട്ട് ഈസി ലൈക്ക് ദിസ്. ഇറ്റ് വാസ് നോട്ട് ആക്സസിബിൾ. അങ്ങനെയുള്ള സമയത്ത് വളരെ വിജ്ഞാനപ്രദമായ ഒരു പ്രഭാഷണം കേട്ടിട്ട് പോകുമ്പോൾ യു ഫീൽ എലേറ്റഡ്, യു ഫീൽ എൻറിച്ച്ഡ്, എൻ ഈവനിങ് വെൽ സ്പെൻഡ് എന്നൊക്കെ തോന്നിയ ഒരുപാട് ദിവസങ്ങളെപ്പറ്റി എന്നെ ഓർമ്മിപ്പിക്കാൻ PT ഭാസ്കര പണിക്കർ അനുസ്മരണ പ്രഭാഷണം നടത്താൻ എന്നെ ക്ഷണിച്ചതിലൂടെ എനിക്കൊരവസരം നൽകി എന്നുള്ളതാണ് ഇതിൻ്റെ സംഘാടകരോടുള്ള എൻ്റെ കൃതജ്ഞതയുടെ ഒരു കാരണം. അപ്പോൾ ഇത്തരം യോഗ്യതകൾ കൊണ്ട് PT ഭാസ്കര പണിക്കരെ ഓർമ്മിച്ചുകൊണ്ട് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മയോട് പ്രസക്തമായിട്ടുള്ള ചില കാര്യങ്ങൾ പറയാൻ ഒരവസരമായിട്ടാണ് ഞാൻ ഈ സ്മാരക പ്രഭാഷണത്തെ കാണുന്നത്. തൻ്റെ വാക്കും എഴുത്തും കർമ്മവുമെല്ലാം ശാസ്ത്രബോധത്തിന് വേണ്ടി, യുക്തിബോധത്തിന് വേണ്ടി, കേരളത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി, ആളുകളുടെ അജ്ഞത നീക്കുന്നതിന് വേണ്ടി എല്ലാം ഒഴിഞ്ഞുവച്ച ഒരു കർമ്മനിരതനായിട്ടുള്ള ആചാര്യനായിരുന്നു ഡോക്ടർ PT ഭാസ്കര പണിക്കർ. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ഞാൻ കുമ്പിടുകയാണ്. ഇന്ന് PT ഭാസ്കര പണിക്കർ അദ്ദേഹം ഇപ്പോൾ നമ്മളെ വിട്ടുപോയിട്ട് ഏതാണ്ട് 30 വർഷത്തോളമായി എന്നെനിക്ക് തോന്നുന്നു. ഇന്ന് PT ഭാസ്കര പണിക്കർ എന്ന വ്യക്തിയെ ഓർക്കുമ്പോൾ അദ്ദേഹം നടത്തിയ സംഭാവനകളെ പ്രകീർത്തിക്കുക മാത്രമല്ല നമ്മൾ ചെയ്യേണ്ടത്. PT ഭാസ്കര പണിക്കരുടെ പേര് തന്നെ അതിന് ഇന്നൊരു പ്രതീക മൂല്യമുണ്ട്. ഇറ്റ് ഹാസ് എ സിംബോളിക് വാല്യൂ. PT ഭാസ്കര പണിക്കർ റെപ്രസെൻറ്റ്സ് എ സ്ട്രീം ഓഫ് തോട്ട്, എ ഫെയ്ത്ത് ഇൻ സയൻസ് ആൻഡ് റാഷണാലിറ്റി. അതാണ് ആ ഒരു വിചാരധാരയുടെ ഒരു പ്രതീകം കൂടിയാണ് PT ഭാസ്കര പണിക്കർ. ആ അർത്ഥത്തിൽ ശാസ്ത്രവും അറിവുമൊക്കെ തൻ്റെ വഴിവിളക്കും ഒക്കെയായി കാത്തുസൂക്ഷിച്ച അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം, അദ്ദേഹത്തിൻ്റെ പ്രസക്തി ഇന്നത്തെ സമൂഹത്തിൽ വളരെയേറെ ഉണ്ട് എന്ന് ആമുഖമായി പറഞ്ഞിട്ട് വേണം നമുക്ക് നമ്മുടെ പ്രഭാഷണ വിഷയത്തിലേക്ക് കടക്കാൻ. PT ഭാസ്കര പണിക്കരുടെ സ്മരണ ഇന്ന് നമുക്ക് പ്രസക്തമാണെന്ന് മാത്രമല്ല, ആ സ്മരണയും ആ ആശയഗതികളും നമുക്ക് പുതിയ കവചവും പുതിയ കരുത്തും പ്രദാനം ചെയ്യട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു വിഷയമായിട്ട് ഞാനിവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ അതിന് ഇംഗ്ലീഷ് ഞാൻ മറന്നുപോയി. ഏറ്റെടുക്കേണ്ട മറ്റൊരു അവസരത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നും സോഷ്യൽ ആക്ഷൻ ദാറ്റ് ഈസ് റിക്വയർഡ് ടു ഡിഫെൻഡ് സയൻറ്റിഫിക് ടെമ്പർ, അതാണ് PT ഭാസ്കര പണിക്കർ ഓർത്തുകൊണ്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കണമെന്ന് വിചാരിക്കുന്ന കാലികമായ ഒരു വിഷയം. അത് ശാസ്ത്ര ബോധത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റിയൊന്നും ഇവിടെ ഇരിക്കുന്ന ശാസ്ത്രജ്ഞന്മാരോടും ശാസ്ത്ര വിദ്യാർത്ഥികളോടൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല. ഐ ഷാൽ നോട്ട് മേക്ക് എ മിസ്റ്റേക്ക് ഓഫ് carrying coal to Newcastle.
അല്ലെങ്കിൽ അതുമെങ്കിൽ നമ്മുടെ സമകാലികളുടെ ലോക്കലായിട്ട് പറഞ്ഞാൽ എന്താണ്, കാസർഗോഡേക്ക് നമ്മൾ വെട്ടുകല്ല് കൊണ്ടുവരേണ്ട കാര്യമില്ല എന്നാണല്ലോ ക്യാരിങ് കോൾ ടു ന്യൂ കാസിൽ എന്നുള്ളത്. ലാറ്ററേറ്റ് തിരുവനന്തപുരത്തൊന്നുമില്ല. അപ്പോൾ ഇവിടത്തേക്ക് വെട്ടുകല്ല് ഞങ്ങൾ ചുമന്നുകൊണ്ട് വരേണ്ട കാര്യമില്ല എന്ന് പറയുന്നത് പോലെയാണ് ശാസ്ത്രബോധത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ശാസ്ത്രവിരുദ്ധമായിട്ടുള്ള നിലപാടുകളുടെ അപായത്തെപ്പറ്റി പറയേണ്ട ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ. ഈ കാലത്ത് ഇന്ന് ലോകത്തൊട്ടാകെ സയൻസ് ഈസ് ദി എംപറർ. ഒരർത്ഥത്തിൽ സയൻസ് ഇസ് റൂളിംഗ് ദിസ് വേൾഡ്. സയൻസ് എന്ന് പറഞ്ഞാൽ ടെക്നോളജി ഇൻസ്പയർഡ് ബൈ സയൻസ്. ടെക്നോളജി, ശാസ്ത്രമില്ലെങ്കിൽ സാങ്കേതിക വിദ്യ ഇല്ലല്ലോ. അപ്പോൾ സാങ്കേതിക വിദ്യയാൽ നയിക്കപ്പെടുന്ന ഈ ലോകം വാസ്തവത്തിൽ ശാസ്ത്രത്താൽ നയിക്കപ്പെടുന്ന ലോകം തന്നെയാണ്. ശാസ്ത്രമാണ് ദ റൂളിംഗ് ഡെറ്റി ഓഫ് ദിസ് ന്യൂ വേൾഡ്. അങ്ങനെ ഇരിക്കെ ആ ശാസ്ത്രത്തിനോട് കൂടുതൽ അടുക്കുകയും ആ ശാസ്ത്രത്തെ കൂടുതൽ ഉപാസിക്കുകയും, ഇഫ് ഐ മേ യൂസ് എൻ ഓൾഡ് വേൾഡ്, ഉപാസിക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ അറിവിൻ്റെ ചക്രവാളങ്ങൾ വളർത്തുക, നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുക, അതൊക്കെയാണല്ലോ ഇന്നത്തെ ഒരു പരിഷ്കൃത ജനത ചെയ്യേണ്ടത്. അങ്ങനെ ഉള്ള ഒരു കാലഘട്ടത്തിൽ അതിന് വിരുദ്ധമായിട്ടുള്ള ആശയഗതികൾ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ ആ ആശയഗതികൾക്ക് അധികാരത്തിൻ്റെയും പ്രത്യയശാസ്ത്രത്തിൻ്റെയും ഒക്കെ മേൽക്കുപ്പായം തുന്നിക്കൊടുക്കും. ബെൽസ് ആർ ബീങ് റങ്. അപായമണികൾ മുഴങ്ങുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു ശാസ്ത്രവിരുദ്ധതയുടെ അന്തരീക്ഷം ഇന്ന് നമ്മുടെ രാജ്യത്ത് ഉണ്ടെങ്കിൽ അത് അപായമാണെന്ന് മാത്രമല്ല, അത് ഭാവിയിലേക്ക് വരുത്തുന്ന കെടുതികളെ പറ്റിയുള്ള ആശങ്ക കൂടി നമ്മൾ പങ്കുവയ്ക്കണം. ദ ലോങ് ടേം ഡാമേജ് ദാറ്റ് സ്യൂഡോ സയൻസ് ഈസ് ഗോയിങ് ടു ക്രിയേറ്റ് ടു ദ ജനറേഷൻസ് ടു കം ഈസ് സംതിങ് വെരി അലാമിങ്. കാരണം 10-75 വർഷമായിട്ട് 19 വർഷമായിട്ട് ഈ രാജ്യം നേടിയെടുത്ത ഒരു 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 ശാസ്ത്രീയമായിട്ടുള്ള ഒരു തലയെടുപ്പുണ്ട്. വി ഹാവ് ഡൺ എക്സലൻ്റ്ലി വെൽ ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി. അതിവിടുത്തെ ഈ കുട്ടികളുടെ പ്രസൻറ്റേഷനിൽ പോലും ഒരു പ്രശ്നത്തിന് എൻ്റെ അറിവ് കൊണ്ട് പരിഹാരമുണ്ടാക്കാമെന്ന് വിചാരിക്കുന്നിടത്തൊക്കെ തന്നെ ഇറ്റ് ഈസ് എ പ്രൈഡ് ഇൻ സയൻസ് ദാറ്റ് ഇൻസ്പയർസ് ദം. അത് ഇന്ത്യ ഒട്ടാകെ, ഇന്ത്യയിലെ സയൻസ് ടെക്നോളജിയുടെ മേഖലയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ, പ്രഗത്ഭമായിട്ടുള്ള സ്ഥാപനങ്ങൾ, നമ്മളുടെ നേട്ടങ്ങൾ, ഇതെല്ലാം ഒരു ഭാഗത്തോടുകൂടി ഇങ്ങനെ നമ്മളെ മുമ്പോട്ട് നയിക്കുമ്പോൾ ഒരു സിനിമ പാട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് എക്കോ ഇട്ട് തന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ശാസ്ത്ര വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ നമ്മളെ ഭീഷണിപ്പെടുത്തുന്നു എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ അണ്ടർ സ്റ്റേറ്റ്മെൻറ്റ്. ഇന്നിവിടെ കേരളത്തിലെ ഈ സയൻസ് കോൺഗ്രസ്സിൽ ഞാൻ സംസാരിക്കുമ്പോൾ ദി സയൻസ് കോൺഗ്രസ് ഓൾസോ റിമൈൻഡ്സ് ദാറ്റ് ദ നാഷണൽ സയൻസ് കോൺഗ്രസ് ഹാസ് നോട്ട് ബീൻ ഹെൽഡ്. അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് കേരളത്തിൻ്റെ ശാസ്ത്ര കോൺഗ്രസ് നടക്കുന്നത് എന്നുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ലാസ്റ്റ് മൊമെൻറ്റിൽ ഇതുവരെ ഒരിക്കലും സംഭവിക്കാതിരുന്ന നാഷണൽ സയൻസ് കോൺഗ്രസ് ഹാസ് ബീൻ കോൾഡ് ഓഫ് ഫോർ നോ ഒബ്വിയസ് റീസൺ. ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലം മുതൽ കൃത്യമായിട്ട് നടന്നുകൊണ്ടിരുന്ന നാഷണൽ സയൻസ് കോൺഗ്രസ് ഒരു ഡിസ്പെൻസിബിൾ ആക്ടിവിറ്റിയാണ് എന്ന് വിചാരിക്കുന്ന ആശയധാര നമ്മളെ അപകട സൂചന തരുന്നതാണ്. അതാണ് ഞാൻ പറയുന്നത്. ശാസ്ത്രവിരുദ്ധത എന്ന് ഞാൻ പറയുന്നത് നോബഡി ടോക്സ് അഗൈൻസ്റ്റ് സയൻസ്. പക്ഷേ ദി സ്മോൾ ആക്ടിവിറ്റീസ് വിച്ച് ഇൻഡിക്കേറ്റ് ദറ്റ് സയൻസ് ഈസ് നോട്ട് ഓഫ് പാരമൗണ്ട് ഇമ്പോർട്ടൻസ്, ഇറ്റ് ഈസ് നോട്ട് ആൻ ഏരിയ ഓഫ് പ്രയോറിറ്റി എന്ന് പറയുന്നുണ്ടെങ്കിൽ ദേശീയ ശാസ്ത്ര കോൺഗ്രസ് നടത്തപ്പെട്ടില്ല എന്നത് കേരളത്തിൽ വേണ്ടത്ര ചർച്ച ചെയ്യപ്പെട്ടില്ല എന്നുള്ളതാണ് എന്നെ സങ്കടപ്പെടുത്തുന്ന കാര്യം. നോബഡി ആസ്ക്ഡ് എ ക്വസ്റ്റ്യൻ, വൈ ഈസ് ഇറ്റ് ബീങ് ക്യാൻസൽഡ്? ക്യാൻസൽ ചെയ്തത് നന്നായോ ചീത്തയായത് വേറൊരു കാര്യം, അത് പോകട്ടെ. പക്ഷേ അങ്ങനെയുള്ള കാലമാണ്, ഞാൻ കാലഘട്ടത്തെ പരിചയപ്പെടുത്തുകയാണ്. ഒരു സമൂഹത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത് ആത്യന്തികമായി എന്താണ്? അജ്ഞതയിൽ നിന്ന്, അറിവില്ലായ്മയിൽ നിന്ന്, തെറ്റായ ധാരണകളിൽ നിന്ന്, നമ്മൾ അന്ധവിശ്വാസങ്ങൾ എന്നൊക്കെ പറയുന്നതിൽ നിന്ന്. അന്ധവിശ്വാസം എന്നുള്ളതൊരു ക്ലീശ ആയതുകൊണ്ടാണ് ഞാനത് ഉപയോഗിക്കാത്തത്. തെറ്റായി കാര്യങ്ങൾ ശരിയെന്ന് വിചാരിച്ച് തെറ്റുകൾ ധരിച്ചു വച്ചിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പുതിയ അറിവുകളിലൂടെ എൻ്റെ അറിവ് ശരിയല്ല എന്ന് മനസ്സിലാക്കി ആളുകൾ റാഷണാലിറ്റിയിലേക്ക്, യുക്തിബോധത്തിലേക്ക്, ശാസ്ത്രബോധത്തിലേക്ക് പതുക്കെ നീങ്ങി വരുന്നതാണ് മനുഷ്യ പുരോഗതിയുടെ ചരിത്രം. എ സിവിലൈസ്ഡ് ഹ്യൂമൻ സൊസൈറ്റി എന്നുള്ളത് എന്താണ്? വേർ സയൻറ്റിഫിക് നോളജ് റൂൾസ് ദെയർ ലൈഫ്സ്. ഒരു പ്രാകൃത ജനതയുടെ യുക്തി എന്താണ്? അവിടെ അവരുടെ പരമ്പരാഗതമായ യുക്തിയും ശാസ്ത്രവിരുദ്ധമായ യുക്തികളും ഒരു ആദിവാസി ജനതയോ, ആദിവാസി നമ്മൾ ഇപ്പോഴത്തെ ആദിവാസികളെ പറ്റി പുരാതനമായിട്ടുള്ളൊരു ജനതയെ നയിച്ചിരുന്നത് എന്താണ്? അവർക്ക് ശരിയെന്ന് തോന്നുന്ന കുറേ വിശ്വാസങ്ങൾ, വിച്ച് ഈസ് ടോട്ടലി ബേസിസ് ഇല്ലാത്തതും സയൻസ് ഇല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ജനതയെ
പതുക്കെ പതുക്കെ യാഥാർത്ഥ്യം എന്താണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന അറിവാണ് ശാസ്ത്രം. അങ്ങനെ അതാണ് പുരോഗതിയുടെ മാനദണ്ഡം എന്നുള്ളത് തന്നെ. ശാസ്ത്രത്തിൻ്റെ അറിവില്ലായ്മയിൽ നിന്ന് അറിവിലേക്കുള്ള വളർച്ച നടത്തയാണ് ഒരു ജനതയുടെ പുരോഗതിയുടെ ഏറ്റവും വലിയ മാനദണ്ഡം. അത് ഒരു വാക്ക് കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അത് ഇപ്പോൾ നമുക്ക് ദേശീയ വരുമാനം GDP എത്രയെങ്കിലും ആക്കാൻ പോവാണല്ലോ. നമുക്കെല്ലാം ഉണ്ടെന്നിരിക്കട്ടെ, ഇഷ്ടം പോലെ സമ്പത്തുണ്ട്, പക്ഷേ കാലനയുടെ വിവരമില്ല എന്ന് പറഞ്ഞാലോ ആ പണം കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? അപ്പോൾ ഒരുപാട് സമ്പത്തുള്ള ഒരു വിവരവുമില്ലാത്ത ആളുകളെ നമ്മൾ കണ്ടിട്ടില്ലേ? പക്ഷെ അവർക്കെല്ലാം വേറൊരു വിസ്തമുണ്ട് കേട്ടോ, അത് മറ്റൊരു കാര്യം. എന്നാലും ഞാൻ പറയുകയാണ്, താത്വികമായി പറയുമ്പോൾ ഇഷ്ടം പോലെ പണമുണ്ട്, പക്ഷേ തിരുവനന്തപുരത്തെ ഭാഷയാണ് കേട്ടോ കാലനയുടെ വിവരമില്ല എന്ന് പറയുന്നത്. ടോട്ടലി ഇഗ്നോറൻറ്റ് ഫെലോ. അയാളുടെ കയ്യിൽ പണം കിട്ടിയാൽ എങ്ങനെ ഇരിക്കും? അപ്പോൾ ഈ സാമ്പത്തികമായ ഒരു സമൂഹത്തിൻ്റെ വളർച്ചയോടൊപ്പം തന്നെ അറിവിൻ്റെ മേഖലയിലുള്ള വളർച്ച കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ജനതയുടെ സന്തുലിതമായിട്ടുള്ള വളർച്ച, സുസ്ഥിരമായിട്ടുള്ള വളർച്ച സാധ്യമാകുന്നുള്ളൂ എന്നുള്ള വളരെ വളരെ സാധാരണമായിട്ടുള്ളൊരു ആശയം ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ടു എലൂസിഡേറ്റ് ദ പോയിന്റ് that the progress of humanity is nothing but the progress from ignorance to knowledge aided by our scientific insights. ആ അവസ്ഥയാണ് ഇന്ത്യയുടെ പുരോഗതിയെയും അടയാളപ്പെടുത്തിയിരിക്കുന്നത്. സമൂഹത്തെ അത്തരത്തിൽ നേടിയ ശാസ്ത്രീയ മനോഭാവങ്ങളിൽ നിന്ന് തിരിച്ചു കൊണ്ടുപോകാനുള്ള ഏതൊരു ശ്രമത്തെയും പ്രതിരോധിക്കേണ്ട അല്ലെങ്കിൽ അതിനെ എതിർക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇന്നുള്ളത് എന്നാണ് ഇത്രയും നേരം ഞാൻ പറഞ്ഞതിൻ്റെ തടസ്സം. ഈ ശാസ്ത്രീയമായിട്ടുള്ള അറിവ് ഈ ഒരു ജനതയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താനായിട്ട് സമൂഹത്തിലേക്ക് സയൻറ്റിഫിക് കമ്മ്യൂണിറ്റിയുടെ ഇടയിലല്ല ഞാൻ പറയുന്നത്, സാധാരണ മനുഷ്യർക്കിടയിലേക്ക് അവർക്ക് കൂടി സ്വീകാര്യമാവണമല്ലോ. ഇറ്റ് മേ ബി വെരി ഗ്രേറ്റ് ഐഡിയ, ബട്ട് ഇഫ് ദ ഓർഡിനറി പീപ്പിൾ റിജക്റ്റ് ഇറ്റ് ഹാസ് നോ റെലവൻസ്. അപ്പോൾ സാധാരണ മനുഷ്യരുടെ ജീവിതത്തിലേക്ക്, അവരുടെ ദൈനംദിന ജീവിതത്തിലേക്ക് ഈ ശാസ്ത്രബോധത്തെ നമുക്ക് എങ്ങനെ സംക്രമിപ്പിക്കാം? എങ്ങനെ സംക്രമിപ്പിക്കാം എന്ന് പറഞ്ഞാൽ പലതരത്തിൽ സംക്രമിപ്പിക്കാം, അതല്ല ഇവിടെ വിഷയം. അങ്ങനെ നമ്മൾ വ്യാപിപ്പിക്കുമ്പോൾ എന്തൊക്കെ തടസ്സങ്ങളാണ് സാധാരണഗതിയിൽ? വാട്ട് ആർ ദ റെസിസ്റ്റൻറ്റ് ഫാക്ടേഴ്സ് ഇൻ സ്പ്രെഡിങ് ദിസ് സയൻറ്റിഫിക് വിസ്ഡം ടു ദി ഓർഡിനറി പീപ്പിൾ ഓർ ടു സൊസൈറ്റി അറ്റ് ലാർജ്? 3 തടസ്സങ്ങളുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ചരിത്രത്തിൽ നിന്ന് പറഞ്ഞത്. There are 3 major impediments which block the easy passage of scientific knowledge to the ordinary community, the social society-ലേക്ക് ഈ അറിവുകളെ സംക്രമിപ്പിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന 3 കാരണങ്ങളുണ്ട് എന്നെനിക്ക് തോന്നുന്നു. ഒന്ന്, ഇഗ്നറൻസ്, പ്യുവർ ഇഗ്നറൻസ്, അജ്ഞത തന്നെയാണ്. ശരിയെന്ന് വിചാരിച്ച് ധരിച്ചു വച്ചിരിക്കുന്ന ശരികേടുകൾ, അജ്ഞത, അതാണ് അജ്ഞത. 2, മതപരമായ യാഥാസ്ഥിതികത, റിലീജിയസ് ഓർത്തഡോക്സി, വെർ യു കനോട്ട് ടച്ച് ഇറ്റ്. റിലീജിയസ് ഓർത്തഡോക്സിയാണ് പലപ്പോഴും ശാസ്ത്ര സത്യങ്ങൾ സമൂഹത്തിന് സ്വീകരിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നത്. റിലീജിയസ് ഓർത്തഡോക്സി, റിലിജ്യൻ അല്ല ഞാൻ പറയുന്നത് കേട്ടോ, മതം അതിനെതിരാണെന്നൊന്നും ഞാൻ പറയില്ല. മതപരമായിട്ടുള്ള ഓർത്തഡോക്സി, അതിനകത്തുള്ള ഒരു യാഥാസ്ഥിതിക മനോഭാവങ്ങൾ തീർച്ചയായിട്ടും ശാസ്ത്ര സത്യങ്ങൾ ഉൾക്കൊള്ളുന്നതിന് ഒരു ജനതയ്ക്ക് വിഘ്നങ്ങൾ തീർക്കുന്നു. 3-മത്തത്, ദ പ്രിഡോമിനൻറ്റ് ഐഡിയോളജി ദാറ്റ് മാറ്റേഴ്സ്. ആ കാലഘട്ടത്തിൽ സ്വാധീനിക്കുന്ന പൊളിറ്റിക്കൽ ഐഡിയോളജി തീർച്ചയായിട്ടും ഇതിനെ സ്വാധീനിക്കും. ഈ 3 ഘടകങ്ങൾ അനുകൂലമാണ് എങ്കിൽ നമുക്ക് ശാസ്ത്രവിജ്ഞാനിയും ജനങ്ങളിലേക്ക് വളരെ ഭംഗിയായിട്ട് പകർന്നു കൊടുക്കാൻ സാധിക്കും. ഈ 3 ഘടകങ്ങൾ, ഒന്ന് അജ്ഞത, അതുപോലെ തന്നെ മതപരമായ യാഥാസ്ഥിതികത, അതുപോലെ പിന്നോട്ട് വലിക്കുന്ന പ്രത്യയശാസ്ത്രം, ഈ 3ഉം ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിന്നാൽ തന്നെ അവരെല്ലാം അപകടകാരികളാണ്. ഇഗ്നറൻസ് ഇറ്റ്സെൽഫ് ഈസ് എ ഗ്രേറ്റ് ബാരിയർ ടു ബ്രേക്ക്. എന്നാൽ ഈ അജ്ഞതയും മതപരമായ യാഥാസ്ഥിതികതയും കൂടെ കൂട്ടുചേരുമ്പോഴോ അവർ വളരെ പ്രബലന്മാരായിത്തീരും. അതും രാഷ്ട്രീയ അധികാരവും കൂടി കൂട്ടിച്ചേരുമ്പോഴോ ഇറ്റ് ബിക്കംസ് എ ഫോർമിഡബിൾ എനിമി. ഇത് ഓരോന്നോരോന്ന് വന്നാൽ തന്നെ നമുക്ക് യുദ്ധം ചെയ്യാൻ പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ്, കാരണം ദേ ആർ ഓൾ സ്ട്രോങ്. എന്നാൽ ഇത് 3ഉം കൂടി തോളത്ത് കൈയിട്ടുകൊണ്ട് അങ്ങനെ നിരനിരയായി വന്നു കഴിയുമ്പോൾ one factor being reiterated by or strengthened by the other factor, അങ്ങനെ വരുമ്പോൾ the task of transferring scientific knowledge to the community becomes even more hazardous, more difficult. hazardous എന്നുള്ള വാക്കാണ് ശരി, even more difficult, ഫോർമിഡബിളായി മാറുകയാണ്. ഇതിനെങ്ങനെ നമുക്ക് അതിജീവിക്കാം? ഈ പറഞ്ഞ കാര്യങ്ങളെ
കേരളത്തിൻ്റെ ചരിത്രത്തിലേക്ക് നിങ്ങളെ ഒരു ചെറിയ ഒരു ഡയഗ്രഷൻ എടുത്താൽ നമുക്ക് മനസ്സിലാവും ഹൗ കേരള ടാക്കിൾഡ് ദിസ്. കേരളം ഈസ് എ യുണീക്ക് സ്റ്റേറ്റ്, അതിനെപ്പറ്റി സംശയമൊന്നുമില്ല. നമുക്ക് സമ്പത്തൊക്കെ കുറവായിരിക്കും, സർക്കാരിൻ്റെ കാശൊക്കെ കുറവായിരിക്കും, പക്ഷേ ദ യുണീക്നെസ് ഓഫ് കേരള കനോട്ട് ബി ചാലഞ്ച്ഡ്. പല കാര്യങ്ങളിലാണത്. ഈ കേരളം എന്തുകൊണ്ടാണ് ഒരു പുരോഗമന സംസ്ഥാനമായി മാറിയത്? നമ്മൾ നവോത്ഥാനത്തെപ്പറ്റി പറയുന്നു, നമ്മുടെ പുരോഗമനാശയങ്ങളെപ്പറ്റി പറയുന്നു. ഇവിടെ സോഷ്യലിസം ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ആളുകൾ തമ്മിൽ വലിയ അകലമൊന്നുമില്ല. ഇവിടെ മനസ്സുകൊണ്ടും നമുക്ക് അകലമില്ല. അതാണ്, മനസ്സുകൊണ്ട് അകലമില്ല, സാമൂഹ്യമായ അകലമില്ല. വി ട്രീറ്റ് ഹ്യൂമൻ ബീയിങ്സ് ആസ് ഇൻഡിവിജ്വൽസ്. ഈ ഒരു അവസ്ഥയിൽ നമ്മൾ എങ്ങനെയാണ് എത്തിയത്? എവിടെ നിന്നാണ് എത്തിയത്? ഭ്രാന്താലയം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന രണ്ട് ജാതിക്കാർ തമ്മിൽ നടക്കണമെങ്കിൽ 6 അടി 8 അടി 16 അടി 32 64 അടി ഇങ്ങനെ വ്യത്യാസമാണ് കേട്ടോ ഓരോ ജാതിക്കാർ തങ്ങളിലുള്ള അകൽച്ച. അങ്ങനെ നടന്നുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് അതിൽ നിന്നെല്ലാം കുതറിമാറി നമ്മൾ ഇവിടെ എത്തിയത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ബൈ ടാക്ലിംഗ് ദീസ് 3 enemies. ഈ 3 കാര്യങ്ങളിൽ നമുക്ക് അധീശത്വം നേടാൻ സാധിച്ചത് കൊണ്ടാണ് നമ്മളിവിടെ എത്തിയത്. ഒന്ന്, അറിവ്. അജ്ഞത എങ്ങനെയാണ് നമ്മൾ നേടിയത്? വിദ്യാഭ്യാസത്തിന് കൊടുത്ത പ്രാധാന്യത്തിലൂടെ, സാക്ഷരതയ്ക്ക് കൊടുത്ത പ്രാധാന്യത്തിലൂടെ, ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് കൊടുത്ത പ്രാധാന്യത്തിലൂടെ, ഇവിടുത്തെ വർത്തമാന പത്രങ്ങളുടെ പ്രചാരണത്തിലൂടെ, ഇവിടെ സ്കൂളുകൾ സ്ഥാപിച്ചിട്ടുള്ള അനേകം മിഷനറിമാരുടെയും നല്ല മനുഷ്യരുടെയും പ്രസ്ഥാനങ്ങളുടെയും ഒക്കെ ഫലമായി എഡ്യൂക്കേഷൻ ബിക്കേം ആക്സസിബിൾ ടു പീപ്പിൾ. അങ്ങനെ ആ വിദ്യാഭ്യാസത്തിലൂടെയാണ് നമ്മൾ ഒരുപാട് അജ്ഞതകൾ, നമ്മുടെ പൂർവ്വപിതാക്കൾക്ക് സത്യമെന്ന് കരുതിയിരുന്ന ഒരുപാട് അസത്യങ്ങളെ ധിക്കരിക്കാൻ നമുക്ക് ധൈര്യം തന്നത് എന്താണ്? ഈ അറിവാണ്. സോ ഇഗ്നറൻസ് എന്ന് പറയുന്ന വലിയ ശത്രുവിനെ നമ്മൾ എതിർത്ത് തോൽപ്പിച്ചു. എങ്ങനെ? ത്രൂ പ്രോപ്പർ എഡ്യൂക്കേഷൻ. സൊസൈറ്റീസ് കമ്മിറ്റ്മെൻറ്റ് ടു എഡ്യൂക്കേഷനിലൂടെയാണ് നമ്മൾ ആ അജ്ഞതയെ ഓരോന്നിലേക്ക് പോയ ഒരു ലേഖനം എഴുതാം. എന്തൊക്കെ അജ്ഞതകൾ നമ്മൾ എങ്ങനെയെല്ലാം എതിർത്ത് തോൽപ്പിച്ചു നോക്കൾ. കാലാകാലങ്ങളിൽ എന്തെല്ലാം അജ്ഞതകൾ നിലവിലിരിക്കും, പഠിത്തമില്ലാത്തത് കൊണ്ട് മാത്രം. ഇനി രണ്ടാമത്തതിലേക്ക് വന്നാലോ, റിലീജിയസ് ഓർത്തഡോക്സി കാട്ടിക്കൂട്ടുന്ന കുഴപ്പങ്ങൾ. ഏതൊരു മാറ്റത്തെയും പിടിച്ചു നിർത്തത്തക്ക രീതിയിലുള്ള ആധികാരികത അല്ലെങ്കിൽ അധികാര ശക്തി ഈ മതങ്ങൾക്കുണ്ടല്ലോ, മതാചാര്യന്മാർക്കുണ്ടല്ലോ. മതത്തിൻ്റെ എസെൻഷ്യലിൽ പോയാൽ അവിടെ ഒരു നിരോധനമില്ല കേട്ടോ. മതത്തിൻ്റെ എസെൻഷ്യലിൽ പോയാൽ there is no difference between any of these religions if you go to fundamentals. ഫണ്ടമെൻ്റൽസിൽ പോകണം. അവിടെ പോയാൽ ഇതൊന്നും ഒരു വ്യത്യാസവുമില്ല. Even I will go to the extent of saying that essential religion and essential science do not clash. You might disagree. Essential എന്നുള്ള വാക്കിനെ ഞാൻ ക്വാളിഫൈ ചെയ്ത് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും അതിനെപ്പറ്റി തർക്കിക്കാം. ഇറ്റ് ഇസ് പ്യുവർ സയൻസ്. പക്ഷേ അവിടെ നിന്നൊക്കെ അകന്ന് യാഥാസ്ഥിതിക മനോഭാവങ്ങൾ കൊണ്ട് അജ്ഞതയും അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും എല്ലാം മതത്തിൻ്റെ പേരിൽ ഇവിടെ പ്രചരിച്ചിരുന്ന ഒരു കാലത്തെ നമ്മൾ എങ്ങനെയാണ് അതിജീവിച്ചത്? അന്നത്തെ രാഷ്ട്രീയ സ്വാധീനം കൊണ്ടല്ല. പിന്നെയോ ശ്രീനാരായണ ഗുരുവിനെ പോലെ, വാഗ്ഭടാനന്ദനെ പോലെ ഒക്കെയുള്ള വളരെ മഹത്തുക്കളായിട്ടുള്ള വിജ്ഞാനികളായിട്ടുള്ള അറിവുകൊണ്ട് ആധ്യാത്മികമായ അറിവുകൊണ്ടും പ്രാപഞ്ചികമായ അറിവുകൊണ്ടും ഇതിനെ അതിജീവിച്ച് മതമെന്നാൽ ഇതൊന്നുമല്ല, ദൈവവിശ്വാസം എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല എന്ന് നമ്മളോട് ധീരമായി പറഞ്ഞുകൊണ്ട് ഒരു ജാതി ഒരു മതം എന്നൊക്കെ പറഞ്ഞ്, അതൊക്കെ ശ്രീനാരായണ ഗുരുവിനെയൊക്കെ നമ്മൾ അഗാധമായി പഠിക്കേണ്ടതാണ്. ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നാണല്ലോ പറയുന്നത്. പിന്നെയല്ലേ മനുഷ്യനെ കൊല്ലുന്നത്? നമ്മൾ നടന്നു പോകുമ്പോൾ കാണുന്ന നഗ്നനേത്രങ്ങൾക്ക് കാണുന്ന ഏറ്റവും ചെറിയ ജീവി എറുമ്പ്. സാധാരണ ഒരു പീഡ എറുമ്പിനും വരുത്തരുത് എന്ന് പറയുന്ന അപാര കാരുണ്യം മതത്തിൻ്റേതാണെന്ന് എന്ന് പറയുമ്പോൾ ഈ മതത്തിൻ്റെ പേരിൽ നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന ഹിംസ എന്തുമാത്രം ദ്രോഹമാണ് എന്നല്ലേ ഗുരു പ്രഖ്യാപിച്ചത്. അങ്ങനെയുള്ള എത്ര പേരിലൂടെ ഗുരുവിലൂടെ, വാഗ്ഭടാനന്ദ ഗുരു ഈ പാഠ്യത്താണല്ലോ അദ്ദേഹത്തിൻ്റെ ജനനം. വടക്കൻ മലബാറിൽ മാത്രമേ അദ്ദേഹത്തെ പറ്റി കൂടുതൽ അറിയാവുള്ളൂ. ഞാൻ അദ്ദേഹത്തെ പറ്റി ഒരു ഡോക്യുമെൻ്ററി എടുത്ത ധൈര്യത്തിലാണ് വാഗ്ഭടാനന്ദനെ പിടിക്കുന്നത്. ഉണരുവിൻ, അഖിലേശനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോട് എതിർപ്പിൻ എന്നാണ്. ഈ സമൂഹത്തെ നന്നാക്കാൻ അല്ലെങ്കിൽ ഈ ആധ്യാത്മികത കൊണ്ട് എന്ത് കാര്യം എന്ന് ചോദിച്ച ഗുരുക്കന്മാരിലൂടെ, അയ്യങ്കാളിയിലൂടെ, ഒരുപാട് മനുഷ്യരിലൂടെ നമ്മൾ നേടിയതാണ് ഈ നവോത്ഥാനം. എങ്ങനെ? അജ്ഞത കൊണ്ട് നമ്മൾ ശരിയെന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങളെല്ലാം തെറ്റ് എന്ന് പറഞ്ഞുകൊണ്ട്, നിങ്ങൾക്ക് ഈശ്വരനെ ആരാധിക്കണമോ, ക്ഷേത്രത്തിൽ കയറ്റുന്നില്ലയോ, ഞാൻ നിങ്ങൾക്ക് ക്ഷേത്രം സ്ഥാപിച്ചു തരാം, അതിനെന്താ കുഴപ്പം എന്നാണല്ലോ അരുവിപ്പുറത്തെ പ്രതിഷ്ഠ പറയുന്നത്. ക്ഷേത്രം വേണോ വേണ്ടേ, അതൊക്കെ അത് വേറെ ഡയലോഗാണ്. നിങ്ങൾക്ക് ക്ഷേത്രം വേണമോ, നിങ്ങളെ ക്ഷേത്രത്തിൽ കയറ്റുന്നില്ലയോ, വൈ നോട്ട് കം ടു ദിസ് ടെമ്പിൾ, ഞാൻ നിങ്ങൾക്ക് ദൈവത്തെ സ്ഥാപിച്ചു തരാം, അല്ലെങ്കിൽ ശിവലിംഗം സ്ഥാപിച്ചു തരാം എന്ന് പറയുന്നതിൻ്റെ ആ ഒരു ധീരത. ഇങ്ങനെയാണ് കേരളം
നവോത്ഥാനത്തിലേക്ക് ഉണർന്നത്. അത് വലിയ കഥയായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർക്കുകയാണ്. പിന്നെ അന്ന് നിലവിലിരുന്ന അധികാര ശക്തികൾ, തിരുവിതാംകൂറിലും കൊച്ചിയിലുമൊക്കെ ഉണ്ടായിരുന്ന രാജാക്കന്മാർ, മലബാറിൽ ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാർ, ഇവരൊക്കെ തന്നെ ഇത്തരത്തിലുള്ള മതപരമായിട്ടുള്ള പിന്നോക്കമായ നിലപാടുകളെ ഒരു പരിധി വരെ, തിരുവിതാംകൂറിലൊക്കെ കുറച്ച് വൈകിയാണ് ക്ഷേത്രപ്രവേശന വിളംബരമൊക്കെ വന്നതെങ്കിൽ പോലും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും മറ്റുമൊക്കെ പുരോഗമനപരമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കാൻ അന്നത്തെ രാജാക്കന്മാർക്കും ഒരു പരിധി വരെ കഴിഞ്ഞു. ബ്രിട്ടീഷ് മലബാറിൽ അതിന് കുറച്ചും കൂടെ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ടാണ് കുമാരനാശാനെ പറ്റിയൊക്കെയുള്ള വിമർശനം അതാണല്ലോ. ഈ ബ്രിട്ടീഷുകാരുടെ പറ്റി നല്ലത് പറയുന്നു, അദ്ദേഹം നല്ലത് പറഞ്ഞു എന്നുള്ളതാണ്. എന്താ പറഞ്ഞത്? കാരണം മറ്റവരെക്കാളും എത്രയോ ഭേദം എന്നേ അദ്ദേഹം പറഞ്ഞുള്ളൂ കേട്ടോ. ഇവിടെ മതത്തിൻ്റെ പേരിൽ ഞങ്ങളെ തല്ലിച്ചതയ്ക്കാൻ നടക്കുന്നവരെ അപേക്ഷിച്ചിട്ട് ഈ മതത്തിന് വലിയ പ്രാധാന്യം കൊടുക്കാത്ത ബ്രിട്ടീഷുകാർ ഭേദമാണ് എന്നേ അദ്ദേഹം പറഞ്ഞുള്ളൂ. അത് പോകട്ടെ. അപ്പോൾ അങ്ങനെയാണ് ഈ 3 രിപുക്കളെ, ശത്രുക്കളെ നേരിട്ട് കൊണ്ട് കേരളം ഒരു പുരോഗമന ഒരു സംസ്ഥാനമായി മാറിയത്. അജ്ഞതയും മതപരമായ അന്ധവിശ്വാസങ്ങൾ, ഇതിനെയൊക്കെ നമ്മൾ മറികടന്നിട്ടാണ് നമ്മൾ പുരോഗമനാശയങ്ങൾ നയിക്കപ്പെടുന്ന. പിന്നെ ഏറ്റവും പ്രധാനം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിൻ്റെ ശക്തി. ഇടതുപക്ഷ പ്രത്യയശാസ്ത്രം 1930കളുടെ മധ്യത്തോടുകൂടി കേരളത്തിൻ്റെ ഈ ട്രാൻസ്ഫർമേഷൻ ഫ്രം എ ഹൈലി ഫ്യൂഡലിസ്റ്റിക് അന്ധവിശ്വാസ ജടിലമായിട്ടുള്ള ഒരു സമൂഹം എന്നുള്ളതിൽ നിന്ന് പുരോഗമനപരമായിട്ടുള്ള ആശയങ്ങളിലേക്ക്, വേർ ഇൻഡിവിജ്വൽ ഡിഗ്നിറ്റി വാസ് റെസ്പെക്റ്റഡ്, അതിലേക്ക് വന്നതിന് ഒരു കാറ്റലിസ്റ്റായത് ഇടതുപക്ഷ പ്രസ്ഥാനമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒപ്പം അന്ന് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരുന്ന സാമൂഹ്യ പരിവർത്തനത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിനും അതിനോടൊപ്പം തന്നെ ഒരു പങ്ക് വഹിക്കാനുണ്ടായി എന്നുള്ള കാര്യവും നമ്മൾ വിസ്മരിച്ചുകൂടാ. കേരളത്തിൽ കേളപ്പജിയുടെ നേതൃത്വത്തിൽ നടന്ന സമരങ്ങൾ, വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, ഇതെല്ലാം എന്താണ് വാസ്തവത്തിൽ? മതത്തിൻ്റെ പേരിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്ന അശാസ്ത്രീയമായിട്ടുള്ള അൺടെനബിളായിട്ടുള്ള ആശയങ്ങളെ നേരിടാനുള്ള കരുത്താണ് ഈ മഹാന്മാരും ഈ പ്രത്യയശാസ്ത്രവും എല്ലാം നമുക്ക് തന്നത്. അങ്ങനെ നമ്മൾ നേടിയെടുത്തതാണ് ഈ പുരോഗമന കേരളം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. എന്നാൽ ഇന്ന് ഈ കേരള നവോത്ഥാനം അങ്ങനെയാണ് അടിസ്ഥാനപരമായി ശാസ്ത്രയുക്തിയിൽ പടുത്തുയർത്തിയതാണ് കേരളത്തിൻ്റെ നവോത്ഥാനം. ഇറ്റ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ ഫോൾസ് ബിലീഫ്സ്, അന്ധവിശ്വാസങ്ങളിലോ അല്ലെങ്കിൽ ഒരു അധികാര ഘടനയിലോ ഒന്നുമല്ല. മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൽ ഡിഗ്നിറ്റിയെ ആസ്പദമാക്കിക്കൊണ്ട് ശാസ്ത്ര സത്യങ്ങളുടെ അടിസ്ഥാനത്തിൽ, ഒബ്ജക്റ്റിവിറ്റിയുടെ അടിസ്ഥാനത്തിൽ പടുത്തുയർത്തിയതാണ് കേരളത്തിൻ്റെ നവോത്ഥാനം എന്ന് പറയുമ്പോൾ ശാസ്ത്ര കോൺഗ്രസ്സിന് തീർച്ചയായിട്ടും അഭിമാനിക്കാം. അതാണ് കേരളത്തിനെ ഒരു ആധുനിക സംസ്ഥാനമാക്കി മാറ്റിയത്. ഇനി ഇന്നത്തെ കേരളത്തെ പറ്റിയല്ല ഞാൻ പറയും, ഇന്നത്തെ ഇന്ത്യയിലെ സ്ഥിതി എന്താണ്? ആർ വി ഗോയിങ് ബാക്ക്? ഇന്ന് അത്യന്തം അപകടകരമായ ഒരു കോൺസ്പിറസി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ 3 ഘടകങ്ങളും തമ്മിൽ. സമൂഹത്തിൽ സ്ഥാനം പിടിച്ച, സ്വാഭാവികമായി വിദ്യാഭ്യാസത്തിലൂടെ എല്ലാം സ്ഥാനം പിടിച്ച ശാസ്ത്ര അവബോധത്തെ പതുക്കെ കാർന്നു തിന്നുന്ന പ്രവണതകൾ നമുക്ക് കണ്ടില്ല എന്ന് നടിക്കാൻ സാധ്യമല്ല. എ ഡേഞ്ചറസ് കോൺസ്പിറസി ഓഫ് ഇഗ്നറൻസ്, റിലീജിയസ് ഫനാറ്റിസിസം ആൻഡ് പൊളിറ്റിക്കൽ പവർ. ഞാൻ നേരത്തെ പറഞ്ഞ എന്താണോ തടസ്സമായി നിൽക്കുന്നത്, ആ തടസ്സമാവുന്ന ഘടകങ്ങൾ ഇന്ന് എംബോൾഡൻ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇഗ്നറൻസും അതുപോലെ തന്നെ റിലീജിയസ് ഫനാറ്റിസിസവും എംബോൾഡൻഡ് ബൈ പൊളിറ്റിക്കൽ ഐഡിയോളജി. ഏതെല്ലാം തടസ്സങ്ങൾ അതിജീവിച്ചാണോ കേരളം നവോത്ഥാനത്തിലേക്ക് ഉണർന്നത്, ആ തടസ്സങ്ങൾ ഇന്ന് ഭാരതത്തിൽ പിന്നെയും സ്ഥാനം പിടിക്കുന്നുവോ എന്ന് അന്താളിക്കുന്നത് ഏതൊരു മാധ്യമങ്ങൾ വായിക്കുന്ന, പേപ്പർ വായിക്കുന്ന ഏതൊരു മനുഷ്യനും അന്താളിച്ചു പോകും. അത് ഈ ശാസ്ത്ര കോൺഗ്രസ്സിലല്ലാതെ എവിടെ പോയി പറയും? ദാറ്റ് ഈസ് അവർ ഇന്നത്തെ അവസ്ഥ. അതാണ് ജനകീയ പ്രതിരോധ പ്രസ്ഥാനങ്ങളെ ഇന്ന് ഈ ഒരു അവസ്ഥ അനിവാര്യമാക്കിയിരിക്കുകയാണ്. ഇന്ന് PT ഭാസ്കര പണിക്കരുടെ കാലത്തെക്കാളും വ്യത്യസ്തമായ ഒരവസ്ഥയിൽ ശാസ്ത്ര ബോധത്തിന് വലിയ ഉത്തരവാദിത്വം ഇന്ന് കൈവന്നിരിക്കുകയാണ്. പുതിയ ജനകീയ പ്രസ്ഥാനങ്ങൾ, കൗണ്ടർ ആക്ടിവിറ്റീസ് ഉണ്ടാകേണ്ട സമയമായിരിക്കുന്നു. ഒരു പുതിയ ഗ്രാസ് റൂട്ട്സ് ലെവൽ മുതൽ ആരംഭിക്കേണ്ട ഒരു സയൻസ് റെസിസ്റ്റൻസ്, അല്ലെങ്കിൽ ഈ അശാസ്ത്രീയമായ ആശയങ്ങളെ പ്രതിരോധിക്കാനുള്ള, അതിനെ എതിർക്കാനുള്ള ആന്തരിക ശക്തി നേടാനുള്ള ഒരു ഗ്രാസ് റൂട്ട്സ് മൂവ്മെൻറ്റ് ഇന്ന് ആസന്നമായിരിക്കുന്നു, അല്ലെങ്കിൽ അനിവാര്യമായിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തും ശാസ്ത്രത്തിൻ്റെ ബോധ്യത്തിൽ മാത്രം വിശ്വസിക്കാൻ കരുതുന്ന, അതിന് പ്രേരിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനം. യു ക്യാൻ ബിലീവ് എനിത്തിങ് പ്രൊവൈഡഡ് ഇറ്റ് ഈസ് വാലിഡേറ്റഡ് ബൈ സയൻസ്. നിങ്ങൾ പുതിയ ആശയങ്ങളോടൊന്നും വാതിലടയ്ക്കേണ്ട, പ്രൊവൈഡഡ് ഇറ്റ് ഈസ് വാലിഡേറ്റഡ് ബൈ സയൻസ്.
At the same time, reject all those that is not validated by science. എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം. Is it scientific? If so, yes. If not, no. എന്ന് പറയുന്ന ഒരു പുതിയ തലമുറ നമുക്ക് ഉണ്ടാകണം. കാരണം അവരെ മാത്രമേ അവരുടെ ഫോർട്ടിഫിക്കേഷനിലൂടെ മാത്രമേ നമുക്ക് അടുത്ത തലമുറയെ പിടിച്ചു നിർത്താൻ സാധിക്കുകയുള്ളൂ. അജ്ഞതയെ ചെറുക്കാനുള്ള ഒരവസരവും പാഴാക്കാതിരിക്കുന്ന ഒരു തലമുറ നമുക്കുണ്ടാവണം. ഇന്ന് കാലാവസ്ഥാ വ്യതിയാനത്തെ പറ്റിയൊക്കെ നമ്മളിന്ന് പറയുന്നുണ്ടല്ലോ. ഈ കാലാവസ്ഥാ വ്യതിയാനം എന്നൊക്കെ പറഞ്ഞത് അതിൻ്റെയൊക്കെ ശാസ്ത്രം സാധാരണ ജനങ്ങൾക്ക് പ്രാപ്യമാവണം. ഇന്ന് നമ്മൾ ശാസ്ത്രരംഗത്ത് പ്രവർത്തിക്കുമ്പോൾ ഇന്നത്തെ തലമുറയെയും നാളത്തെ തലമുറകളെയും ബാധിക്കുന്ന കാര്യങ്ങളിൽ ഒരു അന്ധമായിട്ടുള്ള നിലപാടുകൾ എടുക്കാതെ ഒരു സമൂഹത്തിന് സയൻറ്റിഫിക് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പ്രേരിപ്പിക്കുന്ന പ്രസ്ഥാനങ്ങൾ. ഇന്ന് കാലാവസ്ഥാ വ്യതിയാനം പൊള്ളയാണ്, കള്ളമാണെന്ന് പറയുന്ന ഡൊണാൾഡ് ട്രംപിനെ പോലുള്ളവർ ഇന്നും ജീവിച്ചിരിപ്പുണ്ടില്ലേ? അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ആളാണ്. കാലാവസ്ഥാ വ്യതിയാനം ഒരു സംഭവമേ ഇല്ല, അത് ആരൊക്കെ കൂടി പറഞ്ഞു പരത്തുന്നതാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഗവേഷണത്തിന് ഫണ്ട് കൊടുക്കുന്ന ആളാണ് അദ്ദേഹം. അപ്പോൾ അങ്ങനെ ഇവിടെ ആളുകളുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മുടെ ജോലി എന്താണ്? നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ കാലാവസ്ഥാ വ്യതിയാനം തന്നെയാണ്. കാലാവസ്ഥാ വ്യതിയാനം നമ്മൾ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. ആ അവബോധം, ആ പാരിസ്ഥിതിക അവബോധം നമ്മുടെ ഓരോ പ്രവൃത്തിയെയും സ്വാധീനിക്കുന്നുണ്ട്. റോഡ് വേണോ, പിന്നെ നമ്മുടെ എല്ലാ വികസന പദ്ധതികളുടെ പിന്നിലും ഒരു പാരിസ്ഥിതികമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള ഒരു പാരിസ്ഥിതിക അവബോധത്താൽ നമ്മുടെ വികസന സമീപനങ്ങളെ പുനർനിർവചിക്കാനും അതിനെ സ്വീകരിക്കാനും ഒരു തലമുറയെ സജ്ജമാക്കുക എന്ന വലിയ ജോലി ശാസ്ത്രജ്ഞന്മാർക്കും ശാസ്ത്രരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കുമുണ്ട്. ഇല്ല എങ്കിൽ നമ്മുടെ ശാസ്ത്രം കൊണ്ട് ഈ മാനവരാശിയെ പിടിച്ചു നിർത്താൻ, അവരുടെ തുടർന്നുള്ള വാഴ്വ് ഉറപ്പ് വരുത്താൻ നമുക്ക് സാധിക്കാതെ പോകും എന്നുള്ളതാണ് വാസ്തവം. ഇത് ഞാൻ പറയാൻ കാര്യം, രാഷ്ട്രീയ അധികാരത്തെപ്പറ്റി ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഹിമാലയൻ മേഖലകളിൽ ഇത്ര പരിസ്ഥിതി ലോലമായിട്ടുള്ള എക്സ്ട്രീംലി വൾണറബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഈ 8 വരി പാത ഉണ്ടാകുന്നതിൻ്റെ അപകടങ്ങൾ നമ്മൾ കണ്ടു. ഇന്നാൾ തുരങ്കത്തിൽ കുറച്ച് പേര് കുടുങ്ങിപ്പോയി. അതിനു മുമ്പ് ജോഷി മഠിലെ അതിനൊരു വാക്കുണ്ടായിരുന്നല്ലോ, ഇൻസിഡൻസ് പോലൊരു വാക്ക്, അത് താന്നു പോകുന്നതിന്. അത് താന്നു പോവുകയാണ്. കാരണം ഹിമാലയൻ പാളികളെന്ന് പറയുന്നത് വളരെ ലോലമായ, ദേ ആർ റിലേറ്റീവ്ലി യങ്. ജിയോളജിസ്റ്റുകളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. ദേ ആർ റിലേറ്റീവ്ലി യങ്. ദറ്റ് മൗണ്ടൻ റേഞ്ച് ഇറ്റ് സെൽഫ് ഈസ് എ റിലേറ്റീവ്ലി യങ് മൗണ്ടൻ റേഞ്ച്, സ്റ്റിൽ ഗെറ്റിംഗ് സെറ്റിൽഡ്. അവിടെ ഈ 6 വരി പാത വേണമോ എന്ന് ചോദിക്കാൻ ഈ രാജ്യത്തൊരാളില്ല, ആരുമില്ല. ഈ കുറച്ച് പേർ രക്ഷപ്പെടുത്തി എന്നുള്ളത് കൊണ്ട് ദാറ്റ് ഈസ് നോ ഇൻഡിക്കേഷൻ ദറ്റ് നേച്ചർ ഹാസ് ഗിവൺ യു ടു ഗോ എഹെഡ്. പ്രകൃതി അനുവദിച്ചു എന്നല്ല അതിൻ്റെ അർത്ഥം, പ്രകൃതി അനുവദിക്കുന്നില്ല എന്നർത്ഥം. ഈ ശാസ്ത്രബോധം എവിടെ പോയി? ഇന്ത്യയെ പോലെ ഇത്രയും ശാസ്ത്രജ്ഞരുള്ളൊരു രാജ്യത്ത് ഹിമാലയൻ റേഞ്ചിൽ അവിടുത്തെ ചാർധാമുകളെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇത്രയും വലിയ കട്ടിങ് ആൻഡ് ലെവലിംഗ് വേണ്ട ഒരു പാത എന്തിന് എന്ന നമ്മുടെ ശബ്ദം എവിടെയോ അനാഥമായി പോയില്ലേ? അങ്ങനെ അനുവദിക്കാൻ സാധിക്കുമോ? വെസ്റ്റേൺ ഗാർഡ്സിനെ സംബന്ധിച്ച് നമുക്ക് പറയാനുണ്ട്. എവിടെ പരിസ്ഥിതി ലോലമായിട്ടുള്ള പ്രവർത്തനം അവിടെ സ്ഥലമുണ്ടോ അവിടെയെല്ലാം ശാസ്ത്രത്തിൻ്റെ ശബ്ദം ഉയർന്നു പറക്കണം. അതിന് നമ്മുടെ ചെറുപ്പക്കാരെ സജ്ജമാക്കണം. അതാണ് പുതിയ ശാസ്ത്ര അവബോധം. അതിനുള്ള ഭീഷണികളെ ആലോചിച്ചുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് ഈ വലിയ വലിയ പ്രോജക്റ്റുകൾ എടുക്കുമ്പോൾ പാരിസ്ഥിതികമായിട്ടുള്ള വലിയ കോൺസിക്വൻസസ് ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഭരണാധികാരികൾ ആ പ്രോജക്റ്റുമായിട്ട് മുമ്പോട്ട് പോകുന്നത്? അറിവില്ലാഞ്ഞിട്ട് മാത്രമല്ല, അവരുടെ പ്രയോറിറ്റീസ് ആർ ഡിഫറെൻറ്റ്. അത് എക്സ്പോസ് ചെയ്യാൻ നമുക്ക് സാധിക്കണ്ടേ? ശാസ്ത്രവും അധികാരവുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ നമ്മൾ ഭാവിയുടെ ഭാഗത്തും ജനങ്ങളുടെ ഭാഗത്തും നിൽക്കണ്ടേ? നിൽക്കാനുള്ള ഗ്രാസ് റൂട്ട്സ് മൂവ്മെൻറ്റ് വീണ്ടും ഇവിടെ ഉണ്ടാകണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഹിമാലയൻ പരിസ്ഥിതിയെപ്പറ്റി പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ വികസനത്തിൻ്റെയും അത് നമ്മുടെ ഓരോ വ്യക്തി ജീവിതത്തിലും ഇതിൻ്റെ ഒരു മാട്രിക്സ് അല്ലെങ്കിൽ അതിൻ്റെ റെഫറൻസ് പോയിൻ്റ് നമുക്ക് സ്ഥാപിക്കാൻ സാധിക്കണം. സാധാരണ വീട്ടമ്മയോട് നമ്മളിപ്പോൾ പരിസ്ഥിതി അല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനത്തെ പറ്റി പറഞ്ഞാൽ അവർക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന പുതിയ ശാസ്ത്ര പ്രസ്ഥാനം സാധാരണ മനുഷ്യർക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ ഏറ്റവും പുതിയതായിട്ടുള്ള ശാസ്ത്രീയമായ സത്യങ്ങളെയും ഭീഷണികളെയും സാധാരണക്കാർക്ക് അഭിഗമ്യമാക്കി കൊടുക്കുക എന്ന്, അതിന് ചെറുപ്പക്കാർക്കാണ് ഏറ്റവും വലിയ പങ്കുള്ളത്. ഞങ്ങളൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ആരും കേൾക്കുകയില്ല.
ചെറുപ്പക്കാർ പറയണം. ഇൻ ദെയർ ഓൺ ലാംഗ്വേജ് യു ഷുഡ് ടോക്ക്. ഒന്ന് അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി തലത്തിലുള്ള ഗവേഷണങ്ങൾ. ഈ ഗവേഷണത്തെ പറ്റിയൊക്കെ ഒരുപാട് പറയാനുണ്ട്. ഇനി ഗവേഷണമൊക്കെ സ്വതന്ത്രമായിരിക്കുമോ എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ഈ കഴിഞ്ഞ ബജറ്റിൽ, കേന്ദ്ര ബജറ്റിൽ 1 lakh crore has been earmarked for strengthening R&D institutions in private sector. പ്രൈവറ്റ് സെക്ടറിലെ ഗവേഷണം കൊണ്ട് ദോഷമൊന്നുമില്ല. പക്ഷെ അതെല്ലാം ചില പ്രത്യേക ലക്ഷ്യങ്ങളോട് കൂടിയായിരിക്കും മിക്കവാറും ഈ ഗവേഷണങ്ങൾ എന്ന് മാത്രം. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ തകർച്ച അല്ലെങ്കിൽ അതിൻ്റെ ശക്തി കുറയുക എന്നുള്ളൊരവസ്ഥ നമ്മൾ കണ്ടതാണ്. കോവിഡ് വാക്സിൻ വികസിപ്പിച്ചത് നമ്മൾ ആദ്യം വിചാരിച്ചു, ഞങ്ങളെപ്പോലുള്ള മണ്ടന്മാർ വിചാരിച്ചു, ഈ അതിൻ്റെ പേരൊക്കെ കേട്ടപ്പോൾ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ എന്ന് കേട്ടപ്പോൾ നമ്മൾ വിചാരിച്ചത് ഒരു പൊതുമേഖലാ സ്ഥാപനമാണെന്ന് ധരിച്ചു പോയ മണ്ടന്മാരിൽ ഒരാളാണ് ഞാൻ. പിന്നീടാണ് അറിയുന്നത് ഒന്നുമില്ല, അത് സ്വകാര്യ 2 സ്ഥാപനങ്ങളാണ്. പിന്നീട് ഒരു വാക്സിൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് 800 രൂപയ്ക്ക് വിൽക്കാൻ ശ്രമിച്ചപ്പോഴും സർക്കാർ പറഞ്ഞു വിറ്റോ, നല്ലതാണെന്ന് പറഞ്ഞു. അവസാനം സുപ്രീം കോടതി പറഞ്ഞു വാക്സിനാണ്, റൈറ്റ് ടു ലൈഫാണെന്ന് പറഞ്ഞപ്പോൾ ശരി എന്നാൽ പിന്നെ വേണ്ട. അപ്പോൾ ഇവിടെ ഗവേഷണം നടത്താനായിട്ട് സ്വകാര്യ മേഖലയ്ക്ക് 1 ലക്ഷം കോടി ബജറ്റിൽ വകയിരുത്തിയിരിക്കുകയാണ്. നമുക്കതിനകത്ത് വിരോധമൊന്നുമില്ല. പക്ഷേ ഇവിടെ പൊതുമേഖലയിലും ഗവേഷണ സ്ഥാപനങ്ങൾ ഉണ്ട് എന്നും തെറ്റായിട്ടുള്ള ഗവേഷണ ഫലങ്ങൾ വരുമ്പോൾ അല്ല അത് തെറ്റാണ് ഇത് ശരിയാണ് എന്ന് പറയാൻ ഇവിടെ പൊതുമേഖലയിലെ ഗവേഷണ സ്ഥാപനങ്ങൾ ശാക്തീകരിക്കപ്പെടണമെന്നും കൂടി പറയാൻ നമുക്ക് സാധിക്കണ്ടേ? ലോകത്ത് നടക്കുന്ന ഒരുപാട് ഗവേഷണങ്ങൾ പ്രൈവറ്റ്ലി ഫണ്ടഡാണ്. പക്ഷെ അതിനൊക്കെ അവർക്ക് ലക്ഷ്യങ്ങളുണ്ട് കേട്ടോ. ഇപ്പോൾ അവരേതെങ്കിലും ഒരു മരുന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഈ മരുന്ന് ഏത് രോഗത്തിനാണോ പരീക്ഷിക്കാൻ പോകുന്നത് ആ രോഗത്തിനെപ്പറ്റി പ്രത്യേക ഗവേഷണം നടത്തി ഇത്തരത്തിലൊരു മരുന്ന് അനിവാര്യമാണെന്നും ആവശ്യമാണെന്നും സ്ഥാപിച്ചിട്ട് മരുന്ന് വരും. അങ്ങനെയാണല്ലോ പണ്ടത്തെ നാടകത്തിലെ വിദൂഷകനൊക്കെ വന്ന് പറയുന്നത് രാജാവ് എഴുന്നള്ളുന്നു പറഞ്ഞതുപോലെ ആദ്യം ഒരു ഗവേഷണം നടത്തി ഇങ്ങനൊരു മരുന്നുണ്ടായിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു എന്ന് പറയുകയും മരുന്ന് പിന്നാലെ വരികയും ചെയ്യും. അയാൾക്ക് കുറേ കാലത്തേക്ക് ഒരു കമ്പനിക്ക് പേറ്റൻറ്റ് കിട്ടുകയൊക്കെ ചെയ്യും. ഇങ്ങനെയൊക്കെ ഒരുപാട് തമാശകൾ നടക്കുന്ന കാലമാണ്. അതുകൊണ്ട് സ്വകാര്യ ഗവേഷണത്തിന് മോശമൊന്നുമില്ല. പക്ഷെ അതിനെ കൗണ്ടർ ചെയ്യാൻ പബ്ലിക് സെക്ടർ ഗവേഷണം കൂടി ശാക്തീകരിക്കപ്പെടണം എന്ന് മാത്രം. അതുപോലെ അത് ഞാൻ കൂടുതൽ പറയുന്നില്ല. പുതിയ വിദ്യാഭ്യാസ നയത്തിലുമൊക്കെ ഇനി അക്കാഡമിക് റിസർച്ച് വിൽ ബി ഗൈഡഡ് ആൻഡ് കൺട്രോൾഡ് ബൈ നാഷണൽ റിസർച്ച് കൗൺസിൽ ആൻഡ് നോട്ട് കൺട്രോൾഡ് ബൈ UGC എന്നുള്ള വാക്കും നിങ്ങൾ ശ്രദ്ധിക്കണമെന്നും വരികൾക്കിടയിൽ വായിക്കണമെന്നും മാത്രമേ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഞങ്ങളുടെ കാലത്തൊന്നും ഇല്ലാതിരുന്ന PT ഭാസ്കര പണിക്കർക്കൊന്നും ഇല്ലാതിരുന്ന ഒരു ആനുകൂല്യം എന്താണ് നിങ്ങൾക്കുള്ളത്? അദ്ദേഹത്തിനില്ലാതെ ഞങ്ങളുടെ കാലത്തില്ലാതെ പോയതാണ് സോഷ്യൽ മീഡിയ. ടെക്നോളജി ഡ്രിവൺ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന വലിയ ആനുകൂല്യം നമുക്കുണ്ട്. ഈ സോഷ്യൽ മീഡിയ ഇപ്പോഴാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഉണ്ടാകുന്നതെങ്കിൽ ദേ വുഡ് ഹാവ് ഡിപ്പെൻഡഡ് ഹെവിലി ഓൺ സോഷ്യൽ മീഡിയ, ഇല്ലേ, ഓൺ ടെക്നോളജി. എന്നാൽ അന്ന് അതൊന്നുമില്ല. നമുക്ക് യുറേക്ക പബ്ലിഷ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ, ജാഥ നടത്താനൊക്കെ പറ്റുള്ളൂ. അന്ന് അവരൊക്കെ ചെയ്തു, അതൊക്കെ ചെയ്തു. എന്നാൽ ഇന്ന് സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്തിനാണെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. ദ മോസ്റ്റ് അൺഡിസൈറബിൾ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ടു സ്പ്രെഡ് ദ മോസ്റ്റ് അൺനെസസറി, അൺഡിസൈറബിൾ, അൺസേവറി ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയും പ്രചരിപ്പിക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഒരു ഭാഗത്തൂടെ നടക്കട്ടെ. ആഫ്റ്റർ സം ടൈം ദേ വിൽ ബിക്കം സിക്ക് ഓഫ് ഇറ്റ്. എന്നാൽ ഈ മീഡിയ ചെറുപ്പക്കാർ ഉപയോഗപ്പെടുത്തണം. നമ്മളുടെ ഇൻഡിവിജ്വൽ കപ്പാസിറ്റിയിലും കളക്റ്റീവ് കപ്പാസിറ്റിയിലും ശാസ്ത്രബോധത്തെ ഈ സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. അതല്ല എന്ന് പറയാൻ ഈ സോഷ്യൽ മീഡിയയെ ചെറുപ്പക്കാർ ഉപയോഗിക്കണം. ഇൻ യുവർ ഇൻഡിവിജ്വൽ കപ്പാസിറ്റി ആസ് വെൽ ആസ് കളക്റ്റീവ് കപ്പാസിറ്റി. അതിനുള്ള ഫോറങ്ങൾ ഉണ്ടാകട്ടെ, അതിനുള്ള കളക്റ്റീവ്സ് ഉണ്ടാകട്ടെ, അതിനുള്ള ഗ്രൂപ്പുകൾ ഉണ്ടാകട്ടെ. നമ്മുടെ രാജ്യത്ത്, നമ്മുടെ പ്രദേശത്ത് എവിടെയെങ്കിലുമൊക്കെ അന്ധവിശ്വാസങ്ങളും അശാസ്ത്രീയമായിട്ടുള്ള നിലപാടുകളും ശക്തിപ്പെടുന്നുവെങ്കിൽ അതിനെതിരെ പ്രതികരിക്കാൻ നിങ്ങളുടെ അറിവും നിങ്ങളുടെ സോഷ്യൽ മീഡിയ സ്കിൽസും സധൈര്യം നിങ്ങൾ ഉപയോഗിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് ഈ PT ഭാസ്കര പണിക്കർ അനുസ്മരിക്കുന്ന ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനാണ്. ഇത്രയും പവർഫുള്ളായിട്ടുള്ളൊരു ടൂൾ ഉണ്ടായിട്ട് അതിനെ എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഞങ്ങളെക്കാളൊക്കെ അറിയാമെന്നുള്ള നിങ്ങൾക്ക് എന്തുകൊണ്ട് നമ്മുടെ ശ്രദ്ധയിൽ വരുന്ന അശാസ്ത്രീയമായിട്ടുള്ള നിലപാടുകളെ തിരുത്താനും ഈ സമൂഹത്തെ നന്നായി നയിക്കുവാനുമായി നിങ്ങളുടെ സ്കിൽസ് ഇൻ IT ആപ്ലിക്കേഷൻസ് ആൻഡ് ഈ പുതിയ ആപ്പുകളെ എല്ലാം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ പ്രതിരോധം തീർക്കണം. ദാറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി ഓഫ് യുവർ എഡ്യൂക്കേഷൻ. നിങ്ങൾ നേടിയ വിദ്യാഭ്യാസത്തിൻ്റെ ഉത്തരവാദിത്തമാണത്. അതിൽ നിങ്ങൾ ഒരിക്കലും പുറകോട്ട് പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്.
PT ഭാസ്കര പണിക്കരുടെ കർമ്മചൈതന്യം കാലോചിതമാം വിധം ഈ സമീപനങ്ങളിലൂടെ നമ്മളിലൂടെ ജീവിക്കട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ഒരു ജനതയെ കാത്തിരിക്കുന്ന ആപത്തുകളെ ശാസ്ത്രത്തിൻ്റെ ലോകത്ത് നിന്ന്, ശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിൽ നിന്ന് അന്ധവിശ്വാസത്തിൻ്റെയും ദുരാചാരങ്ങളുടെയും അനാചാരങ്ങളുടെയും ഒക്കെ ലോകത്തിലേക്ക് നമ്മളെ കൊണ്ടുപോയി എന്തിന് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഗവേഷണങ്ങളെപ്പോലും വികലമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് PT ഭാസ്കര പണിക്കരെ പോലുള്ള ഒരു ചൈതന്യവത്തായ സാന്നിധ്യത്തിൻ്റെ ഓർമ്മ നമ്മളെ നേരായ മാർഗത്തിൽ നയിക്കുവാനും എവിടെയെല്ലാം പിന്നെ സമൂഹത്തിന് വഴിതെറ്റുന്നുവോ ആ വഴി തെറ്റിക്കാൻ ഏതെല്ലാം സ്വർണ്ണമാനുകൾ ഇങ്ങനെ തുള്ളിച്ചാടി നടക്കുന്നുവോ അവിടെയെല്ലാം ധീരമായി നിൽക്കാനുള്ള കർമ്മധീരത, അറിവിൻ്റെ ധീരത നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് മാത്രമേ എനിക്ക് PT ഭാസ്കര പണിക്കരെ ഓർക്കുന്ന ഈ സമ്മേളനത്തിൽ പറയാനുള്ളൂ. ദാറ്റ് അലോൺ വിൽ ടേക്ക് us ടു ദ ഫ്യൂച്ചർ. അങ്ങനെ അല്ലാത്ത ഒരു ഭാവി കാലത്തിലേക്ക് ഈ ഇന്ത്യ നടന്നെടുക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി എ മാറ്റർ ഓഫ് ഷെയിം. ശാസ്ത്രബോധത്താൽ പ്രകാശിച്ചു നിൽക്കുന്ന മറ്റ് രാജ്യങ്ങളുടെ മുമ്പിൽ ഇവിടെ 18-ാം നൂറ്റാണ്ടിലും 19-ാം നൂറ്റാണ്ടിലും നമ്മൾ കാലുകൊണ്ട് പുറത്തു കളഞ്ഞ ആശയങ്ങളുടെ വാഴ്ത്തുപാട്ടുമായി ശാസ്ത്രത്തിൻ്റെ കുപ്പായവുമിട്ടാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ വി വിൽ ബിക്കം ദ ലാഫിംഗ് സ്റ്റോക്ക് ഓഫ് ദ വേൾഡ്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ ഉപജാപങ്ങളെ പ്രതിരോധിക്കാനുള്ള കർമ്മശേഷി നിങ്ങൾക്കുണ്ടാകട്ടെ. ഈ സയൻസ് കോൺഗ്രസ്സിൽ നിന്ന് പോകുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും എടുക്കേണ്ട നിശബ്ദമായിട്ടുള്ള പ്രതിജ്ഞ അതായിരിക്കട്ടെ. ഒരജ്ഞത കണ്ടാൽ അതിനെ പ്രതിരോധിക്കാനും പ്രതികരിക്കുവാനും എനിക്ക് സാധിക്കട്ടെ എന്നുള്ളതാകട്ടെ നിങ്ങളുടെ ഏറ്റവും വലിയ റെസൊല്യൂഷൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പ്രാതസ്മരണീയനായ PT ഭാസ്കര പണിക്കരുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ എൻ്റെ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, sir. That was Sri K.J. Kumar, retired IAS officer, Director, Institute of Management and Government, leading us through a wonderful educative, critical and scientific analysis of the current socio-environmental conditions affecting the people of India and the steps that need to be taken to lead India to a beautiful future. Now, the organizing committee would like to felicitate Sri J. Kumar by handing over a memento to him. And to do the honors, may I call upon Padma Shri M.C. Dattan, Scientific Advisor to the Chief Minister, Government of Kerala. Sir, please. Thank you, sirs. Now may I call upon Engineer Janet PJ, Scientist CWRDM, to propose a vote of thanks. Sir, please. Good evening, everyone. ആദരണീയനായ ശ്രീ PT ഭാസ്കര പണിക്കർ അവർകളെ ഓർക്കുന്ന ഈ അവസരത്തിൽ ഡോക്ടർ അജിത് പ്രഭു പറഞ്ഞ പോലെ ഏറ്റവും അനുയോജ്യനായ ഒരു വ്യക്തിത്വമാണ് നമുക്ക് ഇന്നുണ്ടായിരുന്നത്. ശാസ്ത്ര അവബോധത്തിൻ്റെ ആവശ്യകതയും യുക്തിചിന്തകളുടെയും ശാസ്ത്രത്തിൽ വിശ്വസിക്കേണ്ടതിൻ്റെയും അതുപോലെ ശാസ്ത്രവിരുദ്ധ ചിന്തകളെ പ്രതിരോധിക്കേണ്ടതിൻ്റെയും ശാസ്ത്രവിരുദ്ധ ചിന്തകൾ ഉയർത്തുന്ന വെല്ലുവിളികൾ ശാസ്ത്രീയമായ സത്യങ്ങളും ശാസ്ത്രീയമായ അറിവുകളും കൊണ്ട് തന്നെ നേരിടേണ്ടതുമായ കാലോചിതമായ ആവശ്യകതയെപ്പറ്റി നമ്മെ ഓർമ്മപ്പെടുത്തുകയും ചെയ്ത ശ്രീ K.J. ജയകുമാർ IAS സാറിനുള്ള നന്ദി 36ാമത് കേരള സയൻസ് കോൺഗ്രസിൻ്റെ ഓർഗനൈസിംഗ് കമ്മിറ്റിയുടെ പേരിലുള്ള സ്നേഹവും നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. താങ്ക് യു, സർ. അതുപോലെ PT ഭാസ്കര പണിക്കർ സാറിനെ ഓർമ്മപ്പെടുത്തുകയും ശ്രീ K. ജയകുമാർ IAS സാറിനെ നമുക്ക് പരിചയപ്പെടുത്തുകയും ചെയ്ത KSCSTയിലെ ചീഫ് സയൻറ്റിസ്റ്റ് ഡോക്ടർ അജിത് പ്രഭു സാറിനുള്ള നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുന്നു. താങ്ക് യു, സർ. ഇന്നത്തെ ഈ മെമ്മോറിയൽ ലെക്ചറിന് ഇവിടെ നമുക്ക് പല വിശിഷ്ട വ്യക്തികളും അതുപോലെ ശാസ്ത്ര സുഹൃത്തുക്കളും നമുക്ക് ഉണ്ടായിരുന്നു. എല്ലാവരോടുമുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. Thank you, sir. With that, we come to the end of this PT Bhaskara Panikkar Memorial Lecture. And the next session, we have the session for the startups, innovators, and incubators. And to welcome the gathering, Ambike, Senior Scientist, KSCST, CWRDM. Madam, please.
Good evening, all. For the last session of this day, we'll be listening to some aspiring entrepreneurs from across the state. Actually, today we have some great programs like Startup India and Make in India programs that is providing a good ecosystem for the startups to grow. And actually, this Science Congress, this Kerala Science Congress is also providing a platform for the young entrepreneurs. We have around 15 such startups who have put up their stalls in our National Science Expo. And these startups are at different levels of their business development, and they are all looking for, they are all having a same vision to develop these ideas into big business ventures, and we are also with you in your endeavors. And in this juncture, I would like to welcome all of you, each one of you present among the audience who are eagerly waiting to listen to their interesting and exciting ideas. And among these entrepreneurs who have put up their stalls over here, we have picked up 6 among them who will be presenting their ideas to you, and you can also interact with them and let us see like how they can take their ideas forward. Warm welcome to each one of you. We'll now listen to their ideas. Thank you. Thank you, ma'am. So as I said, we have 6 entrepreneurs. And now may I call upon MG University Kerala Biotechnology Commission to come up with their presentation, please. So, good evening all. Myself Gautami and this is Krishna Sri, and we are representing MG University Business Innovation and Incubation Center. We are actually under the program of Bio Entrepreneurship Certification Program under the Kerala Biotechnology Commission. Let us give you a brief introduction about us. I am an aspiring entrepreneur and I am a postgraduate in biochemistry. Currently, I am working on the anti-inflammatory Ayurvedic compression bandages in School of Nanoscience and Technology, MG University. My name is Krishna Sri. I am a MSc Biotech graduate, and I am an aspiring bio-entrepreneur, and I am working on the Enriched Microbiome Consortium for enriched biogas production. And we are getting the mentoring and incubation support by Business Innovation and Incubation Center from MG University. And Dr. Radhakrishnan, Honorable Director, BIIC, is our mentor. Okay, introducing you our product. This is my
my entrepreneurial journey. Actually, this is just in the prototype stage, and I'm working on the anti-inflammatory Ayurvedic compression bandages. It is an Ayurvedic solution for swelling. Actually, this solution came up from solving these 5 problems, because we usually face swelling when we fall down. We have this muscle damage, tendon damage, ligaments, ligament fracture and all, and the doctors will suggest to wrap around a compression bandages. Do you know why these doctors recommend a compression bandage? Because it gives a pressure. Unless a pressure is applied, this fluid will accumulate on, and this compression bandages will give an external pressure which will control this swelling. It will only give this control to the swelling and does not treat swelling. So, also other solutions include this non-steroidal injections which can cause possible damages, and steroidal drugs which has other side effects. And also, such compression bandages are so bulky and it is very travel unfriendly. So, we are coming up with this solution which is adhesive and elastic, which comes with an Ayurvedic medication which will cure inflammation. And it has this targeted drug release and other Ayurvedic herbs which will provide additional benefits. So my product have this much of highlights, like it is made from Ayurvedic ingredients, it cures swelling, and thereby it reduces swelling, it reduces pain. And it has this targeted medicinal release. It is non-messy and non-greasy, and it is 100% natural. It is adhesive and elastic and travel friendly. So that's it. Thank you. Now Krishna Sri will introduce her project. A warm good evening. My name is Krishna Sri, and I'm here to present my work that I'm currently conducting with the support of KBC and MG University. And I'm working on enriched microbial consortium, which will be a better option for getting a much better biogas production. Okay. Sustainability has become a buzzing word for everybody. And even we are focusing, every country in the world is focusing on the sustainability, and they are working towards this. And through the events I have attended, I understood that there are a lot of talented engineers, especially mechanical engineers, who are so into the field of energy, for the production of energy, but there they are missing a puzzle, which is the intervention of biotechnology. They need a support of biotechnology in their field, but they are lacking it. So as an entrepreneur, I want to be the one who will be solving that puzzle for them and collaborating with such innovators or startups who want a support from the biotechnologist. For this, as a start, I want to start with the biogas production. So for which my innovation is like in introducing an enriched culture for better biogas production for already existing and patented biogas plants. Food waste. Food waste is a major issue that we are facing today. And food waste is, with the increasing population, we are getting a lot of food waste which is dumped into landfills, and which is creating problems like methane emission, resource depletion, landfill overload, and a lot of other environmental problems. But these food waste are just a feedstock for biogas, and for the, it will be like a feedstock for producing energy for the requirement of the future. And for this, there are already existing systems like biogas and all, but the factor they are missing is a microbial consortium. And we are working on the microbial consortium which can be used by these kind of plants, for which we are trying to develop a bioformulation, not just a microbial consortium, but an enriched form which can again work more efficiently than the already existing systems. And this is what we are planning to make a product.
and we are expecting our biogas plant constructors as our customers. And as we all know that if we have strains which are already capable of giving an enrichment, further improving by giving a bioformulation, it will be really helpful for giving extra boost to the biogas plants. And we're already collaborating with one company, which is Vivifica Sustainable Solutions, and they have a patented technology for biogas plants, and currently we are working in collaboration with them for the research and also for the pilot studies. And the mentorship we get are from the BIIC from the MG University, Kottayam, and the financial support is given under the KBC and KCSTE, which is a program called Bio Entrepreneurship, which is really boosting our aspiring dream to be a bio entrepreneur. For listening to us, thank you. Next, I would like to call IVET Labs to present their theme. IVET Labs.
Sorry for that. Hi. I am Dr. Vaishak Mohan. I am actually a veterinarian come entrepreneur. ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഒരു ഇന്നോവേറ്റീവ് പ്രൊഡക്റ്റാണ്. ശരിക്കും ഞാൻ ഐവെറ്റ് ലാബ്സ് LLP എന്ന് പറഞ്ഞൊരു ലാബിൻ്റെ ഭാഗമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഒരു വെർട്ടിക്കലാണ് ഐവെറ്റ് പത്തോളജി. അതിൽ DigiDX എന്ന് പറഞ്ഞ നമ്മളൊരു പ്രൊഡക്റ്റാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. എല്ലാ ലൈഫ് സയൻസുകാർക്കൊരു റിസർച്ച്, അനിമൽ റിസർച്ച് ഉണ്ടെങ്കിൽ അവർക്ക് അറിയാവുന്നൊരു കാര്യമായിരിക്കും പത്തോളജി സ്ലൈഡ്സ്. അവർക്കത് പ്രോപ്പറായിട്ട് അത് റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ പ്രോപ്പറായിട്ടൊരു ഡിജിറ്റൽ സിസ്റ്റത്തിൻ്റെ ഒരു അഭാവം കൊണ്ടാണ് പലപ്പോഴും സംഭവിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നോർമലി ചെയ്യുന്നത് ഒരു ടിഷ്യൂ വരുന്ന സമയത്ത് നമ്മളത് സെക്ഷൻ എടുത്ത് നമ്മൾ പ്രോസസ്സ് ചെയ്ത് സ്ലൈഡാക്കി അത് പത്തോളജിസ്റ്റ് മൈക്രോസ്കോപ്പിൻ്റെ അണ്ടർ റീഡ് ചെയ്യുമായിരുന്നു. നൗ വാട്ട് വി ആർ ഡൂയിങ്, വി ആർ സ്കാനിങ് ദ എൻറ്റയർ സ്ലൈഡ്. കംപ്ലീറ്റ് ആ ഹോൾ സ്ലൈഡ് ഇമേജിങ് ചെയ്തതിന് ശേഷം അത് നമ്മുടെ ഒരു ഇമേജ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ നമുക്ക് ബാക്കിയുള്ള പത്തോളജിസ്റ്റിന് വേൾഡ് വൈഡ് എവിടെ വേണമെങ്കിലും നമുക്ക് ഷെയർ ചെയ്യാൻ സാധിക്കുന്നു. ഈ ഒരു സൊല്യൂഷനാണ് ഇത് സോഫ്റ്റ്വെയർ ബേസ്ഡ് സൊല്യൂഷനാണ്. ഞങ്ങൾ വിചാരിക്കുന്നത് എല്ലാ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഇത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഇതാണ് ഞങ്ങളുടെ ഒരു ഇമേജ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ഞാൻ അധികം ഇതിലേക്ക് പോകുന്നില്ല. ഇമേജ് ഒരു ഡെമോ കൂടി കാണിച്ച് ഞാൻ സ്റ്റോപ്പ് ചെയ്യാം. എനിക്ക് തോന്നുന്നു ഞാൻ ഓൾറെഡി ഒരുപാട് സമയം വേസ്റ്റ് ചെയ്തു. സോ ഇഫ് എനിത്തിങ് ഇസ് ദർ ജസ്റ്റ് കോൺടാക്ട് മീ. ഈ ഒരു സ്ലൈഡ് ഫോട്ടോ എടുത്ത് വെച്ചോളൂ. ഇഫ് എനിബഡി ഈസ് വാണ്ടിങ് അവർ സർവീസ്. ഓക്കെ, ഫൈൻ. ജസ്റ്റ് ഒരു ഡെമോ കൂടി കാണിച്ച് ഞാൻ സ്റ്റോപ്പ് ചെയ്യാം. ഇങ്ങനെ നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റുന്നു സ്ലൈഡുകളെല്ലാം ഒരു ആർക്കൈവ് പോലെ. ആഫ്റ്റർ ദാറ്റ് നമുക്ക് സ്ലൈഡുകൾ മൈക്രോസ്കോപ്പിൽ കാണുന്ന പോലെ നമുക്ക് സ്ക്രീനിൽ റീഡ് ചെയ്യാൻ പറ്റുന്നു. ജസ്റ്റ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഒരു മൈക്രോസ്കോപ്പിനെ നമ്മൾ ഡിജിറ്റൈസ് ചെയ്യുന്നു മാത്രം. അപ്പോൾ ലൈഫ് സയൻസ് കുട്ടികൾക്ക് അതുപോലെ അക്കാഡമീഷ്യൻസിന് നിങ്ങൾ ഒരു ഇപ്പോൾ ഞാൻ വെറ്റിനറി ആയതുകൊണ്ട് വെറ്റിനറി പത്തോളജി അല്ലെങ്കിൽ ഒരു വെറ്റിനറി പാരസിറ്റോളജി പഠിക്കുന്ന സമയത്ത് ലാബ് സിസ്റ്റംസിലൊക്കെ നമുക്ക് ടീച്ചേഴ്സ് ലാബ് സെഷൻ വരുന്ന സമയത്ത് ധാരാളം മൈക്രോസ്കോപ്പുകൾ സെറ്റ് ചെയ്യണം. അതൊക്കെ സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് കീപ്പ് ചെയ്യണമായിരുന്നു. അറ്റൻഡൻസ് ആണ് അത് ചെയ്യുന്നതെങ്കിൽ പോലും ഒരു ഹെക്റ്റിക് ആയിട്ടൊരു പ്രൊസീജിയറാണ്. പക്ഷേ ത്രൂ ദിസ് ഡിജിറ്റൈസേഷൻ ഈ പറയുന്ന എല്ലാ അക്കാഡമിക് കാര്യങ്ങളും ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനും ഇത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വരുന്ന സയൻറ്റിസ്റ്റുകളെ അതുപോലെ തന്നെ ലൈഫ് സയൻസിലെ ഗ്രാജുവേറ്റ്സിനെയൊക്കെ ലേൺ ചെയ്യിപ്പിക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നു. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. Thank you. Now may I call upon Meku Abi Global to present their theme.
ബാക്ക് ഇതല്ലേ? ബാക്ക്. ഓക്കെ, ഗുഡ് ഈവനിങ്. നമ്മളൊരു 96% ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒരു പ്രോബ്ലം കണ്ടു കഴിഞ്ഞാൽ അതിനെ ഫേസ് ചെയ്യാൻ പഠിക്കുന്ന ആൾക്കാരാണ് പൊതുവെ നമ്മൾ ആൾക്കാർ. ഒരു സ്റ്റാർട്ടപ്പിൻ്റെ ജനം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ ഹൗ ടു ഫേസ് ആൻഡ് ഹൗ ടു ഗെറ്റ് ദ ഗുഡ് സൊല്യൂഷൻ, ആ ലെവലിലാണ് സ്റ്റാർട്ടപ്പിൻ്റെ ജനം എന്ന് പറഞ്ഞത്. സ്റ്റാർട്ടപ്പ് പൊതുവേ എനിക്ക് തോന്നുന്നു ആൾക്കാർ ഒരു വേറെ രീതിയിലാണ് കാണാറ്. സ്റ്റാർട്ടപ്പിൻ്റെ പൊതുവായിട്ടുള്ളൊരു ഫീച്ചർ എന്ന് പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഒരു ഇന്നോവേറ്റീവ് ആയിരിക്കുന്ന ഒരു ഡിസ്റപ്റ്റീവ് ആയിരിക്കുന്ന കോൺസെപ്റ്റിൽ എന്തെങ്കിലും ഒരു കാര്യത്തെ നമുക്ക് സൊല്യൂഷൻ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് സ്റ്റാർട്ടപ്പ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ പൊതുവേ ഈ ഒരു കോൺസെപ്റ്റിലേക്ക് ഇപ്പം ഞാനിവിടെ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്ന ഞങ്ങളുടെ ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റിലേക്ക് കടക്കുന്ന മുമ്പിട്ട് ആക്ച്വലി കുറേ ക്വസ്റ്റ്യൻസ് എൻ്റെ മനസ്സിൽ വന്നിരുന്നു. നമുക്കറിയാം നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മിക്ക ആൾക്കാരും പറയുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു ആൻസർ ഉണ്ടാവും. ഇറ്റ്സ് മേ ബി ജോബ്, അല്ലെങ്കിൽ വീട്, അല്ലെങ്കിൽ കാറ്, സംതിങ് ലൈക്ക് ദാറ്റ്. പക്ഷേ ഇതുപോലെ ഞാൻ പറഞ്ഞ ആളായിരുന്നു. പക്ഷേ ഞാൻ പറയും ഇറ്റ്സ് ഡെഫിനറ്റ്ലി ഗുഡ് ഹെൽത്ത്. ഹെൽത്തില്ലാണ്ട് നമുക്കൊരിക്കലും ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു മേഖലയിൽ ആക്ച്വലി ഞാൻ എൻ്റെ ഒരു ഡൊമൈൻ മീൻസ് എൻ്റെ ഒരു കരിയറും അതുപോലെ തന്നെ എൻ്റെ എഡ്യൂക്കേഷൻ ഫീൽഡ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരിക്കലും ഒരു മെഡിക്കൽ ഫീൽഡ് ആയിരുന്നില്ല. ഞാൻ ഒരു മാനേജ്മെൻറ്റ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്, ഒരു മാർക്കറ്റിംഗ് ഫീൽഡൊക്കെ വർക്ക് ചെയ്യുന്ന ആളാണ്. പക്ഷേ എന്തോ ഒരു ഈ തരത്തിലുള്ള കുറേ പ്രശ്നങ്ങൾ നിലവിൽ ഉള്ള ഫീൽ ചെയ്തു. അത് സോൾവ് ചെയ്യാനുള്ള ഒരു കാര്യം എൻ്റെ ഭാഗത്ത് വന്നുകൊണ്ടാണ് ഈ ഒരു മേഖലയ്ക്ക് ഞങ്ങൾ വന്നത്. നമുക്കറിയാം ഒരു ഹെൽത്ത് കെയർ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ സർവീസുകളും സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അത് സ്ക്രീനിങ്, അതായത് നമ്മൾ ഡോക്ടറെ പോയി കൺസൾട്ട് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു മെത്തേഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് സ്ക്രീനിങ് ആണ്, രണ്ടാമത്തെ അത് ഡയഗ്നോസിസ് ചെയ്യുക, മൂന്നാമത്തെ ട്രീറ്റ്മെൻ്റ് ആണ്, നാലാമത്തെ ഫോളോ അപ്പ് ആണ്. ഈ 4 കാര്യങ്ങളാണ് ഒരു മെഡിക്കൽ ഹെൽത്ത് കെയർ സെഗ്മെൻറ്റിൽ പൊതുവായിട്ട് ട്രഡീഷണലായിട്ട് ചെയ്ത രീതി. പക്ഷേ നമുക്ക് 2 കാര്യങ്ങൾ മിസ്സിംഗ് ഉണ്ട്. ആ മിസ്സിങ് കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു പലതരം പ്രശ്നങ്ങൾ നമ്മൾ കാണാതെ പോകുന്നുണ്ട്. അതിലൊന്ന് അവെയർനെസ് ആണ്, രണ്ടാമത്തെ കണക്ടിവിറ്റിയാണ്. ഈ 2 കാര്യത്തിനും ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു മീഡിയാസോ അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള എന്ത് സൊല്യൂഷൻസും നിലവില്ലെന്ന് പറയാം. അതായത് ഒന്നല്ല, ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഒരു ഹെൽത്ത് കെയറിൽ. ഇപ്പോൾ നമുക്കൊരു നല്ല ഡോക്ടർ ഇവിടെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈസ് വെരി കൺഫ്യൂസ്ഡ്. നമ്മൾ പൊതുവേ ചോദിക്കാറുണ്ട് പല ആൾക്കാരോടും, ഇന്ന് സ്കിൻ സ്പെഷ്യലിസ്റ്റ് എവിടെ ഉണ്ട്, അല്ലെങ്കിൽ നല്ല ഓർത്തോ, എൻ്റെ മകന് ഇന്ന് വിഷയമുണ്ട്, അല്ലെങ്കിൽ മകൾക്ക് പ്രോബ്ലം ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ നൈബർക്ക് പ്രശ്നമുണ്ട്, നല്ല ഡോക്ടർ എവിടെ കിട്ടുമെന്ന് ചോദിക്കാത്ത ഒരു ദിവസം പോലും നമുക്കുണ്ടാവാറില്ല. പിന്നെ അതുപോലെ തന്നെ ഫാർമസികൾ, നമുക്ക് എന്തെങ്കിലും മെഡിസിൻസ് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ പ്രിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മെഡിസിൻ എവിടെ കിട്ടും, അതിൻ്റെ റേറ്റ് എത്രയാണ്, അതിൻ്റെ ഒരു കോമ്പോസിഷൻ എങ്ങനെയാണ്, ഇതൊന്നും നമുക്കറിയില്ല. പിന്നെ അതുപോലെ തന്നെയാണ് ഹോസ്പിറ്റൽ സർവീസുകൾ, പലതരം ഹോസ്പിറ്റൽ സർവീസ് കൊടുക്കുന്നുണ്ട്. അത് എങ്ങനെയാണ്, എവിടെയാണ്, എപ്പോഴാണ് എന്നുള്ള ഒരു കൺഫ്യൂഷൻ നമുക്ക് പൊതുവെ ഉണ്ടാവാറുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ കുറേ പെയിൻ പോയിൻറ്റ്സ് ആണ്, കുറേ പ്രോബ്ലംസ് ആണ്. അപ്പോൾ ഇതിനെ എങ്ങനെ നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റും, എങ്ങനെ നമുക്കൊരു സൊല്യൂഷൻസിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നാണ് ഞങ്ങളുടെ കമ്പനി മെഡിക്യൂ എന്ന കമ്പനി ആലോചിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി ഞങ്ങളുടെ സിസ്റ്റം ഒരു ഹെൽത്ത് കെയർ അഗ്രിഗേറ്റിംഗ് പ്ലസ് ഒരു സ്മാർട്ട് ഇക്കോ സിസ്റ്റമാണ്. അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ബഹുഭൂരിപക്ഷ ആൾക്കാർക്കും ഒരു അഗ്രിഗേറ്റീവ് എന്നൊരു വാക്ക് ഫെമിലിയർ ആയിരിക്കും. ഇപ്പോൾ ആമസോൺ, അതുപോലെ തന്നെ സ്വിഗ്ഗി, സൊമാറ്റോ, ഓയോ, ഇതൊക്കെ ശരിക്കും അഗ്രിഗേറ്ററാണ്. പക്ഷേ ഹെൽത്ത് കെയറിൽ ഒരു അഗ്രിഗേറ്റർ ഇല്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, നമുക്ക് എല്ലാ ഹെൽത്ത് കെയർ സർവീസുകളും എവിടെ എങ്ങനെ കിട്ടും എന്നുള്ള ആ ഒരു പ്രശ്നത്തെ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള അഗ്രിഗേറ്റ് നമുക്ക് നിലവിലില്ല. അങ്ങനെയാണ് ഞങ്ങൾ ഒരു ഹെൽത്ത് കെയർ അഗ്രിഗേറ്റിംഗ് എന്ന ഒരു കോൺസെപ്റ്റിൽ വന്നത്. പ്ലസ് ഞങ്ങളൊരു സ്മാർട്ട് ഹെൽത്ത് സിസ്റ്റമാണ്. അതായത് ഹെൽത്ത് കെയർ പരമായിട്ടുള്ള എല്ലാ സേവനങ്ങളും ഡിജിറ്റലൈസ് ചെയ്തിട്ട് അതിനെ എളുപ്പത്തിൽ, കാരണം ടെക്നോളജി നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പം 2 കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒന്ന് ഫാസ്റ്റ് ആയിരിക്കണം, രണ്ടാമത് സിമ്പിൾ ആയിരിക്കണം. നമ്മൾ കോംപ്ലിക്കേറ്റ് ആയിക്കഴിഞ്ഞാൽ അത് ടെക്നോളജിക്ക് എന്തില്ല, ഒരിക്കലും അതിനൊരു റിലവ് ഉണ്ടാകേണ്ടതില്ല, അതിനൊരു എന്താ പറയുക, ഒരു ഈ കാലഘട്ടത്തിൽ ആൾക്കാർ ഉപയോഗിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്താ ചെയ്യുക, സ്മാർട്ട് ഫോണിലേക്കും സ്മാർട്ട് ടെക്നോളജിയിലേക്കും നമ്മൾ പിന്നെ മാറി പോകുന്നത്. ഓക്കെ, ഇത് ഈ ഒരു ഡയഗ്രം സൂചിപ്പിക്കുന്നത് ഓൾ ഓവർ ഞങ്ങളുടെ കമ്പനിയുടെ
ടോട്ടൽ പെർഫോമൻസ് ആണ്, ടോട്ടൽ ഞങ്ങളുടെ പ്രവൃത്തിയാണ്. ഇതിൽ സെൻട്രൽ കാണുന്നതാണ് ഞങ്ങളുടെ അഗ്രിഗേറ്റിംഗ്. അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു അപ്ലിക്കേഷൻ വഴിയാണ് ഞങ്ങളിത് അഗ്രിഗേറ്റിന് ചെയ്തിരിക്കുന്നത്. ഏകദേശം 24ഓളം സർവീസുകൾ. ഫസ്റ്റ് ഞങ്ങൾ ഒരു കുറച്ച് സർവീസിൽ പഠിച്ചു, അതായത് ഡോക്ടേഴ്സ്, ഹോസ്പിറ്റൽസ്, ഫാർമസി, ലാബ്. ഇതാണ് വളരെ ഫേമസ് ആൾക്കാരുടെ ഇടയിൽ. പക്ഷേ അതല്ല, അവിടെ കൊണ്ടൊന്നും നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല ഒരു ഹെൽത്ത് കെയർ സർവീസിനെ. അപ്പം ഞങ്ങളിപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ റിസർച്ച് ചെയ്യുന്ന സമയത്ത് 24ഓളം ചെറുതും വലുതുമായിട്ടുള്ള ഒട്ടനവധി സർവീസുകളുണ്ട്. പക്ഷേ ആ സർവീസുകൾ നമ്മൾ ഉൾപ്പെടുത്താതെ ഒരിക്കലും ഒരു ഹെൽത്ത് കെയർ അല്ലെങ്കിൽ മെഡിക്കൽ സർവീസുകൾ എന്ത് ചെയ്യാൻ പറ്റില്ല, കംപ്ലീറ്റ് ആവില്ല. അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മതി, ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക, ഞാൻ പറഞ്ഞു ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക ഡോക്ടർ എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു സ്ഥലത്തു നിന്നാണ് നമ്മുടെ ഹെൽത്ത് കെയർ സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഡോക്ടറെ നമ്മൾ ബുക്ക് ചെയ്യുന്നു. ബുക്ക് ചെയ്യുന്നു പറഞ്ഞാൽ വെറും ബുക്കിംഗ് പ്ലാറ്റ്ഫോം അല്ല. ബുക്കിംഗ് പ്ലാറ്റ്ഫോം ഒരുപാട് നമ്മുടെ ഇടയിലുണ്ട്. പക്ഷേ നിലവിലുള്ള ഇപ്പം എറൗണ്ട് ഞങ്ങൾക്ക് 4800 ഡോക്ടേഴ്സ് ഇതിൽ വന്നിട്ടുണ്ട്. വരിക എന്ന് പറഞ്ഞിരിക്കുന്നത് ആ ഡോക്ടേഴ്സിന് ഒരിക്കലും ഒരു പേയ്മെൻറ്റ് കൊടുത്തോ അല്ല അവർ ഞങ്ങൾ പേയ്മെൻറ്റ് തന്നിട്ടൊന്നുമല്ല. ഏത് ഡോക്ടേഴ്സ് ആയി കഴിഞ്ഞാലും ഈ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാം. അതിൽ ഒരു പേയ്മെൻറ്റ് ഷെയറിങ്ങോ അല്ലെങ്കിൽ ടോക്കൺ എടുക്കുമ്പോഴുള്ള പേയ്മെൻറ്റ് ഷെയറിങ്ങോ ഒന്നുമില്ല. കംപ്ലീറ്റ് അവർ സർവീസിൽ കൊടുക്കുന്ന രീതിയിലാണ് ഞങ്ങളിത് അസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഡോക്ടറിൻ്റെ 43ഓളം സ്പെഷ്യാലിറ്റി നോക്കിയിട്ട്, സൂപ്പർ സ്പെഷ്യാലിറ്റി നോക്കിയിട്ട് നമുക്ക് റിയൽ ടൈം ലൊക്കേഷനിൽ ഒരു ഡോക്ടറെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ആ ടോക്കൺ അല്ലെങ്കിൽ ആ സമയം ക്രമീകരിച്ചിട്ട് നമുക്ക് അവിടെ എത്താനും ആ ഡോക്ടർക്ക് ഇപ്പം പുതിയ ജനറേഷൻ ഡോക്ടേഴ്സൊക്കെ എന്ന് പറഞ്ഞാൽ എന്തില്ല, മാൻസ്ക്രിപ്റ്റ്, അതായത് പ്രിസ്ക്രിപ്ഷൻ മാൻസ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നില്ല, അവർ ഡിജിറ്റലായി ചെയ്യുന്നത്. ആ ഡിജിറ്റൽ ചെയ്യാനുള്ള ടെക്നോളജി കൂടി ഞങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവർക്ക് ക്ലൗഡ് ബേസ് ആയിട്ടുള്ള കോമ്പോസിന് വെച്ചിട്ട് ആയിരക്കണക്കിന് മെഡിസിൻസ് ഉണ്ട്. ഈ ആയിരക്കണക്കിന് മെഡിസിൻസ് ഡോക്ടേഴ്സ് പഠിക്കേണ്ട കാര്യമില്ല. അവർക്ക് ഒരു കീവേഡ് ഉപയോഗിച്ചിട്ട് ആ കോമ്പോസിറ്റ് വെച്ചിട്ട് അവർക്ക് റിയൽ ടൈമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു പ്രിസ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ അവർക്ക് ലാബ് ടെസ്റ്റുകൾ എന്ത് ചെയ്യാം, പ്രിസ്ക്രൈബ് ചെയ്തിട്ട് സ്പോട്ട് തന്നെ ജനറേറ്റ് ചെയ്തിട്ട് ഫീസ് വാങ്ങിയിട്ട് രോഗി വിടാൻ പറ്റും. വിട്ടുകഴിഞ്ഞാൽ തീർന്നില്ല. വിട്ടുകഴിഞ്ഞാൽ നമ്മളൊക്കെ എന്ത് ചെയ്യുക, ഒരു പ്രിസ്ക്രിപ്ഷൻ കൊണ്ട് ഡോക്ടറെ ഒരു ക്ലിനിക്കിന് ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കും, പകച്ച് നിൽക്കും. ഇത് എവിടെ കിട്ടുന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യനാണ്. ഒരു പക്ഷേ 1, 2, 3 അല്ലെങ്കിൽ 10 അല്ലെങ്കിൽ ആ ജില്ലയിൽ തന്നെ ആ മെഡിസിൻ ഉണ്ടാവില്ല. അപ്പം നമുക്ക് അടുത്ത സർവീസ് ആയിട്ട് പോകുന്നത് ഫാർമസിയാണ്. ഫാർമസി ഞങ്ങൾ ചെയ്തിരിക്കുന്നത്, ഞങ്ങൾ ഒരിക്കലും ഇ കൊമേഴ്സ് ലെവലിലല്ല ചെയ്തിരിക്കുന്നത്, നിലവിലുള്ള ഫാർമസിസ്റ്റുകളെ ഏകദേശം 2.5 ലക്ഷത്തോളം രജിസ്റ്റേർഡ് ഫാർമസി ഇന്ത്യയിലുണ്ട്. ഞങ്ങളെ ലക്ഷ്യം എന്ന് പറഞ്ഞിരിക്കുന്നത് എല്ലാ ഫാർമസികളും ഇതിൽ ഓൺബോർഡ് ചെയ്യാന്നുള്ളത്. ഇപ്പം അറൗണ്ട് 6000ഓളം കേരളത്തിലെ വിവിധ ലൊക്കേഷനിലുള്ള ഫാർമസികൾ ഞങ്ങൾ ലോക്കൽ ഇതിൽ ഞങ്ങൾ ഓൺബോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവരെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്രിസ്ക്രിപ്ഷൻ ഷെയർ ചെയ്യാം. ഇപ്പോൾ ചില മരുന്നുകൾ, മെഡിസിൻ നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കാം, ആ മെഡിസിൻ അവിടെ ഉണ്ടോ എന്ന് ചോദിക്കാം. ഇല്ലെങ്കിൽ നെക്സ്റ്റ് നമുക്ക് പോകാൻ പറ്റും. അടുത്ത ഫാർമസി നമുക്ക് എന്ത് ചെയ്യാം, പോവണ്ട, വിളിച്ച് ചോദിക്കാം. വിളിച്ച് ചോദിച്ച് അവസാനം അവിടെ ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ ആ ഒരു ഫാർമസിക്ക് നിങ്ങൾക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവിടെ തന്നെ ലൊക്കേഷൻ ഉണ്ടോ, ആ ലൊക്കേഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങളുടെ ഗൂഗിൾ മാപ്പ് അവിടെ എത്തിക്കും. അതാണ് നമ്മൾ ഫാർമസി അവിടെ കണക്ട് ചെയ്യുന്നത്. പിന്നെ വരുന്നത് ഒബ്വിയസ്ലി ലാബാണ്. ലാബും ഇതുപോലെ തന്നെ പല ലാബിലും പല റേറ്റാണ്. പേഴ്സണലി എനിക്കറിയാം. ഓരോ നമ്മൾ ബ്ലഡ് ടെസ്റ്റിനും അതുപോലെ തന്നെ സ്കാനിങ്ങിന് പോയി കഴിഞ്ഞാൽ ഓരോ ലാബിലും ഓരോ റേറ്റാണ്. ഇവിടെ നമുക്ക് ആപ്ലിക്കേഷനിൽ ഓരോ ലാബിലും നമുക്ക് വാങ്ങിക്കുന്ന എമൗണ്ടുകൾ എത്രയാണെന്നുള്ളത് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവും. അതും ഈ സർവീസ് വഴി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. കൂടാതെ ആംബുലൻസ് ഞങ്ങൾ സർവേ നടത്തിയിട്ട് ഞാനിപ്പം ഇവിടെയുള്ള ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര ആൾക്കാരുടെ കയ്യിൽ ആംബുലൻസിൻ്റെ നമ്പർ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നില്ല, ഉണ്ടാവില്ല മിക്കവാറും. പിന്നെ ആൾക്കാർ പറയാം 108 ഉണ്ടെന്നുള്ളതാണ്, 108 നമ്പർ ഉണ്ടെന്നുള്ളതാണ്. പക്ഷേ 108 എന്ന് പറഞ്ഞിരിക്കുന്നത് ആകെ 344 108 വണ്ടികളാണ് കേരളത്തിൽ ഓടുന്നത്. പക്ഷേ എന്തെങ്കിലും അർജൻസി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ മുകളിലോട്ട് നിൽക്കുന്ന അവസ്ഥ ഉണ്ടാവും. ഇത് നമ്മൾ റിയൽ ടൈമായിട്ട് എല്ലാ ലൊക്കേഷനിലും കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ആ പ്രൈവറ്റ് ഗവൺമെൻറ് ആംബുലൻസുകൾ ഞങ്ങളിതിൽ അഗ്രിഗേറ്റ് ചെയ്തിട്ടുണ്ട്. റിയൽ ടൈമായിട്ട് എവിടെയാണോ നിങ്ങൾക്കുള്ളത്, നിങ്ങൾ അറിയാത്ത സ്ഥലങ്ങളിൽ പോലും നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ലൊക്കേഷനിലുള്ള ആക്റ്റീവായിട്ടുള്ള ആംബുലൻസ് നിങ്ങൾക്ക് കാണാനും കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ എൽഡേഴ്സിന് വേണ്ടിയിട്ടുള്ള സർവീസാണ് അടുത്ത് കാണിച്ചിരിക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ടുള്ള പേഷ്യൻസ് കെയർ, ഹോം നേഴ്സ്, അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ള നേഴ്സിംഗ് സർവീസൊക്കെ ഉണ്ടാവുമല്ലോ, അത് എൽഡേഴ്സിന് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. കാരണം നമ്മൾ പല ആൾക്കാരും തിരക്കുള്ള ആൾക്കാരാണ്. അപ്പം ആ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് റിയൽ ആയിട്ട് പെട്ടെന്ന് തന്നെ ഒരു ഹോം നേഴ്സിനെയോ വേണമെങ്കിൽ നമുക്ക് ഈ ആപ്ലിക്കേഷൻ വഴി കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അറൗണ്ട് നമുക്കൊരു 1300ഓളം ഹോം നേഴ്സുകളെ ഇതിലേക്ക് ഞങ്ങൾ ഓൺബോർഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നത് 24 സർവീസുകളിൽ ട്രാൻസ്പോർട്ടേഷനാണ്. ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുമ്പോൾ പല ആൾക്കാരും പല തിരക്കുള്ള സമയങ്ങളിൽ നമ്മുടെ പാരൻസിനെയോ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടപ്പെട്ട ആൾക്കാരെയൊക്കെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റാത്ത സ്ഥിതി വരും. അതിന് ട്രെയിൻ ചെയ്തിരിക്കുന്ന കുറച്ച് ഡ്രൈവേഴ്സിനെ ഞങ്ങളിലേക്ക്, ടാക്സി ഡ്രൈവേഴ്സിൽ ഇത് ഫുള്ളായിട്ടില്ല, പക്ഷേ ഞങ്ങൾ ട്രെയിൻ ചെയ്തിട്ട് ഓരോ ലൊക്കേഷനിലും ഞങ്ങൾ അവരെ അപ്പോയിൻമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക.
അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവരെ വിളിച്ചു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, നിങ്ങളുടെ പാരൻസിനെയോ അല്ലെങ്കിൽ നിങ്ങളെ വേണ്ടപ്പെട്ട ആൾക്കാരെ കറക്റ്റായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തിരിച്ച് വീട്ടിലെത്തിക്കും. അതിനുള്ള ഒരു ജസ്റ്റ് എക്സ്ട്രാ പേയ്മെൻറ്റ് അവർ കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ഇത് കാണുന്ന ഓൺലൈൻ കൺസൾട്ടേഷൻ ഉണ്ട്, അതുപോലെ തന്നെ പിന്നെ ഹോം നേഴ്സ് അറ്റ് ഹോം, അങ്ങനെ കുറേ സർവീസുകൾ അറൗണ്ട്. പിന്നെ ബ്ലഡ് ഡോണേഴ്സ്, ഒബ്വിയസ്ലി ബ്ലഡ് ഡോണേഴ്സ് നമുക്ക് റിയൽ ടൈം കണക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഇപ്പോൾ അടുത്താണ് ഈ ഹെൽത്ത് വഴി OP ടിക്കറ്റ് കൊടുത്തു തുടങ്ങിയത്, അത് ഞങ്ങളിതിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 24ഓളം, ഞാൻ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ സമയം തരില്ല. അപ്പോൾ 24ഓളം ഏറ്റവും അത്യാവശ്യമായിരിക്കുന്ന മെഡിക്കൽ സർവീസുകൾ നമുക്ക് ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ പറയുന്നത് ഒരു എല്ലാ ആൾക്കാരുടെ കയ്യിലും ഉണ്ടായിരിക്കേണ്ട ഒരു ഫസ്റ്റ് എയ്ഡ് ആപ്ലിക്കേഷനായിട്ടാണ് ഞങ്ങളുടെ അസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു ഇക്കോസിസ്റ്റം പറഞ്ഞല്ലോ, സ്മാർട്ട് ഇക്കോസിസ്റ്റം. ഈ സ്മാർട്ട് ഇക്കോസിസ്റ്റമാണ് ആക്ച്വലി ഞങ്ങളുടെ വരുമാനം. പല ആൾക്കാരും ഇവിടെ നമ്മുടെ സ്റ്റാളിട്ട സമയത്ത് പല ആൾക്കാരും ചോദിച്ച ചോദ്യമാണ്, നിങ്ങൾ ഫ്രീ ആയിട്ടാണ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. ഒബ്വിയസ്ലി ഞങ്ങളുടെ ആപ്ലിക്കേഷൻ ഫ്രീ ആണ്, അതിലൊരു പരസ്യങ്ങളോ അല്ലെങ്കിൽ വേറെ ഒരു കാര്യങ്ങളോ ഞങ്ങളത് ചെയ്യുന്നില്ല. പക്ഷേ ഞങ്ങളുടെ വരുമാനം എന്ന് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ രണ്ടാമത്തെ ഇക്കോസിസ്റ്റത്തിൽ വരുന്ന, രണ്ടാമത്തെ ഞങ്ങളുടെ ഇക്കോസിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. അതിലൂടെ വരുന്ന വരുമാനമാണ് പിന്നെ കമ്പനിയുടെ റവന്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് ഞങ്ങൾക്കൊരു മെഡിക്കൽ കാർഡ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാർഡ് സിസ്റ്റം ഉണ്ട്. അത് മൾട്ടിപ്പിൾ ബെനിഫിറ്റ് കാർഡാണ്. ഡിസ്കൗണ്ടുകൾ, അതുപോലെ തന്നെ ഇൻഷുറൻസ്, 17ഓളം കമ്പനികളിലൂടെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്, ഈ ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ട്. അതാണ് ഞങ്ങളുടെ ഫസ്റ്റ് ഞങ്ങളുടെ റവന്യൂ സോഴ്സ് എന്ന് പറഞ്ഞാൽ. രണ്ടാമത്തത് മെഡിക്കൽ സ്റ്റോർ എന്ന് പറഞ്ഞിരിക്കുന്നത് നിലവിൽ ഞങ്ങൾ ടൈപ്പ് ആയിരിക്കുന്ന മെഡിക്കൽ സ്റ്റോറിലേക്ക് ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഡിസ്ട്രിബ്യൂഷൻ ചാനൽ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള മെഡിസിൻസും അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ കൊടുക്കുന്നു. അതാണ് ഞങ്ങൾ രണ്ടാമത്തെ റവന്യൂ ചാനൽ. മൂന്നാമത്തെ മെഡിക്കൽ സ്റ്റാഫിംഗ് എന്ന് പറയുമ്പം ഇത് ഞങ്ങൾ ലാസ്റ്റ് ഓപ്പൺ ചെയ്ത ഞങ്ങളുടെ വേർട്ടിക്കലാണ്. കാരണം ഇപ്പം തന്നെ അറൗണ്ട് ഒരു പറഞ്ഞല്ലോ ഒരു 4000ഓളം 6000ഓളം പല സർവീസ് പ്രൊവൈഡേഴ്സും ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിലുണ്ട്. അപ്പോൾ അവർക്കൊക്കെ സ്റ്റാഫിംഗ് വേണം, ഡോക്ടേഴ്സിന് വേണം, നഴ്സസിന് വേണം, അതുപോലെ തന്നെ അവിടെ ലാബ് അസിസ്റ്റൻറ്റ് ആൾക്കാർ വേണം, ഫാർമസിസ്റ്റ് വേണം. ഇതൊക്കെ ഞങ്ങൾക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അതാണ് ഞങ്ങളുടെ മൂന്നാമത്തെ വേർട്ടിക്കൽ. നാലാമത്തെ ഒബ്വിയസ്ലി ERP സൊല്യൂഷൻസ്. ഞങ്ങൾക്ക് ഈ ഫാർമസി, ലാബ്, അതുപോലെ തന്നെ ക്ലിനിക്കുകൾ, അവർക്ക് വേണ്ടിയിട്ടുള്ള ബാക്ക് എൻഡ് സൊല്യൂഷൻസ് ഞങ്ങൾ കൊടുക്കുന്നത് പലതരം ERPകൾ. ഇത് മെഡിക്കൽ ടെസ്റ്റാണ്. മെഡിക്കൽ ടെസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രിവെൻറ്റീവ് കെയറിന് വേണ്ടി ഞങ്ങൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു 16ഓളം ടെസ്റ്റുകളുണ്ട്. കാരണം നമ്മൾ പലപ്പോഴും രോഗം വന്നിട്ടാണ് ചികിത്സിക്കുക. അതിന് മുമ്പേ നമുക്ക് രോഗം വരാതിരിക്കാനുള്ള, രോഗം മുൻകൂട്ടി കണ്ടെത്താനുള്ള പ്രിവെൻറ്റീവ് കെയറാണ് ഞങ്ങളുടെ മെഡിക്കൽ ടെസ്റ്റ്. ഏറ്റവും കുറഞ്ഞ രീതിയിൽ ഒരു വർഷം ഒരാൾ ചെയ്തിരിക്കേണ്ട ഒരു 16ഓളം ടെസ്റ്റുകൾ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇറ്റ്സ് ലാസ്റ്റ് വൺ ഈസ് മെഡിക്കൽ കെയർ. നമുക്ക് പലപ്പോഴും അനുഭവമുണ്ട്, ചില ഹോസ്പിറ്റലുകളിലെ സർവീസിനെ കുറിച്ച് നമുക്ക് അറിയില്ല. ഇപ്പം എന്തെങ്കിലും സർജറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിട്ടിക്കൽ ഇത് വന്നു കഴിഞ്ഞാൽ, പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഈ സർവീസ് എവിടെ കിട്ടും എന്ന് നമ്മൾ പലപ്പോഴും അന്വേഷിക്കാറുണ്ട്. ആ സർവീസാണ് ഞങ്ങൾ മെഡിക്കൽ കെയർ വെച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ അറൗണ്ട് ഞങ്ങൾ ഒരു 10-16ഓളം രോഗികളെ പല ഹോസ്പിറ്റലുകളിൽ ഞങ്ങൾ ചികിത്സിച്ച് ഭേദമാക്കി കൊടുത്തിട്ടുണ്ട്. ഇത് നോമിനൽ ഫീ, അതായത് പേഷ്യൻറ്റ് ഫ്രീ സർവീസാണ്. പക്ഷേ ഞങ്ങൾ ടൈപ്പ് ആയിരിക്കുന്ന ഹോസ്പിറ്റലുകളായിട്ടാണ് ഞങ്ങൾ ധാരണ വരുന്നത്. ഇപ്പോൾ ഇത്രയും ടോട്ടൽ ഒരു അഗ്രിഗേറ്റിംഗ് പ്ലാറ്റ്ഫോം പ്ലസ് 6 വേർട്ടിക്കലാണ് മെഡിക്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒബ്വിയസ്ലി ഏതൊരു സ്റ്റാർട്ടപ്പിന് സക്സസ് സ്റ്റോറി അല്ലെങ്കിൽ സക്സസ് റേറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ടീമാണ്. ആ ടീം പെർഫെക്റ്റ് ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു പരാജയത്തിൻ്റെ ആക്കം വളരെ കൂട്ടും. മിക്ക ആൾക്കാരും സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ട് പെട്ടെന്ന് പോകാനുള്ള കാരണം വെച്ചാൽ ടീമിൻ്റെ പ്രശ്നമായിരിക്കാം, അതിന് ഡൊമൈൻ എക്സ്പേർട്ട് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ആയിരിക്കാം. ഞങ്ങളുടെ 3 ടീമാണുള്ളത്. അതിൽ എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞിരിക്കുന്നത് മാനേജ്മെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. ലാസ്റ്റ് ഒരു 7 ഇയേഴ്സിലെ എക്സ്പീരിയൻസ് ആണ്. വ്യത്യസ്തമായ കമ്പനികൾ വർക്ക് ചെയ്ത്, അതുപോലെ മാർക്കറ്റിങ്ങിൽ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. രണ്ടാമത്തത് ഷംന, സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്, എൻ്റെ വൈഫും കൂടിയാണ്. ഏകദേശം ഒരു 8 വർഷത്തോളം ഈ സോഫ്റ്റ്വെയർ ഫീൽഡിലുണ്ട്. ഗൂഗിൾ എക്സ്പേർട്ടാണ്. പിന്നെ മൂന്നാമത് വന്നിരിക്കുന്നത് ഡോക്ടർ ഹർഷാദ്, എൻ്റെ യങ്ങർ ബ്രദറാണ്. പുള്ളിയാണ് ഇതിൻ്റെ മെഡിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതാണ് ഞങ്ങളുടെ കോർ ടീം. ഓക്കെ, ഞങ്ങളുടെ മെയിൻ മിഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഞാൻ സ്റ്റാർട്ടിങ് സൂചിപ്പിച്ചു, വിത്തൗട്ട് എ ഗുഡ് ഹെൽത്ത് വി കാൻ ഡു എനിത്തിങ്. കാരണം നമുക്ക് ചുമരില്ലാതെ ഒന്നും എഴുതാൻ പറ്റില്ല. അപ്പം നമ്മൾ പഠിക്കുന്നതും അധ്വാനിക്കുന്നതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? നല്ല ഹാപ്പിനെസ്സോട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഹാപ്പിനെസ് ജീവിക്കണമെങ്കിൽ എന്ത് വേണം? നമുക്ക് തീർച്ചയായിട്ടും നല്ലൊരു ഹെൽത്ത് വേണം. അതാണ് ഞങ്ങളുടെ മിഷൻ. ഒബ്വിയസ്ലി വിഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞങ്ങളുടെ AI, ഞങ്ങൾ പലതും AI യിലേക്ക് ഞങ്ങൾ കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ചെറിയ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ ഡോക്ടറെ പോയി കണ്ടു കഴിഞ്ഞാൽ
നമ്മൾ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ആ മെഡിസിൻ സ്പോട്ട് തന്നെ അലോക്കേറ്റ് ചെയ്തിട്ട് വിത്തിൻ സെക്കൻഡ് കൊണ്ട് രോഗിക്ക് എത്തിക്കാനുള്ള ഒരു AI ടൂൾ ഞങ്ങൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് എവിടെയെങ്കിലും മെഡിക്കൽ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ മെഡിക്കൽ ടെസ്റ്റിൻ്റെ റിസൾട്ട് കിട്ടി കഴിഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ പാരാമീറ്റർ അനുസരിച്ചിട്ട് ആ രോഗിയുടെ ആ രോഗത്തിൻ്റെ തീവ്രത പെട്ടെന്ന് തന്നെ ഒരു അലോട്ട്മെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു എന്താ പറയുക ഒരു അലേർട്ടായിട്ട് ആ രോഗിക്കും ആ ഡോക്ടറിനും അറിയിച്ചു കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിൽ വരുന്നത്. ഓക്കെ, താങ്ക് യു. Thank you, Mr. Adit, for your wonderful presentation. Now may I call upon Mr. Matthew Thomas for his presentation. Good evening, all of us. ഇന്ന് ഈ സന്ധ്യാസമയത്ത് നമുക്ക് എനർജിയെ പറ്റി ചില കാര്യങ്ങൾ ചിന്തിച്ചിട്ട് പെട്ടെന്ന് നിർത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എനർജി നമ്മുടെ ഒരു ക്രൈസിസാണ്. എനർജി ക്രൈസിസ് ആയതുകൊണ്ട് നാം പലപ്പോഴും പല എനർജി ഉണ്ടാക്കുവാനും അത് ഉപയോഗിക്കാനും ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി എൻ്റെ ഒരു അറ്റംപ്റ്റ് ആണിത്. ഈ അറ്റംപ്റ്റിൻ്റെ ഭാഗമായിട്ട് കിട്ടിയിട്ടുള്ള റിസൾട്ട് നമ്മുടെ സമൂഹത്തിന് വേണ്ടി പ്രസൻറ്റ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആദ്യമായിട്ട് തന്നെ ഞാൻ ഫിസിക്സിലെ 1-2 കാര്യങ്ങളൊന്ന് വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് നമുക്ക് എനർജിക്ക് ക്രൈസിസായിട്ട് നിൽക്കുന്നൊരു വിഷയമാണ് ഗ്രാവിറ്റി. ഗ്രാവിറ്റി എപ്പോഴും എനർജിയെ നമുക്ക് എനർജി ഉണ്ടാക്കാനും ഒക്കെ ഉള്ളൊരു തടസ്സങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ ഈ ഗ്രാവിറ്റി നമ്മളതിനെ നിയന്ത്രിച്ചാൽ ചില എനർജി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇവിടെ നമ്മുടെ യൂട്യൂബിലും മറ്റും കാണുന്നുണ്ട്, ഫ്രീ എനർജി എന്നൊക്കെ പറഞ്ഞ് കാണുന്നുണ്ട്. എൻ്റെ ഈ കണ്ടുപിടുത്തം ഫ്രീ എനർജിയൊന്നുമല്ല, എനർജി ഉണ്ടാക്കാനോ നശിപ്പിക്കാനോ പറ്റില്ല എന്നുള്ളത് സത്യമാണ്. എന്നാൽ ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഫിസിക്സിൻ്റെ ഒരു പുസ്തകത്തിൽ എഴുതിയേക്കുന്നത് if the gravitational attraction of the earth were absent and the stone would have continued to move in the horizontal direction shown in the figure with a uniform speed. ഇവിടെ നമ്മളൊരു സ്റ്റോണോ ഒരു ജാവലിനോ ഒരു ഫുട്ബോൾ അടിച്ചു വിടുകയോ ഒക്കെ ചെയ്യുമ്പോഴേ അത് വളഞ്ഞു പോകുന്നതായിട്ട് നാം കാണുന്നുണ്ട്. ഇത് ഗ്രാവിറ്റേഷൻ അട്രാക്ഷൻ്റെ ഫലമായിട്ടാണ്. ആയതിനാൽ ഇങ്ങനെ പോകുന്ന ഈ ഗ്രാവിറ്റേഷൻ അട്രാക്ഷനെ നമ്മളൊരു സാധനത്തെ ഉയർത്താനോ അല്ലെങ്കിൽ അതുകൊണ്ടൊരു എനർജി ഉണ്ടാക്കാനോ നമുക്ക് തടസ്സങ്ങളായിട്ട് നിൽക്കുന്നു. അതിൽ നിന്നും എനിക്ക് ഉരുത്തിരിഞ്ഞ് വന്നൊരു എൻ്റെ ചിന്താമണ്ഡലത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നൊരു സാധനമാണ് സൈഫൺ സിസ്റ്റം എന്നുള്ള സമ്പ്രദായം. നമ്മുടെ സൈഫൺ എന്ന് പറയുമ്പോഴേ നാം എല്ലാവരും തഴഞ്ഞിട്ടിരിക്കുന്ന ഒരു സാധനമാണ്. നമ്മൾ ഉപയോഗിക്കുന്ന സൈഫൺ ഉപയോഗിക്കുന്നത് 1-2 ഭാഗങ്ങളാണ്. ഒന്ന് മണ്ണെണ്ണ പുറത്തെടുക്കാനായിട്ട് ഉപയോഗിക്കുന്നു, മറ്റൊന്ന് നാട്ടിലുള്ള പാറമടയിൽ നിന്നൊക്കെ വെള്ളം പുറത്തെടുക്കാൻ ഉപയോഗിക്കുന്നു. ഈ സൈഫണിലൊരു ദോഷമെന്ന് പറയുന്നത് അതിൻ്റെ സെയിം ലെവലിൽ മാത്രമേ ലെവലിൽ നിന്ന് താഴേക്ക് മാത്രമേ വാട്ടർ ലെവലിൻ്റെ താഴേക്ക് മാത്രമേ വെള്ളം നമുക്ക് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. ആയതിനാൽ അതിൽ നിന്നും എൻ്റെ നോട്ടത്തിൽ ഞാനതിൽ നിന്നൊരു കാര്യം എടുക്കുകയുണ്ടായി. ഈ സൈഫണെ നമ്മൾ അതിൻ്റെ താഴേക്ക് പോകുന്നു താഴേക്കാണ് എപ്പോഴും അതിൻ്റെ ആക്ച്വൽ ലെവലിൽ നിന്ന് താഴേക്ക് വെള്ളം പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ അതിന് താഴേക്കൊരു ഡൗൺ ഏരിയ കിട്ടണമെന്നുണ്ടെങ്കിൽ ഭൂമിയുടെ കർവച്ചറിനെ എന്തുകൊണ്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്തുകൂടാ എന്നുള്ളൊരു ചിന്തയാണ് എന്നെ ഭരിച്ചത്. ഈ ഭൂമിയുടെ കർവച്ചറിനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ ഭൂമിയുടെ കർവച്ചർ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഉണ്ടോ, നമ്മുടെ വാട്ടർ ലെവലിൽ കർവച്ചർ ഉണ്ടോ എന്നൊക്കെ നമുക്ക് വലിയ ആശങ്കയുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൻപുറങ്ങളിലുള്ള ജലാശയങ്ങളിലും നദികളിലൊക്കെ കർവച്ചർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് എല്ലാവരും പറയും ഒന്നില്ലെന്ന് പറയും. നമ്മൾ കാണുന്നത് നിരന്ന് ഒരേ ലെവലിൽ ഹൊറിസോണ്ടലുള്ള വെള്ളമാണ് കാണുന്നത്. എന്നാൽ സമുദ്രതീരത്ത് നാം പോയി നോക്കുമ്പോൾ കാണുന്നത് സമുദ്രം കർവച്ചറായിട്ട് നിൽക്കുന്നതാണ് കാണുന്നത്. ഞാനതിൽ നിന്ന് മനസ്സിലാക്കിയത് സമുദ്രത്തിലുള്ള അതേ കർവച്ചർ തന്നെ
നമ്മുടെ നദികളിലും ഉണ്ടെന്നുള്ളതാണ് എൻ്റെ കുറേ നാളുകളായിട്ടുള്ള നിരീക്ഷണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ആ നിരീക്ഷണത്തിൽ നിന്നും ഈ സൈഫണെ നമ്മൾ പ്രവർത്തിപ്പിക്കണമെങ്കിൽ ഈ കർവച്ചർ നമ്മൾ യൂട്ടിലൈസ് ചെയ്താൽ പറ്റും എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ നമ്മുടെ പ്രദേശങ്ങളിൽ എൻ്റെ നാട് തിരുവല്ലയാണ്. തിരുവല്ല പ്രദേശങ്ങളിൽ 2000 അതിന് മുമ്പേ ഒരു കാര്യം പറഞ്ഞോട്ടെ. 2000 അവിടെ പറയാൻ തുടങ്ങിയപ്പോഴാണ് ആ കാര്യം ഓർത്തത്. ഞാൻ ഈ കണ്ടുപിടുത്തം നമ്മുടെ മുഖ്യമന്ത്രി അറിയിക്കുകയുണ്ടായി. മുഖ്യമന്ത്രി അത് വാട്ടർ അതോറിറ്റിക്ക് ട്രാൻസ്ഫർ ചെയ്തു. വാട്ടർ അതോറിറ്റി ഒരു 10ഓളം എൻജിനീയേഴ്സിൻ്റെ മുന്നിൽ ഞാനിത് പ്രസൻറ്റ് ചെയ്തു. അവരെന്നോട് പറഞ്ഞത്, നിങ്ങളിതിൻ്റെ ബെഞ്ച് മാർക്ക്, അതായത് വാട്ടർ ലെവലിൻ്റെ ബെഞ്ച് മാർക്ക് കളക്ട് ചെയ്ത് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കി. ഞാനങ്ങനെ ഒരു ബെഞ്ച് മാർക്കിനെ പറ്റി ചിന്തിച്ചിരുന്നില്ല. എൻ്റേതായ കുറേ അസംഷൻസ് മാത്രമേ ഞാൻ അതിനകത്ത് എടുത്തിരുന്നുള്ളൂ. എൻ്റെ അസംഷൻസ് വെച്ചുകൊണ്ടാണ് ഞാനിതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. എന്തായാലും വാട്ടർ അതോറിറ്റിയിലെ എൻജിനീയേഴ്സ് പറഞ്ഞനുസരിച്ച് ഞാൻ ആ ബെഞ്ച് മാർക്ക് തിരക്കിപ്പോയി. അവർ പറഞ്ഞ് നമ്മുടെ നാട്ടിൻ പുറമെ ചില പാലങ്ങളിലും റെയിൽവേ ലൈനുകളിലും ഈ ബെഞ്ച് മാർക്ക് കിടപ്പുണ്ടെന്ന് പറഞ്ഞ് ഞാൻ ആ ബെഞ്ച് മാർക്ക് തിരക്കി പോയപ്പോൾ ഞങ്ങളുടെ തിരുവല്ല ഭാഗത്ത്, തിരുവല്ല, ചെങ്ങന്നൂർ, ചങ്ങനാശ്ശേരി, കോട്ടയം ഭാഗങ്ങളിലുള്ള റെയിൽവേ ലൈനുകളിൽ ഈ ബെഞ്ച് മാർക്ക് കിടപ്പുണ്ട്. 1962 ഒരു വലിയ വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു. ആ വെള്ളപ്പൊക്കം ഞാൻ ആ വെള്ളപ്പൊക്കത്തെ ഓർക്കുന്നുണ്ട്. അന്ന് എനിക്ക് 5 വയസ്സ് പ്രായമായിരുന്നു. ഞാൻ ആ വെള്ളപ്പൊക്കം ഓർക്കുന്നുണ്ട്. അത് 18-ലുണ്ടായ വെള്ളപ്പൊക്കം തന്നെ നല്ല ലെവലിൽ ഉയരുകയുണ്ടായി. എന്ന് പറഞ്ഞ പോലെ 18-ലെ വെള്ളപ്പൊക്കത്തിനെ പറ്റിയും ഈ ബെഞ്ച് മാർക്ക് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ബെഞ്ച് മാർക്കിലുള്ള വ്യത്യാസം നമ്മൾ നോക്കുമ്പോൾ ആ വ്യത്യാസം ഭൂമിയുടെ കർവച്ചറുമായിട്ട് താരതമ്യം പ്രാപിച്ച് വരുന്നതായിട്ട് കാണുന്നു. ചങ്ങനാശ്ശേരിയിൽ ഉള്ള ബെഞ്ച് മാർക്കല്ല, ബെഞ്ച് മാർക്കിനേക്കാളും ഉയർന്നാണ് തിരുവല്ലയിൽ കാണുന്നത്. തിരുവല്ലയിലുള്ള ബെഞ്ച് മാർക്കിനേക്കാളിലും ഉയർന്നാണ് തിരുവല്ല അപ്പുറമുള്ള കുറ്റൂർ, അതുപോലെ ചെങ്ങന്നൂർ ഭാഗങ്ങൾ കാണുന്നത്. അപ്പം ഇതിൻ്റെ വെള്ളം ഞാൻ ഉദാഹരണം പറഞ്ഞാൽ അത് നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് നമ്മൾ പറയുമ്പോഴേ, ചങ്ങനാശ്ശേരിയിൽ വെള്ളം ഉയരുന്നത് 1.6 മാത്രമാണ്, 6 മീറ്റേഴ്സ്. എന്നാൽ തിരുവല്ലയിൽ വെള്ളം ഉയരുന്നത് 5 മീറ്റർ മുതൽ 10 മീറ്റർ വരെ വെള്ളം ഉയരുന്നുണ്ട്. 5 മീറ്റർ ദൂരം കൂടുന്തോറും ഇത് കൂടിക്കൂടി പോവാണ്. അവിടുന്ന് കുറ്റൂർ എന്ന് പറഞ്ഞ റെയിൽവേയിൽ ചെല്ലുമ്പോൾ അത് 14 മീറ്ററായിട്ട് മാറുന്നു. ചെങ്ങന്നൂർ പോകുമ്പോൾ അത് 18 മീറ്ററായിട്ട് മാറുന്നു. അവിടുന്ന് വീണ്ടും റാന്നിയിലേക്ക് പോകുമ്പോൾ റാന്നിയിലത് 20 മീറ്ററായിട്ട് കാണുന്നു. അപ്പം വെള്ളം, നമ്മൾ പഠിച്ചിട്ടുള്ള വെള്ളം ഒരേ ലെവലിൽ നിൽക്കുന്നതാണ്. വെള്ളം ഒരേ ലെവലിൽ നിൽക്കുന്നെങ്കിൽ ഈ വേരിയേഷൻ എങ്ങനെ ഉണ്ടായി? വേനൽക്കാലത്ത് ചങ്ങനാശ്ശേരിയിൽ വെള്ളം ഈ 1.5 മീറ്റർ ഉയർന്നത് ഏതാണ്ട് 1 മീറ്ററോളേ താഴുന്നുള്ളൂ. അത് റാന്നിയിൽ 20 മീറ്റർ ഉയർന്നെങ്കിൽ ഏതാണ്ട് 19 മീറ്ററോളം താഴേക്ക് താഴുന്നതായിട്ട് കാണുന്നു. ഈ 19 മീറ്ററിൽ നിന്നും വെള്ളം ചങ്ങനാശ്ശേരിയിലേക്ക് ഒഴുകുന്നത് താഴ്ചയിൽ നിന്ന് ഉയരത്തിലേക്കാണ് ഒഴുകുന്നത്. ഒരുപക്ഷെ എല്ലാവരും ചിന്തിക്കും, എങ്ങനെയാണ് താഴ്ചയിൽ നിന്ന് ഉയരത്തിലേക്ക് വെള്ളം ഒഴുകുന്നത്? താഴ്ചയിൽ നിന്ന് ഈ 19 മീറ്റർ റാന്നിയിൽ നിന്നും, റാന്നിയിലുള്ള താഴ്ചയിൽ നിന്നും വെള്ളം നേരെ ചങ്ങനാശ്ശേരി, കിടങ്ങറ, അതുപോലെ പള്ളാത്തുരുത്തി, നമ്മുടെ നെടുമുടി ഭാഗത്തേക്ക് ഈ വെള്ളം ഒഴുകുകയാണ്. പിന്നെ നമ്മൾ ചിന്തിക്കുമ്പോഴേ അങ്ങനെ സംഭവിക്കില്ല എന്ന് പെട്ടെന്ന് എല്ലാവരും പറയും. എന്നാൽ ഈ അടുത്ത കാലത്താണ് ഞാൻ മനസ്സിലാക്കിയത്. എനിക്കൊരു ചാർട്ട് കിട്ടി, ആ ചാർട്ടിലൂടെ കാണിക്കാം. അത് നമ്മുടെ നെറ്റിൽ നിന്ന് എടുത്താണ്. നമ്മുടെ നൈൽ നദി ഉയരത്തിലേക്ക് ഒഴുകുമോ എന്നൊരു ചോദ്യം നെറ്റിൽ നിന്ന് ഞാൻ എടുത്തു. ഇതും പ്രകാരം നൈൽ നദിയുടെ അവിടുത്തെ ഓൾട്ടിറ്റ്യൂഡ് പറയുന്നത് 800 മീറ്ററോളം ഹൈറ്റിൽ നൈൽ നദി വളഞ്ഞൊഴുകുന്നു എന്നാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അത് നെറ്റ് കിടപ്പുണ്ട്, ആർക്കും വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. ഈ 800 മീറ്റർ ഉയരത്തിൽ നൈൽ നദി ആ കർവച്ചറിൽ കൂടെ ഒഴുകി പോകുന്നതായിട്ട് അവിടെ നമുക്കത് കാണാൻ സാധിക്കും. അങ്ങനെ ഇതേ സമ്പ്രദായം തന്നെ നമ്മുടെ നാട്ടിൻപുറത്തിലെ നദികളുമുണ്ട്. എന്നെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അപ്പം ഈ കർവച്ചറിലേക്ക് നമ്മുടെ സൈഫണിനെ ഇതേ രീതിയിൽ, ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് കാണത്തില്ലായിരിക്കാം, സൈഫണിനെ നമ്മളവിടെ വെക്കുകയാണെങ്കിൽ ഈ കർവച്ചറിൽ കൂടെ താഴേക്ക് സ്ലോപ്പായിട്ട്, അല്ലെങ്കിൽ ഹൊറിസോണ്ടലായിട്ട് സ്വല്പം വിഷമമായിരിക്കും, അല്പം കൂടെ താഴ്ത്തി കൊടുത്ത് സ്ലോപ്പായിട്ട് നമുക്ക് താഴ്ന്ന പ്രദേശത്തേക്ക് കൊണ്ടുപോകും. അതിന് എക്സാമ്പിളായിട്ടുള്ളൊരു പ്രദേശം ഞാൻ പറഞ്ഞുതരാം. ഞങ്ങളുടെ തിരുവല്ലയിൽ നിന്നും ഈ സൈഫൺ സിസ്റ്റം വയ്ക്കുകയാണെങ്കിൽ, സൈഫൺ സിസ്റ്റത്തിനുള്ള പ്രത്യേകത ഒന്നുകൂടെ പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, എങ്കിലും 10 മീറ്ററോളം ഹൈറ്റിൽ ഇത് വെള്ളം ഉയർത്താൻ പറ്റും. അതേ 10 മീറ്റർ വീണ്ടും താഴേക്ക് താഴ്ത്തിയിട്ട് ഹൊറിസോണ്ടലായിട്ട് സ്ലോപ്പായിട്ട് ഇത് താഴ്ന്ന പ്രദേശത്തേക്ക് പോവുകയാണ്. അങ്ങനെ ഈ സൈഫൺ സിസ്റ്റത്തെ
തിരുവല്ലായിൽ നിന്ന് വെച്ച് കിലോമീറ്റർ കണക്കിനാണ് ഇതിൻ്റെ പോകുന്നത്. തിരുവല്ലായിൽ നിന്നും വെണ്ണിക്കുളം വഴി പാളക്കുഴി ചുഴന വഴി പോയാൽ ഈ പ്രദേശം അവിടെ മലയിടുക്കാണ്. ആ മലയിടുക്കിൽ കൂടെ റാന്നിയിലേക്ക് വെച്ചാൽ റാന്നിയിൽ ഏതാണ്ട് 300 മീറ്ററിലധികം ഹൈറ്റ് അവിടെ നമുക്ക് കിട്ടും. അവിടെ നമുക്ക് ഈ സിസ്റ്റം വെച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാമെന്നുള്ളതാണ് എൻ്റെ നിരീക്ഷണത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഇതൊരു വലിയ സിസ്റ്റമായതിനാൽ വാട്ടർ അതോറിറ്റിയിലെ എഞ്ചിനീയേഴ്സ് പറഞ്ഞു ഇതൊരു വലിയ ഹ്യൂജ് സിസ്റ്റമാണ്, അത് അതിനുള്ള സാമ്പത്തികം നമുക്കില്ല എന്നൊക്കെ പറഞ്ഞു. ഓക്കെ. അതുകൊണ്ട് ഈ സിസ്റ്റം നടപ്പാക്കാൻ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞ് അവരതിനകത്ത് ഇതിനെ പെൻഡിങ് വെച്ചിരിക്കുകയാണ്. അത് ഇങ്ങനൊരു സിസ്റ്റം നമുക്ക് ഉപയോഗിച്ചാൽ വെള്ളം കൃഷിക്ക് ഉപയോഗിക്കുകയും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ പറ്റിയൊരു സിസ്റ്റമായിട്ട് ഞാനിതിവിടെ പ്രസൻറ്റ് ചെയ്യുകയാണ്. ഓക്കെ, താങ്ക് യു. Thank you, Mr. Matthew Thomas. Now may I call upon Zygene Biotechnologies Private Limited. And the speakers, please don't you just have 8 minutes for you to present your theme. Thank you. Good evening to all. എൻ്റെ പേര് ആതിര. I'm on behalf of Scisol Biotechnologies. ഞങ്ങൾ ലൊക്കേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചി കിൻഫ്രേൻ്റെ ഉള്ളിലാണ് ഞങ്ങൾ ലൊക്കേറ്റ് ചെയ്യുന്നത്. ഞങ്ങളുടെ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് 2019 ഞങ്ങളുടെ CEO ഡോക്ടർ റിഷാദ് സാറാണ്. കമ്പനീൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ബീഡ് ബേസ്ഡ് ആയിട്ടുള്ള ന്യൂക്ലിക് ആസിഡ് എക്സ്ട്രാക്ഷൻ കിറ്റ്സ്, അതേപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റ് ഇൻവിട്രോ അസേസ് കിറ്റ്, പിന്നെ ഞങ്ങൾക്ക് എന്ന് വെച്ചാൽ ബയോ സർവീസാണ് മെയിനായിട്ടുള്ളത്. ഒരു റിസർച്ചേഴ്സ് മെയിനായിട്ട് ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ടൈം, കോസ്റ്റ് കാര്യങ്ങൾ അവരുടെ ആ റിസർച്ചിൻ്റെ സമയത്ത് പ്രോബ്ലം ആയിരിക്കും. ഒരു ന്യൂക്ലിക് ആസിഡ് എക്സ്ട്രാക്ഷൻ ചെയ്യണമെങ്കിൽ നോർമലി ഒരു 1 hourന് മുകളിൽ എന്തായാലും എടുക്കും. ബട്ട് ഞങ്ങളുടെ മാഗ്നറ്റിക് ബീഡ് ബേസ്ഡ് എക്സ്ട്രാക്ഷൻ കിറ്റ്സ് എന്ന് പറയുമ്പം അത്രയും ടൈം എടുക്കില്ല. വിത്തിൻ 30 minutes നമുക്ക് എക്സ്ട്രാക്ഷൻ ചെയ്യാൻ പറ്റും. സോറി, സ്ലൈഡ് മാറുന്നില്ല. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവിട്രോ അസേസ് കിറ്റാണ് നമുക്ക് വരുന്നത്. ആൻറ്റി ഓക്സിഡൻറ്റ്, അതായത് DPPH അസേ, ഫ്രാപ്പ് അസേ, പിന്നെ ടോട്ടൽ ആൻറ്റി ഓക്സിഡൻറ്റ് കപ്പാസിറ്റി, സൂപ്പർ ഓക്സൈഡ് സ്കാവഞ്ചിങ് കപ്പാസിറ്റി അസേസ് ചെയ്യുന്ന ഇൻവിട്രോ അസേസ് കിറ്റ്സ് ആണ് വരുന്നത്. അതിലാണെങ്കിലും ഇപ്പോൾ നമുക്കൊരു DPPH അസേ കിറ്റ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആൻറ്റി ഓക്സിഡൻറ്റ് കിറ്റ് നമ്മൾ ചെയ്യണമെങ്കിൽ DPPH അല്ലെങ്കിൽ ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് കിറ്റ്സ് നമ്മൾ ചെയ്യണമെങ്കിൽ അതിൻ്റെ കെമിക്കലിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് എത്രത്തോളാണെന്ന് നമുക്ക് മനസ്സിലാവും. കാരണം നിങ്ങൾ റിസർച്ചേഴ്സാണ്, നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ നമ്മളൊരു കിറ്റ് ചെയ്യുന്ന സമയത്ത് ആ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ടൈം സേവിങ് ആയിട്ടാണ് നമ്മളത് ചെയ്തു വെച്ചേക്കുന്നത്. 4000 rupees കിറ്റ്സിന് വരുന്നത്. നമുക്ക് 20 റിയാക്ഷൻസ് ടെസ്റ്റ് ട്യൂബിലാണെങ്കിലും മൈക്രോ ടൈറ്റർപ്ലേറ്റിലാണെങ്കിൽ 200 essays വരെ ചെയ്യാൻ പറ്റും. മാഗ്നറ്റിക് ബീഡ് ബേസ്ഡ് DNA എക്സ്ട്രാക്ഷൻ കിറ്റ്സ് എന്ന് പറയുമ്പം നോർമലി ഒരു കൺവെൻഷണൽ DNA ഐസൊലേഷൻ നമുക്ക് ചെയ്യണമെങ്കിൽ എത്രയോ പ്രൊസീജിയേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കൂടുതലാണ്. എത്രയോ പ്രാവശ്യം നമുക്ക് സെൻട്രിഫ്യൂഗേഷനും കാര്യങ്ങളും വേണ്ടി വരും. ബട്ട് നമ്മുടെ മാഗ്നറ്റിക് ബീഡ് ബേസ്ഡ് DNA എക്സ്ട്രാക്ഷൻ കിറ്റ് വരുമ്പം 4 steps മാത്രമേ വരുന്നുള്ളൂ. അതായത് അതിൻ്റെ ലൈസിസ്, അതിൻ്റെ ബൈൻഡിങ്, പിന്നെ ഒരു വാഷിംഗ് സ്റ്റെപ്പ്, ഒരു എല്യൂഷൻ സ്റ്റെപ്പ്. കിറ്റിൽ അത്രയും കെമിക്കൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. വിത്തിൻ 30 minutes നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്യുപ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ കൂടുതൽ നമുക്കൊന്നും ആവശ്യമില്ല. കിറ്റിൻ്റെ കൂടെ ഒരു മാഗ്നറ്റിക് ബീഡ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അതിൽ വെച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. പിന്നെ ഞങ്ങളുടെ പ്രൊഡക്റ്റ് റേഞ്ച് എന്ന് പറയുമ്പം ഈ ന്യൂക്ലിക് ആസിഡ് എക്സ്ട്രാക്ഷൻ കിറ്റിൽ ബ്ലഡ് DNA എക്സ്ട്രാക്ഷൻ കിറ്റ്,
plant and algae, cells and tissue, saliva, microbial DNA, environmental, fecal DNA, bacterial RNA extraction kits ഇത്രയൊക്കെയാണ് വരുന്നത്. ആൻറ്റി ഓക്സിഡൻറ്റ് കിറ്റ്സിൻ്റെ കേസിലാണെങ്കിൽ ABTS assay kit, DPPH assay kit, total antioxidant capacity, FRAP, hydroxyl radical scavenging assay, lipid peroxidation, nitric oxide scavenging, superoxide scavenging, total phenolic, total flavonoid assays ആണ് വരുന്നത്. പിന്നെ ഉള്ളത് മെയിൻ ഫോക്കസ് എന്ന് വെച്ചാൽ ബയോ സർവീസസ് ആണ്. അതായത് റിസർച്ചേഴ്സിന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഓർഗനൈസേഷനിൽ എല്ലാ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളും എല്ലാം ചെയ്തെടുക്കാൻ പറ്റണമെന്നില്ല. സോ അവരുടെ വർക്ക് അതിപ്പം എക്സാമ്പിളായിട്ട് ഇപ്പോൾ DNA ഐസൊലേഷൻ പ്യൂരിഫിക്കേഷൻ, ഇപ്പം മെറ്റാജീനോമിക്സ് വർക്ക്സ്, അതേപോലെ സെൽ കൾച്ചർ സർവീസസ്, അങ്ങനത്തെ സർവീസസും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിലാണ് ഇപ്പം DNA ഐസൊലേഷൻ ആൻഡ് പ്യൂരിഫിക്കേഷൻ, NGS, മെറ്റാജീനോമിക് സൊല്യൂഷൻ, ജീൻ ഐഡൻറ്റിഫിക്കേഷൻ, ജീൻ എക്സ്പ്രഷൻ, DNA ബാർകോഡിംഗ്, മോളിക്കുലർ ഡോക്കിംഗ്, മോളിക്കുലർ ഫൈലോജനി, പിന്നെ വേറെ സർവീസസ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ഫോർമുലേഷൻ, നാനോ ഫോർമുലേഷൻ, ബയോ ആക്ടിവിറ്റി സ്റ്റഡീസ്, ഡോസേജ് ഒപ്റ്റിമൈസേഷൻ, അങ്ങനത്തെ വർക്ക്സ്. പിന്നെ സെൽ കൾച്ചർ അസേസും ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇഫ് എനിവൺ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്യുക, കോൺടാക്ട് ചെയ്യുന്നതാണ്. താങ്ക് യു. Thank you, Ms. Now may I call upon the last presenter from Dale Vihari Trips. Please present you. Good evening, everyone. That's fine. I think there was some technical glitches going on to connect with the MacBook. So we are representing the company name Dale Vihari Trips Private Limited. So basically till now you have been gone through a lot of science kind of a things and all. So it's just like a break for all of you people. So where you can, everyone enjoys the travel in their world. So what all we wanted to do is that usually when it comes to the travel and tourism, it doesn't mean that it's something innovation or some kind of a thing, but what we do provide is that we have different kind of platforms where we have our own innovations. That one thing what we are promoting is the mental wellness program is what we are promoting for the corporates and all. So what we usually do is that we are connecting all the
yoga trainers. At the same time, we are also connecting all the other psychologists all together, and we will make the corporates, and we will meet the corporates. At the same time, we all make the corporates to move to one location. Either it's a remote location or it's a beach station, whatever the area, we wanted to make them to come there. So in the morning, we are giving a schedule in such a way that we are making some kind of a yoga sessions in the morning. Then later, they can also work for up to 5 hours in a day. Then later, the sessions will be moving on, some psychologist activities will be going on, or some kind of a recreational activities, or some kind of a sightseeing activities what we are planning. So this is what a brief about our mental wellness program, which we have been already connected. Our corporate connector is Microsoft, which we are dealing with them as of now. And then we are also doing some other program named as a work from anywhere concept. So in the work from anywhere concept, what we do is that we will make any employee can work from any location. Actually, the thought of this thing came after the COVID, where a lot of the people were been staying in their homes and they have been working from the home. So what we do is that we will provide the accommodation, we will provide the stay, we will provide the food, we will provide the high-speed internet. We will also provide the temporary cabinets when they wanted to join for any meeting or something. So they can work in any remote location. As of now, it was started in the Scisol. At the same time, in the Hyderabad nearby, first we set up all the settings in the Hyderabad nearby villages. Because if that was not worked out, so then we can immediately make them back to the Hyderabad. So that's what our plan. So as of now, it's running in the Kasargode, and what we are making is that we will also make them to visit the sightseeings on the Saturday and Sunday. So that's the work from anywhere concept which we are making. And our major concern is that the rural tourism which we are focusing on. See, as I can understand that earlier days are different and right now the days are different. In the earlier days, I can also see that the people were being, they were saving the money for the future. Right now, the era is completely changed, and it was live today is what the system came into the presence. So in this system, everyone wanted to go for the travel, everyone wanted to go for, they wanted to enjoy themselves, might be the food, might be the travel or whatever. So what we wanted to do, if the era is changing, so it is impacting the travel and tourism. So our main intention is to, why can't we develop the rural areas in the era of this change? For example, in India, we have a lot of different places. So in the different places, wherever we go, if I ask to a lot of people, over around 75% of people on our marketing, which we understood is that everyone loves the sunrise, the sunset, or the nature, or some kind of a picturesque art from the nature. So that same kind of a nature is there within our villages and some other areas also. So there our thought process came that we can just remove some kind of a dirt in the villages so that the village will become little more beautiful. And however, the nature art is always lies with the nature. For example, if it is a village or whatever it is, so it will be lies. So what we are trying to do is the rural tourism concept, where we are bringing the customer into the exact village, and the customer will be staying in a village as a villager with a villager, and whatever the activities are doing by the villager, the customer also can participate. For example, there are, I know that most of the people are aware of it. There are a lot of resorts which are running some kind of activities like pottery making, and some kind of activities like ploughing the land, some kind of activities like sowing, the farming activities, and all these things that people are doing. So what we thought is that why can't we do it in a real-time basis? So we connected with the different farmers, we connected with the different villages, and what we are doing is that we are making the customer to do all these things, where the customer also in return, he will get the food exactly from the villager itself. So I do believe, and I think that you all people also will agree with that, everyone loves the home food, right? Most of the people, instead of the restaurant food or something, we all love the home food. So what we wanted to do, India is complete diversified. We have different cultures, different tastes, different cuisines. So we wanted to give exact rural taste to each and everyone. That's what our concept was going on. And this belongs to complete travel and tourism, where we are also keeping, as we were little bit focused about the safety of our travelers and all. So what we are doing is that we are running some AI metrics, where we can track the traveler exactly where he was going. And we can also give them some kind of timely messages, timely notifications stating that based on their behavioral aspects, like when they were supposed to eat. Before to that, we will be guiding him. There is a restaurant which you love that.
So you can go and you can have the food. So this kind of a small integration is what we are doing as of now. So this is what all about our company. ഇതാണ് നമ്മുടെ മെയിൻ തീം. നമ്മൾ 1.5 വർഷമായിട്ട് മാർക്കറ്റിൽ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് ചെയ്യുന്നത് ഓൾറെഡി ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. അപ്പം ഓക്കെ, താങ്ക് യു. We were so sorry, we thought to show you some kind of a video which you will be going into the travel mode, but due to some unfortunate glitches, it was not happen. Thank you once again. Thank you, dears. Unfortunate glitches often happen. It's part of life. Anyway, thanks for the presentation. Now may I call upon Dr. Sharika A.R., Senior Scientist, KSC ST, to propose the vote of thanks. Ma'am, please. Good evening, all. Most respected dignitaries, dear delegates and participants. That was indeed a great session. As we all know, the modern world relies heavily upon innovation, where the startups play a crucial role in driving the innovation, creating jobs, and fostering economic development. New products, services, and business models, which are, the requirement of, which are for the societal development or societal needs, that is the need of the hour. So happy that the 36th Kerala Science Congress has given a platform, an interactive platform for all these startups, incubation centers, innovators to showcase their products, processes, and prototypes or ideas, innovations, etc. in this platform. And I profusely thank on behalf of the 36th Kerala Science Congress Organizing Committee, all the startups, the innovation incubation centers, the innovators who have participated in the exhibition as well as in today's presentation. I thank you all. And now I thank Dr. Ambali, who is the convener of the exhibition committee, and also who has delivered the welcome address today, and for her all the efforts in coordinating these startups and make this a reality. Thank you, Dr. Ambali. I also thank all the dignitaries who have taken in participating in this session. And I also thank all the participants and delegates of the 36th Kerala Science Congress who are part of this session. Thank you, one and all. Thank you, ma'am. So with that, we come to the end of the technical sessions for the day. But I think you should hold tight to your seats, because now we move into the cultural extravaganza. A violin recital by Dr. Ananda Padmanabha, Associate Professor of Geology, Government College Kasargode, and he's also the Vice Principal of this college. So he and his team, Master Amrit Narayana Hozamane and Vidwan Balakrishna Hozamane, would be here soon with their performance.